ഹലോ എവരിവൺ, ഇന്ന് നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റി പറഞ്ഞ ചാപ്റ്റർ വളരെ വലിയ ചാപ്റ്റർ ആണ് അല്ലേ. ഈ ചാപ്റ്റർ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിനകത്തുള്ള എല്ലാ ടോപ്പിക്സും സിമ്പിൾ ആക്കിയിട്ട് മനസ്സിലാക്കി തരാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം തന്നെ ചാപ്റ്ററിലേക്ക് കിടക്കാം. പൊതുവെ എല്ലാവരും ടഫ് ആണെന്നൊക്കെ പറഞ്ഞ ചാപ്റ്ററാണ്, പക്ഷെ നമുക്ക് എന്താണ് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിക്ക് ക്ലിയർ ആക്കിയിട്ട് എല്ലാ സാധനങ്ങളും ക്ലിയർ ആക്കി നമുക്ക് തീർക്കാൻ നോക്കാം. ഓക്കെ, അപ്പോൾ വേഗം നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. അപ്പം കറണ്ട് ഇലക്ട്രിസിറ്റി അല്ലേ. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ പഠിക്കേണ്ട ആൾ മെയിനായിട്ട് പഠിക്കേണ്ടതാ ഇയാളെ പറ്റിയിട്ടല്ലേ, ഇലക്ട്രിസിറ്റി എന്താണെന്നാണ് ആദ്യം അറിയേണ്ടത് അല്ലേ. അപ്പോൾ എന്താണ് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിക് കറണ്ട് എന്നുള്ളതിലൊക്കെ നമുക്ക് ആദ്യം കിടക്കാം. നോക്കോ, എന്താണ് ഇലക്ട്രിക് കറണ്ട്? ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലടാ, റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് കറണ്ട്. ആ ഒരു പേര് തന്നെ നമുക്ക് ആ ഒരു ഇക്വേഷൻ കിട്ടി. എന്താണ് റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ്? I is equal to Q/T എന്ന് എഴുതാൻ എനിക്ക് പ്രശ്നമുണ്ടോ? I is equal to Q/T എന്ന് എഴുതാൻ പ്രശ്നമുണ്ടോ? ഇല്ല. ഇതാണ് ഇലക്ട്രിക് കറണ്ടിന്റെ ഇക്വേഷൻ. ഇലക്ട്രിക് കറണ്ട് ഇക്വേഷൻ ഇതിനകത്ത് Q എന്താ? Q is equal to ചാർജ് അല്ലേ. T എന്താണ്? T എന്ന് പറഞ്ഞാൽ ടൈം. ഓക്കെ, ഇത്രയേ സംഭവം ഉള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ വേറൊരു രീതിയിൽ ഒരു ഇക്വേഷൻ ഉണ്ടാക്കാം. കാരണം നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് Q is equal to NE എന്ന് പഠിച്ചിട്ടുണ്ട്, ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജിൽ അല്ലേ. അങ്ങനെയാണ് എനിക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ എഴുതി കൂടെ. I is equal to Qന് പകരം NE/T എന്ന് എഴുതുന്നതിന് പ്രശ്നമുണ്ടോ? ഇല്ല, അങ്ങനെ എഴുതുന്നതിന് ഒരു പ്രശ്നവുമില്ല അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടുമാണ് കറണ്ടിന്റെ ഇക്വേഷൻ. ഓക്കെ, ഇത് ഇൻ ടേംസ് ഓഫ് എന്താണ്? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അല്ലേ. എത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അല്ലേ. പിന്നെ ഇതെന്താ? ഇൻ ടേംസ് ഓഫ് ചാർജ്. ഓക്കെ, അപ്പോൾ രണ്ട് ഇക്വേഷൻ ആയല്ലോ. ഓക്കെ, ഇത്രയും ഇതിൻ്റെ അകത്ത് ഇവിടെ കാര്യങ്ങൾ പറയാനുള്ളൂ. ഇനി കറണ്ടിന്റെ യൂണിറ്റ് എന്തായിരിക്കും? ഇലക്ട്രിക് കറണ്ടിന്റെ യൂണിറ്റ് എന്തായിരിക്കും? നോക്ക്, ഇറ്റ് ഇസ് ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് അല്ലെങ്കിൽ Q/T ആണ്. ക്യൂവിന്റെ യൂണിറ്റ് എന്താ? ചാർജിന്റെ യൂണിറ്റ് നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചു, അത് കൂളംബ് ആണ് അല്ലേ. ടൈമിന്റെ അത് സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ കൂളം പെർ സെക്കൻഡ് എന്ന് എഴുതാം. ഓക്കെ, ഇതിനെ ഇനിയിപ്പം സിമ്പിൾ ആയിട്ട് വേറെ പേര് പറയാം, ആംപിയർ. ഓക്കെ, ആംപിയർ. അപ്പം ഒന്നില്ലെങ്കിൽ ആംപിയർ ആണ് എന്ത് യൂണിറ്റ്, SI യൂണിറ്റ് എന്താണ്? ആംപിയർ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ കൂളം പെർ സെക്കൻഡ് എന്ന് എന്താക്കാടാ എഴുതാൻ പറ്റും. ഓക്കെ അല്ലേ. ഇത്ര കാര്യമാണ് എന്താണ് ഇലക്ട്രിക് കറണ്ട് അല്ലെങ്കിൽ വാട്ട് ഇസ് ഇലക്ട്രിക് കറണ്ട് എന്നുള്ള ഭാഗത്ത് എനിക്ക് പറയാനുള്ളൂ. സിമ്പിൾ അല്ലേ? എന്തെങ്കിലും എടുത്ത് മനസ്സിലാകത്തുണ്ടോ? ഇല്ല. ഓക്കെ, ഇനി അടുത്തതിലേക്ക് കിടക്കാം. ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രിക് കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ നോക്കിക്കോ, ഞാനിതാ ഇവിടെ ഒരു ബൾബ് ഇങ്ങനെ എന്താണ് ഒരു സർക്യൂട്ടിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ എന്ത് വെച്ചിട്ടുണ്ട്? ഒരു സെല്ല് വെച്ചിട്ടുണ്ട്. ഒരു സെല്ല് അല്ലെങ്കിൽ ബാറ്ററി ഞാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാനിതിങ്ങനെ കണക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈ ബൾബ് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യടാ? ലൈറ്റ് ആവും അല്ലേ. കാരണം ഇത് ഞാൻ സ്വിച്ച് ഓൺ ആക്കി വെച്ചതാ അല്ലേ, സ്വിച്ച് ഓൺ ആക്കി വെച്ചതാ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ബൾബ് കത്തും. അപ്പൊ ബൾബ് കത്താൻ കാരണം എന്താ? ഇതിലൂടെ കറണ്ട് പാസ് ചെയ്തോണ്ടാ. ഓക്കെ, അപ്പൊ കറണ്ട് എങ്ങനെയാ ഫ്ലോ ചെയ്യുന്നത് അല്ലെ, കറണ്ട് എവിടുന്ന് എങ്ങോട്ടാ ഫ്ലോ ചെയ്യുന്നതിന്റെ ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം. ഓക്കെ, അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്ന എവിടുന്ന് അറിയോ? ആദ്യം നമ്മൾ ബുക്കിലൊക്കെ കാണുന്ന ഒരു പോയിന്റ് ആണ്, അതായത് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ഇലക്ട്രോൺ. ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ഇലക്ട്രോൺ. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇലക്ട്രോൺ പോകുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറണ്ട് ഒഴുകുക അല്ലേ. ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ഇലക്ട്രോൺസ്. ഇങ്ങനെ ഒരു സംഭവം കാണാം നമുക്ക്. ഓക്കെ, ഇത് മാത്രമല്ല നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് ഈ പോയിന്റ് എഴുതി കഴിഞ്ഞിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, ഇനി വേണമെങ്കിൽ ഇങ്ങനെ പറയാം, നോക്കിക്കോ. ഫ്രം ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ. ഫ്രം ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ. ഇങ്ങനെയൊക്കെ കാണാം നിങ്ങൾക്ക്. ഓക്കെ, പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ ഇതെന്താന്നൊക്കെ ക്ലീൻ ആക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഇപ്പോൾ വേറെ രീതിക്ക് പറയാം. നോക്കിക്കോ, ഫ്രം പോസിറ്റീവ് ടെർമിനൽ ടു നെഗറ്റീവ് ടെർമിനൽ. ഫ്രം പോസിറ്റീവ് ടെർമിനൽ ടു നെഗറ്റീവ് ടെർമിനൽ. ഇതൊക്കെ നിങ്ങൾ പണ്ട് ക്ലാസ് പഠിച്ചല്ലേ. പോസിറ്റീവ് ടെർമിനൽ ഉണ്ട്, നെഗറ്റീവ് ടെർമിനൽ ഉണ്ട്. ഇതൊക്കെ പോസിറ്റീവ് ടെർമിനൽ ടു നെഗറ്റീവ് ടെർമിനൽ. നോക്കാം ഇത് എന്താന്ന് നോക്കാം. നോക്കിക്കോടാ, കറണ്ടിന്റെ ആ ഫ്ലോ നമ്മൾ പഠിക്കാൻ പോകാം. നോക്കിക്കോ, കറണ്ട് എപ്പോഴും പോവുക ഇങ്ങനെ ഒരു സെല്ലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് നെഗറ്റീവ് ടെർമിനലിലേക്കാണ് ആര് പോവടാ? കറണ്ട് പോവുക. പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് നെഗറ്റീവ് ടെർമിനലിലേക്കാണ് ആര് പോവടാ? കറണ്ട് പോവുക. ഓക്കെ അല്ലേ. കറണ്ട് അങ്ങനെയാണ് പോവുക. ഓക്കെ, ഇനി ഫസ്റ്റത്തെ പോയിന്റ് നോക്കിയാ, ഇൻ ദ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദ മോഷൻ ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസിന്റെ മോഷന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഓക്കെ, ഇലക്ട്രോൺസ് എവിടെ നിന്ന് അങ്ങോട്ടാണ് പോവുക? ഇലക്ട്രോൺസ് നെഗറ്റീവ് ചാർജ് അല്ലേ. അപ്പൊ ഇലക്ട്രോൺസ് ഈ നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് പോസിറ്റീവ് അല്ലേ, നെഗറ്റീവിന് പോസിറ്റീവിനുള്ള ഇഷ്ടം. അപ്പൊ ഈ ഡയറക്ഷനിൽ പോകും. അപ്പൊ നോക്കിയോ, ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ഇലക്ട്രോൺ. ശരിയായോ? ശരിയായി. ഇനി പോസിറ്റീവ് അല്ലെങ്കിൽ ഈ വലിയ വരെ ഉദ്ദേശിക്കുന്നത് എന്താ അറിയോ? അവിടെ പൊട്ടൻഷ്യൽ കൂടുതലാണെന്ന് അർത്ഥം. ഓക്കെ, അപ്പൊ വേണമെങ്കിൽ ഇങ്ങനെയും പറഞ്ഞുകൂടെ, ഫ്രം ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ. അപ്പൊ കറണ്ടിന്റെ ഡയറക്ഷൻ ഇങ്ങനെയൊക്കെ കേട്ട് നിങ്ങൾ മനസ്സിലാക്കണം ഇതൊക്കെ എന്താണ് ശരിയാണല്ലേ. നോക്കിക്കോ, ഫസ്റ്റ് പോയിന്റ് നോക്കിക്കോ, ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസ് പോകുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആര് പോണത്? കറണ്ട് പോണത്. പിന്നെ വേറൊരു പോയിന്റ് പറയാം, ഫ്രം ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ. ഇതാ ഈ വലിയ വരെ സൂചിപ്പിക്കുന്നത് അവിടെ പൊട്ടൻഷ്യൽ കൂടുതലാണെന്നുള്ള ഐഡിയ അല്ലേ. ഓക്കെ, അപ്പം ഹയർ പൊട്ടൻഷ്യൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലേക്കാണ് കറണ്ട് പോകുന്നത്. അല്ലെങ്കിൽ സിംപ്ലി നിങ്ങൾക്ക് പറയാം, ആ ഹയർ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പോസിറ്റീവ് അല്ലേ. അങ്ങനെ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് നെഗറ്റീവ് ടെർമിനലിലേക്കാണ് കറണ്ട് പോകുന്നത് പറഞ്ഞാലും ശരിയാണ് അല്ലേ. അപ്പൊ ഇതൊക്കെയാണ് ഡയറക്ഷൻ ഓഫ് കറണ്ടിനെ പറ്റി എനിക്ക് പറയാനുള്ളത്.
എന്നുള്ളത്. ഓക്കെ അല്ലേ? സിമ്പിൾ ആയിട്ട് മനസ്സിലായല്ലോ. ഇതാ അടുത്ത കാര്യങ്ങൾ കിടക്കാം. ഇസ് ഇലക്ട്രിക് കറണ്ട് വെക്ടർ ക്വാണ്ടിറ്റി? ഇലക്ട്രിക് കറണ്ട് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണോ എന്ന് നോക്കാം. ഇലക്ട്രിക് കറണ്ടിന്റെ ഡയറക്ഷൻ ഇപ്പൊ ഞാൻ തൊട്ട് മുന്നേ പഠിപ്പിച്ചെന്നല്ലേ, ഡയറക്ഷനെ കുറിച്ച് ഞാൻ പറഞ്ഞു തന്നു. അതേപോലെ തന്നെ ഇലക്ട്രിക് കറണ്ടിന് മാഗ്നിറ്റ്യൂഡും ഉണ്ടാവും. അപ്പൊ മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷൻ ഉണ്ട് അല്ലേ? നോക്കിക്കോ, ഇലക്ട്രിക് കറണ്ടിന് എന്തുണ്ട്? മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. ഓക്കെ, അതിന് ഡയറക്ഷൻ ഉണ്ട്. അങ്ങനെയാണ് അത് ആവേണ്ടതല്ലേ? പോരാ, അങ്ങനെയാണിത് വെക്ടർ ക്വാണ്ടിറ്റി ആവില്ല. വെക്ടർ ക്വാണ്ടിറ്റി ആവണമെങ്കിൽ അവിടെ വെക്ടർ ഓൾജിബ്ര എന്ന് പറഞ്ഞ ആളെയും കൂടെ ഒബേ ചെയ്യണം. വെക്ടർ ഓൾജിബ്ര എന്ന് പറഞ്ഞാൽ എന്താടാ? നമ്മളുടെ വെക്ടർ സമ്മൊക്കെ ഇല്ലേ, ട്രയാങ്കുലർ ലോ, പാരലലോഗ്രാം ലോ ഒക്കെ ഇല്ലേ, ഇത് ഇയാൾ ഒബേ ചെയ്യില്ല. വെക്ടർ ഓൾജിബ്ര ഒബേ ചെയ്യില്ല. ഇത് മൂന്നും ഒബേ ചെയ്യുകയാണെങ്കിലേ വെക്ടർ ക്വാണ്ടിറ്റി ആവുള്ളൂ. അപ്പൊ ഇതിന്റെ അകത്ത് രണ്ടാളെ ഒബേ ചെയ്യുന്നു, ഒന്നിനും ഒബേ ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് കറണ്ട് എന്ത് ക്വാണ്ടിറ്റിയാ? വെക്ടർ അല്ല, മറിച്ച് അതൊരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. കറണ്ടിനെ പറ്റിയൊരു പൂർണ്ണ ധാരണ കിട്ടിയല്ലോ. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് എന്താ പറയാനുണ്ടായിരുന്നത്. ഓക്കെ, ഇനി നോക്കിക്കോ. ഇനി ഇപ്പൊ ഞാൻ പറയാണ്, ഞാൻ ജസ്റ്റ് നിങ്ങൾ പറയാം, നിങ്ങൾ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നൊക്കെ ഇനി കേൾക്കാൻ പോകും. എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ തരാം. അവിടെ ഞാൻ ഒരു കാര്യം ചോദിക്കാം നിങ്ങളോട്. ഒരു വെള്ളച്ചാട്ടം ഉണ്ടാവണമെങ്കിൽ അവിടെ നമ്മളിപ്പോൾ ഒരു വെള്ളച്ചാട്ടം കാണാൻ പോവാണ്. ആ വെള്ളം ഒരു ഹൈറ്റിൽ നിന്ന് താഴ്ചോട്ട് വരുന്നതല്ലേ കാണുന്നല്ലേ? അപ്പോൾ ഒരു വെള്ളച്ചാട്ടം ഉണ്ടാവണമെങ്കിൽ അവിടെ ഹൈറ്റിൽ ഒരു ഡിഫറൻസ് വേണം. പറഞ്ഞതിൽ നിന്ന് തെറ്റുണ്ടോ? ഇല്ല. ഒരു വെള്ളച്ചാട്ടം ഉണ്ടാവണമെങ്കിൽ ഹൈറ്റിൽ ഒരു ഡിഫറൻസ് വേണം, എന്നാലേ അതിനെ വെള്ളച്ചാട്ടം എന്ന് നമ്മൾ പറയുള്ളൂ. ഓക്കെ, അപ്പൊ എന്തോ സംഭവത്തിൽ ഡിഫറൻസ് ഉണ്ടെങ്കിലാണ് ഈ വെള്ളത്തിന്റെ ഫ്ലോ നടക്കുന്നത്, അല്ലെങ്കിൽ വെള്ളച്ചാട്ടം ഉണ്ടാകുന്നത്. ഓക്കെ, ഇതേപോലെ തന്നെ കറണ്ട് എന്ന് പറഞ്ഞ സാധനം ഫ്ലോ ചെയ്യണമെങ്കിലും അവിടെ എന്തോ ഒരു സാധനത്തിൽ ഒരു ഡിഫറൻസ് വരണം. കറണ്ട് എന്ന് പറഞ്ഞ സാധനം ഫ്ലോ ചെയ്യണമെങ്കിലും അവിടെ എന്തോ ഒരു സാധനത്തിൽ ഒരു ഡിഫറൻസ് വരണം. ആ ഡിഫറൻസ് വരുന്ന സാധനത്തിനാണ് നമ്മൾ പൊട്ടൻഷ്യൽ എന്നൊക്കെ വിളിക്കുക. ഓക്കെ, അപ്പം പൊട്ടൻഷ്യലിൽ ഒരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഫ്ലോ ചെയ്യുന്ന ഒരു സാധനമാണ് എന്താ? ഇലക്ട്രിക് കറണ്ട്. നോക്കിയാ, ഹയർ പൊട്ടൻഷ്യലിന് ലോവർ പൊട്ടൻഷ്യലിലേക്ക് പൊട്ടൻഷ്യലിന് ഡിഫറൻസ് വരണം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ളപ്പോൾ ഫ്ലോ ചെയ്യുന്ന സാധനമാണ് എന്ത്? ഇലക്ട്രിക് കറണ്ട്. നേരത്തെ ഇപ്പോൾ പറഞ്ഞില്ലേ, ഹൈറ്റിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അപ്പോൾ ഫ്ലോ ചെയ്യുന്നത്, അല്ലെങ്കിൽ അപ്പം ഉണ്ടാകുന്ന സാധനമാണ് ഈ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞ പോലെ. ഓക്കെ, ഐഡിയ മനസ്സിലായില്ലേ? അപ്പൊ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ എന്തുണ്ടാവുള്ളൂ? കറണ്ട് ഫ്ലോ നടക്കുള്ളൂ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ലെങ്കിൽ അപ്പോൾ കറണ്ട് ഫ്ലോ നടക്കുമോ? ഇല്ല. ആ ഒരു ലോജിക്ക് വേണം. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താ മനസ്സിലായല്ലോ? കറണ്ടിനെ ഫ്ലോ ചെയ്യിക്കാൻ ആവശ്യമായുള്ള സാധനമാണ് എന്ത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞ സാധനം. നമ്മൾ അതിനെക്കുറിച്ചാണ് കൂടുതലായിട്ട് പഠിക്കാൻ പോണേ. അതുവഴി നമ്മൾ ഓംസ് ലോയിലേക്ക് കിടക്കും. നോക്കിക്കോ, എന്താണ് ഓംസ് ലോ? നോക്കിക്കോ, ഓംസ് ലോ എന്താണ് ഈ പഠിക്കാൻ പോകുന്നത്? ഈ കറണ്ട് ഇലക്ട്രിസിറ്റിയിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ലോ ആണ്. നോക്കിക്കോ, ഇതൊരു കണ്ടക്ടറാണ്. ഈ കണ്ടക്ടറിലൂടെ ഇപ്പൊ കറണ്ട് ഒഴുകുമോ? കറണ്ട് ഒഴുകും. ഇപ്പൊ കറണ്ട് ഒഴുകുമോ ചോദിച്ചാൽ ഇപ്പൊ കറണ്ട് ഒഴുകൂല. കാരണം എന്താ? ഇവിടെ ഒരു ഹയർ പൊട്ടൻഷ്യലും ലോവർ പൊട്ടൻഷ്യലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിലേ കറണ്ട് ഫ്ലോ ചെയ്യുള്ളൂ ഞാൻ പറഞ്ഞു. ഓക്കെ, പിന്നെ ഇവിടെ ഒരു ഹയർ പൊട്ടൻഷ്യൽ പോസിറ്റീവ്, ഇവിടെ ഒരു ലോവർ പൊട്ടൻഷ്യൽ നെഗറ്റീവ് ഉണ്ട് വിചാരിക്കും. അപ്പൊ ഹയർ പൊട്ടൻഷ്യൽ ലോവർ പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പൊ എന്ത് സംഭവിക്കടാ? കറണ്ട് ഫ്ലോ ചെയ്യും അല്ലേ? ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഇതിലൂടെ എന്ത് ഫ്ലോ ചെയ്യും? കറണ്ട് ഫ്ലോ ചെയ്യും. അങ്ങനെയല്ല ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നെ. ഓക്കെ, അപ്പൊ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ കറണ്ട് ഫ്ലോ ചെയ്യും. ഞാൻ പറയട്ടെ, ഇവിടെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതിനെ വേണേൽ വോൾട്ടേജ് എന്നും പറയാട്ടോ. ഓക്കെ, അപ്പം ഇതിന്റെ അക്രോസ് ഉള്ള, ഈ കണ്ടക്ടറിന്റെ അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് ഞാൻ 1 വോൾട്ട് ആക്കി വിചാരിക്കും. 1 വോൾട്ട് ആക്കി വിചാരിക്കും. അപ്പൊ എനിക്ക് കാണാൻ സാധിച്ചത് ഇതിലൂടെ ഫ്ലോ ചെയ്ത കറണ്ട് 1 ആംപിയർ ആയിട്ടാണ് എനിക്ക് കാണാൻ സാധിച്ചത്. ഓക്കെ, പ്രശ്നമില്ലല്ലോ. ഞാനൊരു എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി ഇതിന്റെ അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് ഞാൻ 2 വോൾട്ട് ആക്കി. അപ്പൊ എനിക്ക് കാണാൻ സാധിച്ചത് ഈ ഒരു കണ്ടക്ടറിലൂടെ 2 ആംപിയർ കറണ്ട് കടന്നു പോകുന്നതായിട്ട് കാണാൻ സാധിച്ചു. ഓക്കെ, പ്രശ്നമില്ലല്ലോ. ഓക്കെ, ഇനി ഇതിന്റെ അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് ഞാൻ 3 വോൾട്ട് ആക്കി. അപ്പൊ ഇതിലൂടെ ഫ്ലോ ചെയ്ത കറണ്ട് എനിക്ക് എത്രയായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടാവും? 3 ആംപിയർ ആയിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടാവും. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. നോക്കിക്കോ, ഞാൻ ഇതിന്റെ അക്രോസ് കൊടുത്ത പൊട്ടൻഷ്യൽ ഡിഫറൻസസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ഇറ്റ് അല്ലേ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഞാൻ കൂട്ടിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ കറണ്ടും ഇങ്ങനെ കൂടിയും കൊണ്ട് വന്നു. ഓക്കെ, അങ്ങനെയാണ് എനിക്ക് ഇവിടുന്ന് ഒരു ഐഡിയ കിട്ടിയില്ലേ? V പ്രൊപ്പോർഷണൽ ടു I അല്ലേ? The potential difference applied across the ends of a conductor is directly proportional to the current flowing through it എന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടി. ഓക്കെ, ഇതിനെ വിളിക്കുന്ന പേരാണ് ഓംസ് ലോ. പക്ഷെ എപ്പോഴും ഇത് ഇങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ എപ്പോഴും ഇതിങ്ങനെ ആയിരിക്കില്ല. അതിന് കണ്ടീഷൻസ് ഉണ്ട്. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആയിരിക്കണം. അതേപോലെ തന്നെ യാതൊരു മെക്കാനിക്കൽ സ്ട്രെയിനും ഉണ്ടാകാൻ പാടില്ല. അതായത് സ്ട്രെയിൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഇത് പിടിച്ച് വലിക്കാൻ നിൽക്കരുത്, അല്ലെങ്കിൽ പിടിച്ച് ചുരുട്ടി മടക്കി ഒന്നും ആക്കാൻ നിൽക്കരുത്. അതായത് സ്ട്രെയിൻ ഒന്നും ഇല്ലാത്ത അവസ്ഥ. അതേപോലെ തന്നെ ടെമ്പറേച്ചറും ഫിക്സ്ഡ് ആയിട്ട് വെക്കുകയാണെങ്കിൽ the potential difference applied across a conductor is directly proportional to the current flowing through it. ഇതാണ് എന്ത്? ഓംസ് ലോ നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, നോക്കാം. എന്നാല് ജസ്റ്റ് വായിച്ചു നോക്കോ. According to Ohm's law, if physical conditions of conductor such as temperature, mechanical strain, etc. are kept constant, then the current passing through the conductor is directly proportional to the potential difference between its ends. അല്ലേ? അപ്പൊ പറഞ്ഞ എന്താ? V proportional to I എന്ന് പറഞ്ഞത് റെഡി ആയില്ലേ? എപ്പം? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആയിരിക്കണം. അതേപോലെ തന്നെ മെക്കാനിക്കൽ സ്ട്രെയിൻ ഒന്നും ഉണ്ടാവാനും പാടില്ല.
ഓക്കെ ആണല്ലോ, വി പ്രപ്പോർഷണൽ ടു ഐ. ഇതാണ് എന്താടാ ഓംസ് ലോ പറയുന്നത്. ഓക്കെ, ഇനി നോക്കോ ഇക്വേഷൻ ഓഫ് ഓംസ് ലോ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. നോക്കോ, വി പ്രപ്പോർഷണൽ ടു ഐ എന്നല്ല ഇപ്പൊ പറഞ്ഞത് അല്ലെ. അങ്ങനെയാണ് ഈ പ്രപ്പോർഷണാലിറ്റി മാറ്റാൻ ഞാൻ ഇവിടെ ആരെ കൊണ്ടുവരേണ്ടി വരും? ഒരു കോൺസ്റ്റന്റിനെ കൊണ്ടുവരേണ്ടി വരും. ആ കോൺസ്റ്റന്റ് ആണ് എന്ത് നമ്മൾ ഇനി പഠിക്കാൻ പോണ ആര്? റെസിസ്റ്റൻസ്. വി ഇസ് ഈക്വൽ ടു ഐ ആർ. പ്രപ്പോർഷണാലിറ്റി മാറ്റാൻ ഞാൻ കൊണ്ടുവന്ന കോൺസ്റ്റന്റ് പേരാണ് എന്ത്? ആർ, അല്ലെങ്കിൽ ഇതിനെയാണ് പറയാ റെസിസ്റ്റൻസ്. ഓക്കെ അല്ലേ? അപ്പൊ വി ഇസ് ഈക്വൽ ടു ഐ ആർ. പ്രശ്നമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ റെസിസ്റ്റൻസിന് ഒരു ഇക്വേഷൻ എഴുതി എങ്ങനെ വരും? ആർ ഇസ് ഈക്വൽ ടു വി ബൈ ഐ. ആർ ഇസ് ഈക്വൽ ടു വി ബൈ ഐ. അപ്പൊ ഇതൊക്കെയാണ് എന്താ ഈ ഓംസ് ലോന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ. വി ഇസ് ഈക്വൽ ഐ ആർ അല്ലെങ്കിൽ ആർ ഇസ് ഈക്വൽ വി ബൈ ഐ എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, ഈ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസിന്റെ മലയാളത്തിൽ എന്താ പറയാ? പ്രതിരോധം അല്ലെ. പ്രതിരോധിക്കുക. ആരെയായിരിക്കും പ്രതിരോധിക്കുന്നുണ്ടാവുക? ഒരു കണ്ടക്ടറിലൂടെ കടന്നു പോകുന്ന കറണ്ടിനെ പ്രതിരോധിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അപ്പൊ എന്ത്? ഈ റെസിസ്റ്റൻസ് എന്നൊക്കെ പറയുന്ന സംഭവം. ഓക്കെ അല്ലേ? ഐഡിയ മനസ്സിലായില്ലേ? റെസിസ്റ്റൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് റെസിസ്റ്റൻസ് പറഞ്ഞാൽ കറണ്ടിന്റെ ഫ്ലോനെ ഒപ്പോസ് ചെയ്യുന്ന ഒരാൾ. ഇത്രയും മതി. ഓക്കെ, ഇത്രയും മതി. ഇത്ര ഐഡിയ മതി. ഓക്കെ, അപ്പൊ റെസിസ്റ്റൻസിന്റെ ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇത് ആ റെസിസ്റ്റൻസിനെ കുറിച്ച് നമ്മൾ പറയാൻ പോണേ. റെസിസ്റ്റൻസ് ഇസ് ദ പ്രോപ്പർട്ടി ഓഫ് എ കണ്ടക്ടർ ടു ഒപ്പോസ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറന്റ് ത്രൂ ഇറ്റ്. അല്ലെ, കറണ്ട് ഫ്ലോ ചെയ്യിക്കാണ്ടിരിക്കാനുള്ള ഒരു സാധനമാണ് എന്ത്? റെസിസ്റ്റൻസ്. ഇത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, SI യൂണിറ്റ് നിങ്ങൾ കേട്ടിട്ടൊക്കെ ഉണ്ടാവും. ഓം അല്ലെങ്കിൽ ഇതാ ഓം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, ഇത് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക? ഇങ്ങനെയാണ് പറയാ, OHM. അങ്ങനെയാണ്. ഇത് എന്താണ്? ഓംസ് ലോ ആയതുകൊണ്ട്, ഓമിന്റെ ലോ ആയതുകൊണ്ട് അതിന് യൂണിറ്റ് ഓം എന്നാണ് നമ്മൾ പറയാറ്. ഓക്കെ, ഡയമെൻഷൻ എന്താ അറിയോ? ml² T⁻³ A⁻². നിങ്ങൾ യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? നമുക്ക് ഡിറൈവ് ചെയ്യാനും പറ്റും. ഓക്കെ, അത് അവിടെ കട്ടെ. ഇതൊരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ് അല്ലെ. ഇനി ഒരു പോയിന്റ് വേണമെങ്കിൽ ജസ്റ്റ് ഓർത്ത് വെച്ചോ. കണ്ടക്ടേഴ്സിന് റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും കുറവായിരിക്കും? ചിന്തിച്ചു നോക്ക്. കണ്ടക്ടേഴ്സ് കറണ്ടിനെ കടത്തി വിടുന്ന ആൾക്കാരാ. കറണ്ടിനെ കടത്തി വിടാനുള്ള പ്രോപ്പർട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സാധനത്തിന് റെസിസ്റ്റൻസ് എന്തായിരിക്കണം? കുറവായിരിക്കണം അല്ലെ. അപ്പൊ കണ്ടക്ടേഴ്സിന് ജനറലി റെസിസ്റ്റൻസ് എന്തായിരിക്കും? കുറവായിരിക്കും, ലോ ആയിരിക്കും. പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, ഇനി ഇതാ ഇൻസുലേറ്റേഴ്സ് എടുത്തു നോക്കുക. ഇൻസുലേറ്റേഴ്സ് കറണ്ടിനെ കടത്തി വിടുന്ന ആൾക്കാരാണോ കടത്തി വിടാത്ത ആൾക്കാരാണോ? കടത്തി വിടാത്ത ആൾക്കാരാണ്. കടത്തി വിടാത്ത ആൾക്കാർ എന്ന് പറഞ്ഞാൽ അതിന്റെ റെസിസ്റ്റൻസ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പം റെസിസ്റ്റൻസ് ഓഫ് ഇൻസുലേറ്റർ വിൽ ബി ഹൈ. അപ്പൊ ആ ഒരു ഐഡിയ കിട്ടിയല്ലോ. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലേക്ക് നോക്കാം. നോക്കിക്കോ, VI ഗ്രാഫ് ഓഫ് ഓംസ് ലോ. അതായത് നമ്മളിപ്പോ V പ്രപ്പോർഷണൽ ടു I എന്നൊക്കെ പറഞ്ഞില്ലേ? ഇനി അതിന്റെ ഒരു ഗ്രാഫ് വെച്ചാൽ നമുക്ക് എങ്ങനെയാ കിട്ടുക നോക്കാം. ഓക്കെ, VI ഗ്രാഫ് ഓഫ് ഓംസ് ലോ. Y ആക്സിസിൽ ഇതാ V അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസും, X ആക്സിസിൽ ആരാണ്? കറണ്ട്. ഓക്കെ, പൊട്ടൻഷ്യൽ ഡിഫറൻസിന് വേണമെങ്കിൽ വോൾട്ടേജ് എന്നും പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ വരച്ചപ്പോൾ ആ കോളം നമുക്ക് എങ്ങനെ കിട്ടിയേ? ഒരു കണ്ടക്ടറിന്റെ അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെ വോൾട്ടേജ് 1 വോൾട്ട് കൊടുത്തപ്പോൾ അവിടെ ഉണ്ടായ കറണ്ട് 1 ആംപിയർ ആയിരുന്നു. 2 വോൾട്ട് കൊടുത്തപ്പോൾ 2 ആംപിയർ ആയിരുന്നു. 3 വോൾട്ട് കൊടുത്തപ്പോൾ 3 ആംപിയർ കറണ്ട് ഫ്ലോ ചെയ്യുന്നതായിട്ടാണ് കാണപ്പെട്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന്റെ ഒരു ഗ്രാഫ് വരച്ച് എങ്ങനെയായിരിക്കും വരിക? 1 1, 2 2, 3 3. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയല്ല ഒരു ഗ്രാഫ് വരിക, ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. ഓക്കെ, അപ്പം ഓംസ് ലോന്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെയാണ് വരിക. ഓംസ് ലോന്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ ഇൻക്ലൈൻഡ് ടു ഏതാണ്? X ആക്സിസ് അല്ലെ. X ആക്സിസുമായിട്ട് എത്രയോ ഡിഗ്രിയിൽ ഇൻക്ലൈൻ ചെയ്ത് വെച്ച രീതിയിലായിരിക്കും നമുക്ക് ഓംസ് ലോന്റെ ഗ്രാഫ് കിട്ടുക. V പ്രപ്പോർഷണൽ ടു I അല്ലേ? സ്ട്രെയിറ്റ് ലൈൻ അല്ലേ? ലീനിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഇത്ര സാധനങ്ങളാണ് ഇവിടെ പറയാനുള്ളത്. VI ഗ്രാഫ് ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ ഇൻക്ലൈൻഡ് ടു X ആക്സിസ് എഴുതി കൂടെ? സ്ട്രെയിറ്റ് ലൈൻ ഇൻക്ലൈൻഡ് ടു X ആക്സിസ്. ഐഡിയ കിട്ടുന്നുണ്ടോ പറയുന്നത്? ഓക്കെ, അപ്പൊ ഇത്ര കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഗ്രാഫിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് ശരിക്കും നമുക്ക് എന്താ കിട്ടുക എന്നുള്ളൊരു കാര്യം കൂടെ നോക്കാം. ഓക്കെ, അപ്പം ഗ്രാഫ് ക്ലിയർ അല്ലേ? ഓംസ് ലോന്റെ ഗ്രാഫ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ സ്ട്രെയിറ്റ് ലൈൻ ഇൻക്ലൈൻ ടു X ആക്സിസ് ആണ് കിട്ടുക. ആരെ വെച്ച് വരയ്ക്കുമ്പോൾ? വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേഴ്സസ് കറണ്ട് വരച്ചാൽ. ഓക്കെ അല്ലേ? ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് എന്താ കിട്ടുക നമുക്ക് നോക്കാം. സ്ലോപ്പ് ഓഫ് VI ഗ്രാഫ്. എന്താണ് ഇതിന്റെ സ്ലോപ്പ് കിട്ടുക നോക്കാം. അവിടെ സ്ലോപ്പ് നിങ്ങൾ പഠിച്ച ഇക്വേഷൻ ആണ് എന്ത്? ഒന്നില്ലെങ്കിൽ ഇവിടെ ഒരു ആംഗിൾ തീറ്റ തരികയാണെങ്കിൽ നമുക്ക് ടാൻ തീറ്റ എന്ന് പറയായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് ചേഞ്ച് ഇൻ Y ബൈ ചേഞ്ച് ഇൻ X, അല്ലെങ്കിൽ സിംപ്ലി Y ബൈ X എന്നൊക്കെ പറയാം അല്ലെ. സിംപ്ലി Y ബൈ X എന്നൊക്കെ പറയാം. അങ്ങനെയാണെങ്കിൽ ഈ ഗ്രാഫിൽ ഇപ്പൊ തീറ്റയും തന്നിട്ടില്ല, തീറ്റനെ പറ്റി യാതൊന്നും പരാമർശിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് കാണാനുള്ള ഇക്വേഷൻ എന്താ? സ്ലോപ്പ് ഈസ് ഈക്വൽ ടു Y ബൈ X ആണ്. ഓക്കെ, കാരണം Yയിൽ ആരാ അവിടെ ഉള്ളത്? വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞ ആളാണ് അല്ലെ, V ആണുള്ളത് അല്ലെ. Xയിൽ ആരാ ഉള്ളത്? കറണ്ട് I ആണുള്ളത്. ഓക്കെ, അപ്പൊ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ നോക്ക് V ബൈ I. ഇത് എവിടെയും കണ്ടിട്ടുണ്ടാവും. R ഈസ് ഈക്വൽ ടു V ബൈ I നമ്മൾ ഓംസ് ലോയിൽ പഠിച്ചിരുന്നു അല്ലെ. അങ്ങനെയാണ് ഈ V ബൈ I എന്ന് പറഞ്ഞ സാധനം എന്താണ്? റെസിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് ഓഫ് VI ഗ്രാഫ് നമുക്ക് എന്താണ് തരിക? സ്ലോപ്പ് ഓഫ് VI ഗ്രാഫ് നമുക്ക് എന്താണ് തരിക? റെസിസ്റ്റൻസ് ആണ് തരിക. ഓക്കെ ആണോ? സ്ലോപ്പ് ഓഫ് VI ഗ്രാഫ് എന്ത് തരും? റെസിസ്റ്റൻസ് തരും. സ്ലോപ്പ് ഓഫ് VI ഗ്രാഫ് ഗീവ്സ് റെസിസ്റ്റൻസ്. ഈ ഗ്രാഫ് വെച്ചിട്ട് നമ്മളോട് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. വേണമെങ്കിൽ നോക്കിക്കോ, ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ തരാം. നോക്കിക്കോ, വിച്ച് മെറ്റീരിയൽ ഹാസ് മോർ റെസിസ്റ്റൻസ്. ഇതിൽ A എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ ഉണ്ട്, B എന്ന് പറഞ്ഞ മെറ്റീരിയൽ ഉണ്ട്. ഇതിന് ഏതിനാണ് റെസിസ്റ്റൻസ് കൂടുതൽ എന്നാണ് ചോദ്യം.
എങ്ങനെ കാണാം? ഇതിന്റെ ഗ്രാഫ്, ഒരു വി ഐ ഗ്രാഫിന്റെ സ്ലോപ്പ് നമുക്ക് എന്താ കിട്ടുക? ഓർക്കണം, ഇവിടെ വിയും ഇവിടെ ഐയും തരികയാണെങ്കിലാണ് സ്ലോപ്പ് റെസിസ്റ്റൻസ് വരിക. വേണമെങ്കിൽ ഇതിന് തിരിച്ചൊക്കെ തരാം, ചിന്തിക്കണം കേട്ടോ. ഓക്കെ, അങ്ങനെയാണ് ഇതിന്റെ സ്ലോപ്പ് എത്രയാണ്? ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് പറഞ്ഞതാ y/x അല്ലെ v/i ഇസ് ഈക്വൽ ടു റെസിസ്റ്റൻസ് ആണ്, നമ്മളിപ്പോ പഠിച്ചു അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ, ഇതിൽ ആർക്കാ സ്ലോപ്പ് കൂടുതൽ? എക്കാണോ ബിക്കാണോ സ്ലോപ്പ് കൂടുതൽ? ചിന്തിച്ചു നോക്ക്. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ചെരിവ്. നിങ്ങൾ ഇവിടെ നിന്നിട്ട് ഇതിൽ ഏത് ലൈന് കയറി പോകാനാണ് ബുദ്ധിമുട്ട് കൂടുതൽ, ആ ബുദ്ധിമുട്ട് കൂടിയ ലൈനാണ് സ്ലോപ്പ് കൂടുതൽ. അതാണ് സംഭവം. ഓക്കെ, അപ്പൊ ഇത് കയറി പോകാനാണ് ബുദ്ധിമുട്ട് കൂടുതൽ, ഇത് കയറി പോകാനാണ് ബുദ്ധിമുട്ട് കൂടുതൽ, ഇത് കയറി പോകാനാണ് ബുദ്ധിമുട്ട് കൂടുതൽ. അതുകൊണ്ട് തന്നെ പറയാം സ്ലോപ്പ് കൂടുതൽ ആർക്കാണ്? എക്കാണ് അല്ലെ. സ്ലോപ്പ് കുറവ് ആർക്കാണ്? ബിക്കാണ്. സംശയം ഉണ്ടോ? ഇല്ലല്ലോ. അതിനാണ് സ്ലോപ്പ് കൂടിയാൽ ഓട്ടോമാറ്റിക്കലി ആരും കൂടണം? റെസിസ്റ്റൻസ് കൂടണം. അപ്പൊ റെസിസ്റ്റൻസ് ആർക്കായിരിക്കും കൂടുതൽ? എക്കായിരിക്കും റെസിസ്റ്റൻസ് കൂടുതൽ. ബിക്ക് റെസിസ്റ്റൻസ് എന്തായിരിക്കുംടാ? കുറവായിരിക്കും. ഇത്രയും കാര്യങ്ങളൊക്കെ ആണോ? അപ്പൊ ഇങ്ങനെ ഗ്രാഫിന്റെ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്താണ് നിങ്ങൾക്ക് വരാം. ഓക്കെ, ഇനി നോക്കിക്കോ, നമുക്ക് റെസിസ്റ്റിവിറ്റിനെ പറ്റി പറയാം. റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്താണെന്ന് പറയാം. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോ. ഒരു കണ്ടക്ടറിന്റെ ലെങ്ത്തിന് റെസിസ്റ്റൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അല്ലെങ്കിൽ ഞാൻ പറയാം, ഒരു കണ്ടക്ടറിന്റെ ലെങ്ത് ഞാൻ വലിച്ചു നീട്ടാനൊക്കെ പോകും അല്ലെങ്കിൽ ഇലോങ്ങേറ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ റെസിസ്റ്റൻസും കൂടും. അങ്ങനെയാണെങ്കിൽ റെസിസ്റ്റൻസ് ഇസ് പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് എ കണ്ടക്ടർ എന്ന് എനിക്ക് പറയാം. ഓക്കെ, ഇനി ആ ഒരു കണ്ടക്ടറിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറയ്ക്കുകയാണെങ്കിൽ റെസിസ്റ്റൻസ് കൂടും. അങ്ങനെയാണ് എനിക്ക് പറയാം റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയാം. അങ്ങനെയാണ് ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് എഴുതുകയാണെങ്കിൽ എനിക്ക് എഴുതാം ആർ പ്രൊപ്പോർഷണൽ ടു L/A. സംശയം ഉണ്ടോ? സംശയമൊന്നുമില്ല. ഓക്കെ, ഇനി പ്രൊപ്പോർഷണാലിറ്റി മാറ്റണമെങ്കിൽ ഞാൻ ഒരു കോൺസ്റ്റന്റിനെ കൊണ്ടുവരേണ്ടി വരും അല്ലേ? അങ്ങനെയാണ് ആ കോൺസ്റ്റന്റിനെ പറ്റിയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോണ ആൾ. ഇതാ റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസ്. ആർ ഇസ് ഈക്വൽ ടു പ്രൊപ്പോർഷണാലിറ്റി മാറ്റിയാൽ റോ എന്ന് പറഞ്ഞ ഒരാൾ വരും. ആർ ഇസ് ഈക്വൽ ടു റോ L/A. ഇതാണ് റെസിസ്റ്റൻസിന്റെ ഒരു ഇക്വേഷൻ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, ഇതിന്റെ അകത്ത് ഈ റോ എന്ന് പറയുന്ന ആളില്ലേ, അയാളെ വിളിക്കുന്ന പേരാണ് എന്താ? റെസിസ്റ്റിവിറ്റി. ഇതിൽ ആർ എന്താണ്? ഒക്കെ മറന്നു വരുത്. ആറ് റെസിസ്റ്റൻസ് ആണ്, ഓർമ്മ വേണം. ഓക്കെ, എൽ എന്താണ്? ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ ആയിരിക്കും. എ എന്താണ്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആയിരിക്കും. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആയിരിക്കും. ഓർമ്മ ഉണ്ടല്ലോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഈ റെസിസ്റ്റിവിറ്റി എന്താണെന്നൊരു ഐഡിയ കിട്ടി അല്ലേ? റെസിസ്റ്റിവിറ്റിക്ക് ഒരു ഇക്വേഷൻ എഴുതി നോക്കടാ. റെസിസ്റ്റിവിറ്റി റോ ഇസ് ഈക്വൽ ടു, അപ്പൊ എന്ത് എഴുതാം? റെസിസ്റ്റിവിറ്റി റോ ഇസ് ഈക്വൽ ടു RA/L എന്നൊക്കെ എഴുതാം. ഓക്കെ, അപ്പൊ റെസിസ്റ്റിവിറ്റി എന്താണെന്നൊരു ഐഡിയ കിട്ടി. ഓക്കെ, ഈ റെസിസ്റ്റിവിറ്റിക്ക് വേണമെങ്കിൽ നമുക്കൊരു ഡെഫിനേഷൻ കൊടുക്കാം. ചിന്തിച്ചു നോക്ക്, റെസിസ്റ്റിവിറ്റിക്ക് എന്തുകൊണ്ടായിരിക്കും സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്നൊരു പേര് വന്നിട്ടുണ്ടാവുക? സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ എന്താ യൂണിറ്റി ആക്കുക അല്ലെങ്കിൽ വൺ ആക്കുക എന്നൊക്കെ ഒരു ഐഡിയ നമ്മൾ എവിടെയോ പഠിച്ചിട്ടൊക്കെ ഉണ്ടാവില്ലേ? സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്താണ്? ഒരു യൂണിറ്റ് മാസിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി റൈസ് ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ള ഹീറ്റിനായിരുന്നു സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്നൊക്കെ പറയാം. അപ്പൊ അതേപോലെ സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിന് യൂണിറ്റി ആക്കേണ്ടി വരും അല്ലേ? നേരത്തെ നമ്മൾ യൂണിറ്റ് മാസ് ആക്കി, അപ്പൊ ഇവിടെ യൂണിറ്റ് ഏരിയയും യൂണിറ്റ് ലെങ്ത്തും ആക്കുകയാണെങ്കിൽ നമുക്ക് സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്നൊരു ഡെഫിനേഷൻ ഇവിടെ എത്തും. നോക്കിക്കോ, ഞാൻ പറയുകയാണ്, ഇതിൽ ഏരിയനെ ഞാൻ 1 മീറ്റർ സ്ക്വയറും ആക്കി, ലെങ്ത്തിനെ ഞാൻ 1 മീറ്ററും ആക്കി. ഏരിയയും ലെങ്ത്തും 1 ആയി. അങ്ങനെയാണെങ്കിൽ റോ ഇസ് ഈക്വൽ ടു എന്ത് വന്നടാ? ഇത് രണ്ടും കട്ടായി പോയില്ലേ? 1 അല്ല രണ്ടും. ഓക്കെ, റോ ഇസ് ഈക്വൽ ടു 6 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ റെസിസ്റ്റിവിറ്റി ഈക്വൽ ടു റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ. എപ്പം? റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഹാവിംഗ് യൂണിറ്റ് ലെങ്ത് ആൻഡ് യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അല്ലേ? കണ്ടക്ടർ ഹാവിംഗ് യൂണിറ്റ് ലെങ്ത് ആൻഡ് യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എന്താണ്? സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്നും നമുക്ക് പറയാൻ പറ്റും. ഓക്കെ അല്ലേ? ഇതാ ഏരിയ 1 മീറ്റർ സ്ക്വയറും ലെങ്ത് 1 മീറ്ററും ആക്കിയ റെസിസ്റ്റിവിറ്റി ഈക്വൽ ടു റെസിസ്റ്റൻസ് ആണ് അല്ലേ? അപ്പം റെസിസ്റ്റിവിറ്റി ഈക്വൽ ടു റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഹാവിംഗ് യൂണിറ്റ് ഏരിയ ആൻഡ് യൂണിറ്റ് ഏരിയ മീൻസ് യൂണിറ്റ് ഏരിയയും യൂണിറ്റ് ലെങ്ത്തും അല്ലേ? യൂണിറ്റ് ഏരിയയും യൂണിറ്റ് ലെങ്ത്തും ആണ് റെസിസ്റ്റിവിറ്റി ഈസ് ഈക്വൽ ടു റെസിസ്റ്റൻസ്. ഓക്കെ, അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് പറയാം? അതിനെ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്നും വിളിക്കാൻ പറ്റും. ഒരു ഐഡിയ മനസ്സിലായല്ലോ? ഇനി റെസിസ്റ്റിവിറ്റിന്റെ യൂണിറ്റ് എന്തായിരിക്കും? റോ. അതിന്റെ യൂണിറ്റ് എന്തായിരിക്കും? റെസിസ്റ്റിവിറ്റിന്റെ യൂണിറ്റ് എന്തായിരിക്കും? ചിന്തിച്ച് നോക്ക്. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം ആണ്, ഏരിയന്റെ മീറ്റർ സ്ക്വയർ ആണ്, താഴത്തെ ലെങ്ത് മീറ്റർ ആണ്. അപ്പൊ മീറ്റർ സ്ക്വയറും മീറ്ററും വെട്ടിപ്പോയാൽ ഓം മീറ്റർ. റെസിസ്റ്റിവിറ്റിന്റെ യൂണിറ്റും കഴിഞ്ഞു. അപ്പൊ റെസിസ്റ്റിവിറ്റിനെ പറ്റി എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. റെസിസ്റ്റിവിറ്റി ഇക്വേഷൻ RA/L ആണ്. അപ്പം എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, റെസിസ്റ്റിവിറ്റി ഈക്വൽ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഹാവിംഗ് യൂണിറ്റ് ലെങ്ത് ആൻഡ് യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. സോ ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് സ്പെസിഫിക് റെസിസ്റ്റൻസ്. യൂണിറ്റ് എന്താണ്? ഓം മീറ്റർ. കഴിഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇനി നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. അതായത് റെസിസ്റ്റൻസ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഡിപ്പെൻഡ്സ് അപ്പോൺ ആരൊക്കെയാ?
അപ്പോൺ ആരൊക്കെ ആയിരിക്കും? ഇതൊക്കെ നല്ല ഇമ്പോർട്ടന്റ് പോയിന്റ് കേട്ടോ. അപ്പോൺ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ അല്ലെ, ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ, ബാക്കി നിങ്ങൾ ഫില്ല് ചെയ്തോ. ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആൻഡ് നേച്ചർ ഓഫ് മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യില്ലേ. ഇൻസുലേറ്ററിന്റെ റെസിസ്റ്റൻസ് ആയിരിക്കോ കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് ഉണ്ടാവുക? അല്ല, നേച്ചർ ഓഫ് ദ മെറ്റീരിയലിനും ഡിപ്പെൻഡ് ചെയ്യും. ആൻഡ് നേച്ചർ ഓഫ് മെറ്റീരിയൽ. അപ്പൊ ഇതിനൊക്കെ ഈ 3 സാധനങ്ങളെ ആര് ഡിപ്പെൻഡ് ചെയ്യടാ? റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യും. എന്നാൽ റെസിസ്റ്റിവിറ്റി ഓഫ് എ കണ്ടക്ടർ എന്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാറിയോ? റെസിസ്റ്റിവിറ്റി ഓഫ് എ കണ്ടക്ടർ ഡിപ്പെൻഡ്സ് ഓൺ, അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി ഓഫ് എ കണ്ടക്ടർ നേച്ചർ ഓഫ് ദ മെറ്റീരിയലിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. ലെങ്ത്തിനും ഏരിയനും ഒന്നും എന്താ ഡിപ്പെൻഡ് ചെയ്യില്ല. റെസിസ്റ്റിവിറ്റി ഓഫ് എ കണ്ടക്ടർ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ നേച്ചർ ഓഫ് മെറ്റീരിയൽ. അപ്പം റെസിസ്റ്റിവിറ്റിന്റെയും റെസിസ്റ്റൻസിന്റെയും ഒരു ഫുൾ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? റെസിസ്റ്റിവിറ്റി ആരൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ള ഐഡിയ നിങ്ങൾക്ക് കിട്ടി. ഓക്കെ, ഇനി ഇതാ. അപ്പൊ ഈ 2 പോയിന്റ് നല്ലോണം ഓർത്ത് വെച്ചോ. ഇനി നമ്മൾ കണ്ടക്ടൻസ് എന്താ, കണ്ടക്ടിവിറ്റി എന്താണെന്നാണ് പറയാൻ പോണത്. എടാ, കണ്ടക്ടൻസ് എന്ന് പറഞ്ഞിട്ട് റെസിസ്റ്റൻസിന്റെ എന്തോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കണ്ടക്ടൻസിന് നമ്മൾ ജി എന്നൊക്കെയാണ് ഡിനോട്ട് ചെയ്യുക. കണ്ടക്ടിവിറ്റി നമ്മൾ സിഗ്മ എന്നൊക്കെയാണ് ഡിനോട്ട് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ കണ്ടക്ടൻസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലടാ. കണ്ടക്ടൻസ് ജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് കണ്ടക്ടൻസ്. പ്രശ്നമില്ലല്ലോ, റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് കണ്ടക്ടൻസ്. അങ്ങനെയാണ് ഇതിന്റെ യൂണിറ്റ് എന്തായിരിക്കും? റെസിസ്റ്റൻസിന്റെ ഓം അല്ലേ, അങ്ങനെയാണ് ഇതിന്റെ യൂണിറ്റ് ഓം ഇൻവേഴ്സ് അല്ലേ. ഓം ഇൻവേഴ്സ്, താഴെ ഓം വരും, അപ്പൊ ഓം ഇൻവേഴ്സ് ആയില്ലേ. യൂണിറ്റ് ഓം ഇൻവേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ കണ്ടക്ടൻസ് കഴിഞ്ഞു. ഈ കണ്ടക്ടിവിറ്റി എന്തായിരിക്കും? കണ്ടക്ടിവിറ്റി സിഗ്മ അല്ലേ. ഓക്കെ, ഇത് അപ്പൊ എന്തിന്റെ റെസിപ്രോക്കൽ ആയിരിക്കും? റെസിസ്റ്റിവിറ്റിന്റെ റെസിപ്രോക്കൽ ആയിരിക്കും. കണ്ടക്ടിവിറ്റി ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി. ഇതിന്റെ യൂണിറ്റ് എന്തായിരിക്കടാ? റെസിസ്റ്റിവിറ്റിന്റെ ഓം മീറ്റർ ആയിരുന്നു അല്ലെ. അപ്പൊ 1 ഓം മീറ്റർ വരും, അല്ലെങ്കിൽ ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ്. ഇതായിരിക്കും എന്ത്? കണ്ടക്ടിവിറ്റിന്റെ യൂണിറ്റ്. അപ്പൊ റെസിസ്റ്റൻസ് എന്താണ്? കണ്ടക്ടിവിറ്റി അല്ല, റെസിസ്റ്റൻസ് അല്ല, കണ്ടക്ടൻസ് എന്താണ്? കണ്ടക്ടിവിറ്റി എന്ന ഐഡിയ കിട്ടിയോ? കണ്ടക്ടൻസ് ഇസ് ദ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ്, കണ്ടക്ടിവിറ്റി ഇസ് ദ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി. രണ്ടിന്റെ യൂണിറ്റും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു അത്യാവശ്യം നല്ലൊരു ഇമ്പോർട്ടന്റ് ആയുള്ള ഒരു ഭാഗം കഴിഞ്ഞിട്ടുണ്ട് അവിടെ. ഇനി നടന്നു നോക്കോ, കറണ്ട് ഡെൻസിറ്റി എന്താ നോക്കാം. കറണ്ട് ഡെൻസിറ്റി സിമ്പിൾ ആണ്. അതായത് കറണ്ടിന്റെ എമൗണ്ടിനെ ഏരിയ, അത് പാസ് ചെയ്തു പോയ ഏരിയനെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന സാധനമാണ് കറണ്ട് ഡെൻസിറ്റി. സിംപ്ലി എനിക്ക് അങ്ങനെ പറയാം. ഓക്കെ, വൃത്തിക്ക് നോക്കിക്കോ. കറണ്ട് ഫ്ലോയിങ് നോർമലി പെർ യൂണിറ്റ് ഏരിയനെ വിളിക്കുന്ന പേരാണ് കറണ്ട് ഡെൻസിറ്റി. ഓക്കെ, കറണ്ട് ഫ്ലോയിങ് നോർമലി ത്രൂ എ യൂണിറ്റ് ഏരിയ. ഇതൊരു യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഉള്ള സാധനമാണ്. ഇതിലൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോകണം, അല്ലെങ്കിൽ ഈ സർഫസിന് ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് പാസ് ചെയ്ത് പോകുന്ന കറണ്ടിന്റെ എമൗണ്ട് ഇല്ലേ. ഓക്കെ, ആ യൂണിറ്റ് ഏരിയയിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടിന്റെ എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് എന്താ? കറണ്ട് ഡെൻസിറ്റി. അപ്പം കറണ്ട് ഫ്ലോയിങ് നോർമലി പെർ യൂണിറ്റ് ഏരിയ, ഈ യൂണിറ്റ് ഏരിയയിലൂടെ പാസ് ചെയ്ത് പോകുന്ന കറണ്ടിന്റെ എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് കറണ്ട് ഡെൻസിറ്റി. അങ്ങനെയാണ് അതിന്റെ ഇക്വേഷൻ എഴുതിക്കോ. J = I/A. കറണ്ടിനെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ സംഭവം. സിമ്പിൾ ആയിട്ട് മനസ്സിലായിക്കോ. കറണ്ടിനെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കറണ്ട് ഡെൻസിറ്റി കിട്ടും. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇതൊരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, ഇനി ഓർത്ത് വെക്കണം കേട്ടോ. കറണ്ട് ഒരു സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്. ഇത് കറണ്ട് ഡെൻസിറ്റി എന്താണ്? ഒരു വെക്ടർ ക്വാണ്ടിറ്റി അല്ലേ. ഓക്കെ, അത് നോർമലി എന്നൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ. ഓക്കെ, വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഇതിന്റെ യൂണിറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. എങ്ങനെ പറയാം? കറണ്ടിന്റെ യൂണിറ്റ് ആംപിയർ ആണ് അല്ലെ, ഏരിയന്റെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ ആംപിയർ പെർ മീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ ആംപിയർ മീറ്റർ റേസ് ടു -2 ഇങ്ങനെയൊക്കെ പറയാം. ഓക്കെ, ഇതാണെന്ത്? കറണ്ട് ഡെൻസിറ്റിന്റെ യൂണിറ്റ്. കഴിഞ്ഞല്ലോ, ഇത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, ഇനി നമുക്ക് നോക്കിക്കോ. ഓംസ് ലോനെ വെക്ടർ ഫോമിലേക്ക് ആക്കി പഠിക്കാം. എന്താണ് വെക്ടർ ഫോം എന്ന് പറഞ്ഞാൽ? വെക്ടർ എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ ഉള്ള ആൾക്കാരാണ് വെക്ടർ എന്ന് പറയുക അല്ലെ. എന്നാൽ സ്കെയിലറിന് ഡയറക്ഷൻ ഉണ്ടാവും? ഇല്ല. നമ്മൾ പഠിച്ച ഓംസ് ലോ ഒന്ന് ഓർത്ത് നോക്കുക. നമ്മൾ പഠിച്ച ഓംസ് ലോ V = IR ആയിരുന്നു. ഇതിൽ ആർക്കെങ്കിലും ഡയറക്ഷൻ ഉള്ള, അല്ലെങ്കിൽ വെക്ടർ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത് ആർക്കെങ്കിലും? ഇല്ല, എല്ലാവരും സ്കെയിലർ ആയിരുന്നു അല്ലേ. മീൻസ് ആർക്കും ഡയറക്ഷൻ പറഞ്ഞു തരുന്ന ഒരു ടേമും ഇതിൻ്റെ അകത്തില്ല. ഓക്കെ, ഡയറക്ഷൻ പറഞ്ഞു തരുന്ന ടേംസിലേക്ക് ആക്കിയാൽ നമുക്ക് അതിന് ഓംസ് ലോയിന് എന്താക്കാം? വെക്ടർ ഫോം എന്ന് പറയാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണ് ഓംസ് ലോനെ നമ്മൾ വെക്ടർ ഫോമിലേക്ക് ആക്കാൻ പോകും. ഈ സാധനത്തിന് നോക്കിക്കോ, V = IR അല്ലേ. അങ്ങനെയാണ് R = എന്തായിരിക്കും? V/I ആയിരിക്കും. പ്രശ്നമല്ലോ. ഇല്ല, ആറിന് ഒരു ഇക്വേഷൻ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചിരുന്നു. ρL/A എന്ന് പഠിച്ച ഓർമ്മയുണ്ട്. R = ρL/A നമ്മൾ പഠിച്ചില്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ρL/A = V/I എന്ന് എനിക്ക് എഴുതിക്കൂടെ? പ്രശ്നമുണ്ടോ? യാതൊരു പ്രശ്നമില്ല അല്ലേ. അങ്ങനെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യാണ്. ഈ റോയലിനെ വീന്റെ അടിയിലേക്കും കൊണ്ടുപോയി ഐനെ ഇങ്ങോട്ടും കൊണ്ടുപോയി, അതായത് ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് ഇന്റർചേഞ്ച് ചെയ്ത്. പ്രശ്നമല്ലോ, ക്രോസ് മൾട്ടിപ്ലൈ ഒക്കെ നമ്മൾ ചെയ്യുന്നല്ലേ. അങ്ങനെയാണ് എനിക്ക് എഴുതിക്കൂടെ I/A = നോക്കിക്കോ, I/A = V/Royal. പ്രശ്നമുണ്ടോ? I/A = V/Royal. ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു അല്ലെ, ഇത്ര ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഇനി I/A നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടോ? ഇതാ, അത് J ആണ് അല്ലെ. J = എന്ത് കിട്ടി? V/Royal. ഓക്കെ, ഇത് ഒന്നും കൂടെ വൃത്തിക്ക് എഴുതുകയാണെങ്കിൽ 1/ρ × V/L എന്ന് എഴുതുന്നതിന് പ്രശ്നമുണ്ടോ?
ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി, പ്രശ്നമൊന്നുമില്ലല്ലോ. ഇല്ല, അതിൽ യാതൊരു പ്രശ്നം ഞാൻ കാണുന്നില്ല. ഓക്കെ, ഈ 1/ρ നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം, V/L നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം. ഇതിന് മുന്നേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഒക്കെ പഠിച്ചപ്പോൾ ഈ സാധനം കണ്ടിട്ടുണ്ട്. ഇത് ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒന്ന് വൃത്തിക്ക് എഴുതുമ്പോൾ നോക്കിയോ, J = എടാ 1/ρ എന്ന് പറഞ്ഞാൽ എന്താ സാധനം? എന്താ 1/ρ എന്ന് പറഞ്ഞാൽ എന്താ? സിഗ്മ, കണ്ടക്ടിവിറ്റി അല്ലേ. J = സിഗ്മ ഇൻറ്റു, എടാ ഈ V/L എന്താ? V/L നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇലക്ട്രിക് ഫീൽഡ് എവിടെ? നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, E = V/L എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യൽ ഡിഫറൻസും ലെങ്ത്തും ഒക്കെ വെച്ചിട്ട് പഠിച്ചിട്ടില്ലേ? E = V/L എന്ന് പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ V/L-നെ വേണമെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൽ നിന്ന് മാറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെയാണ് ഇപ്പോൾ നോക്കി, നമ്മൾ നേരത്തെ തുടങ്ങിയ ഓംസ് ലോ, നമ്മൾ നേരത്തെ തുടങ്ങിയ V = IR ഫോം എന്ന് ഇപ്പം എന്ത് കിട്ടി? J = സിഗ്മ എന്ന് കിട്ടി അല്ലേ. ഇവിടെ രണ്ടുപേർക്ക് ഡയറക്ഷൻ ഉള്ള രീതിക്ക് കിട്ടിയോ? കണ്ടോ? അതായത് ഡയറക്ഷൻ ഉള്ള ക്വാണ്ടിറ്റീസ് ആയി കിട്ടിയോ? അപ്പം ഇതിനാണ് വെക്ടർ ഫോം എന്ന് വിളിക്കുക. ഓക്കെ, ഡയറക്ഷൻ ഉള്ള ടേംസിലേക്ക് ആക്കിയപ്പോൾ ഇത് വെക്ടർ ഫോം ആയി. ഇതെന്താണ്? സ്കെയിലാർ അല്ലേ. ഇതിന് ഡയറക്ഷൻ ഒന്നും പറഞ്ഞു തരാൻ ആരില്ല. അപ്പൊ ഇതാണ് വെക്ടർ ഫോം ഓഫ് ഓംസ് ലോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ട സംഭവം. കഴിഞ്ഞല്ലോ, സിമ്പിൾ അല്ലേ. ഇനി അടുത്ത് നോക്കിക്കോ, നമുക്ക് ഈ ഓംസ് ലോനെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. ഓംസ് ലോ വാലിഡ് ആണ്, അല്ലെങ്കിൽ V = I ആണ്. എപ്പോഴാടാ? എറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആയിരിക്കണം. അതേപോലെ തന്നെ നോ മെക്കാനിക്കൽ സ്ട്രെയിൻ ആയിരിക്കണം. മെക്കാനിക്കൽ സ്ട്രെയിൻ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ അപ്പോൾ ഇതിങ്ങനെ പ്രൊപ്പോർഷണൽ ആവുമോ? ഇല്ല അല്ലെ. കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ V = I ആവില്ല. അതേപോലെ തന്നെ മെക്കാനിക്കൽ സ്ട്രെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ V = I ആവുമോ? ഉണ്ടാവില്ല അല്ലെ. അപ്പൊ എപ്പോഴും ഈ ഓംസ് ലോ വാലിഡ് അല്ല. ഓംസ് ലോയ്ക്കും എന്തുണ്ട്? ലിമിറ്റേഷനുകൾ ഉണ്ട് അല്ലെ. ഓക്കെ, അപ്പം ഓംസ് ലോ ഒബേ ചെയ്യുന്ന വസ്തുക്കളുണ്ട്, ഒബേ ചെയ്യാത്ത വസ്തുക്കളുണ്ട്. ഓംസ് ലോ ഒബേ ചെയ്യുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ V = I ആവുന്ന മെറ്റീരിയലുകളുണ്ട്, V = I ആവാത്ത മെറ്റീരിയലുകളുണ്ട്. ഇനി നമ്മൾ ഓംസ് ലോ ഒബേ ചെയ്യുന്ന ആ വസ്തുക്കളും ഒബേ ചെയ്യാത്ത വസ്തുക്കളെയും പറ്റി ജസ്റ്റ് ഒന്ന് പറയാൻ പോവാണ്. ഓക്കെ, ഓംസ് ലോ ഒബേ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഓംസ് ലോ ഒബേ ചെയ്യാത്ത ആൾക്കാരുണ്ട്. അവരെ പറ്റിയാണ് നമ്മൾ ഇനി പറയാൻ പോണത്. ഓംസ് ലോ ഒബേ ചെയ്യുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് എന്ത്? ഓംസ് ലോ ഒബേ ചെയ്യുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് ഓമിക് കണ്ടക്ടേഴ്സ്. എന്നാൽ ഓംസ് ലോ ഒബേ ചെയ്യാത്ത ആൾക്കാരുണ്ട്, അവരെ വിളിക്കുന്ന പേര് എന്തായിരിക്കും? അപ്പം നോൺ ഓമിക് കണ്ടക്ടേഴ്സ്. സിമ്പിൾ അല്ലേ? ആ പേര് തന്നെ ഇല്ലേ, ഓമിക് ഓംസ് ലോ ഒബേ ചെയ്യുന്നു, നോൺ ഓമിക് ഓംസ് ലോ ഒബേ ചെയ്യുന്നില്ല. ഓക്കെ, നമ്മൾ ഓംസ് ലോ ഒബേ ചെയ്യാത്ത ആൾക്കാരെ പറ്റി ജസ്റ്റ് ഒന്ന് പറയാൻ പോവാണ്. നോക്കിക്കോ, ഓമിക് കണ്ടക്ടേഴ്സ് എന്താണ്? ഓംസ് ലോ ഒബേ ചെയ്യുന്ന ആൾക്കാരാണ്. നോക്കിക്കോ, കണ്ടക്ടേഴ്സ് വിച്ച് ഒബേ ഓംസ് ലോ ഇസ് കോൾഡ് ഓമിക് കണ്ടക്ടേഴ്സ് അല്ലെ. അവരുടെ ഗ്രാഫ് എങ്ങനെയായിരിക്കും വരിക? ഓംസ് ലോന്റെ ഗ്രാഫ് V = I, സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ഇങ്ങനെയായിരിക്കും ഗ്രാഫ് വരിക. ഓക്കെ, ഇതാണ് ഓമിക് കണ്ടക്ടേഴ്സിന്റെ ഗ്രാഫ്. നോക്കിക്കോ, കണ്ടക്ടേഴ്സ് വിച്ച് ഒബേ ഓംസ് ലോ ഇസ് കോൾഡ് ഓമിക് കണ്ടക്ടേഴ്സ്. ദ വോൾട്ടേജ് കറന്റ് ഗ്രാഫ് ഓഫ് സച്ച് കണ്ടക്ടേഴ്സ് വിൽ ബി എങ്ങനെയായിരിക്കും? ലീനിയർ ആയിരിക്കും. ലീനിയർ ഓർ സ്ട്രെയിറ്റ് ലൈൻ ഇൻക്ലൈൻ ടു എക്സ് ആക്സിസ് എന്നൊക്കെ നമുക്ക് പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സാധനം തന്നെ. ഓക്കെ, ലീനിയർ ഓർ സ്ട്രെയിറ്റ് ലൈൻ ഇൻക്ലൈൻ ടു എക്സ് ആക്സിസ് എന്ന് എഴുതിക്കോ. സ്ട്രെയിറ്റ് ലൈൻ ഇൻക്ലൈൻ ടു എക്സ് ആക്സിസ്, ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ എഴുതാം. ഓക്കെ, അപ്പോൾ ഇതിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? മെറ്റൽ അലോയ്കൾ, ഇതൊക്കെയാണ് ഓംസ് ലോ ഒബേ ചെയ്യുന്ന ആൾക്കാരുടെ എക്സാമ്പിൾ ആയിട്ട് വരിക. ഓക്കെ, ഓംസ് ലോ ഒബേ ചെയ്യുന്ന ആൾക്കാരുടെ എക്സാമ്പിൾ ആയിട്ട് വരിക. ഓക്കെ, കഴിഞ്ഞല്ലോ. ഇനി ഓംസ് ലോ ഒബേ ചെയ്യാത്ത ആൾക്കാരുണ്ട്, അവരുടെ ഗ്രാഫ് ഇതാ ഇങ്ങനെയൊക്കെയാണ് വരിക. ഇത് നിങ്ങൾ സെമി കണ്ടക്ടേഴ്സ് ചാപ്റ്ററിലൊക്കെ നിങ്ങൾ പഠിക്കും. ഓക്കെ, ഡയോഡ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അവിടെ പഠിക്കും. ഓക്കെ, അപ്പോൾ കണ്ടക്ടേഴ്സ് വിച്ച് ഡു നോട്ട് ഒബേ ഓംസ് ലോ ഇസ് കോൾഡ് നോൺ ഓമിക് കണ്ടക്ടേഴ്സ്. ഓംസ് ലോ ഒബേ ചെയ്യാത്ത ആൾക്കാരെ വിളിക്കുന്ന പേരാണ് നോൺ ഓമിക് കണ്ടക്ടേഴ്സ്. നോക്കൂ, V = I ആണോ ഇവിടെ? അല്ല. നോക്കിയ ഗ്രാഫ് ലീനിയർ ആയിട്ടാണോ വരുന്നത്? അല്ല, ഇങ്ങനെയൊക്കെയാ പോകണം അല്ലേ. ഓംസ് ലോ ഒബേ ചെയ്യാത്ത ആൾക്കാരും ഉണ്ട്, അവരെ വിളിക്കുന്ന പേരാണ് നോൺ ഓമിക് കണ്ടക്ടേഴ്സ്. ഓക്കെ, ദ വോൾട്ടേജ് കറന്റ് ഗ്രാഫ് ഓഫ് സച്ച് കണ്ടക്ടേഴ്സ് will be not a straight line ആയിരിക്കില്ല. സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ ലീനിയർ ആയിരിക്കില്ല. ഓക്കെ, ഒരു ലീനിയർ ഗ്രാഫ് ആയിരിക്കില്ല. ഓക്കെ, എക്സാമ്പിൾ നോക്കിക്കോ, ഡയോഡ്, സെമി കണ്ടക്ടേഴ്സ്, ആ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കുള്ളൂ കേട്ടോ. സെമി കണ്ടക്ടർ, ഇലക്ട്രോലൈറ്റ്, ട്രാൻസിസ്റ്റേഴ്സ് എക്സെട്ര, ഇതൊക്കെ നിങ്ങൾ അവിടെ പഠിക്കും കേട്ടോ. സിമ്പിൾ ആണ്. ഓംസ് ലോ ഒബേ ചെയ്യുന്ന ആൾക്കാരുടെ, ഒബേ ചെയ്യാത്ത ആൾക്കാരുടെ, ഒബേ ചെയ്യുന്ന ഓമിക്, ഒബേ ചെയ്യാത്ത നോൺ ഓമിക്. കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോണോ? ഓംസ് ലോ ഇൻ വെക്ടർ ഫോം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, J = സിഗ്മ I. ഇത് ഇപ്പോൾ കയറി വന്നതാ കേട്ടോ. നേരത്തെ നമ്മൾ പഠിച്ചതാണ്, ഇത് നമ്മൾ നേരത്തെ പഠിച്ചതാണ് അല്ലേ. J = സിഗ്മ I, അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഓക്കെ, ഓംസ് ലോ ഇൻ വെക്ടർ ഫോം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു കഥ പോലെ കേട്ടിരുന്നോ, പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. ഡ്രിഫ്റ്റ് വെലോസിറ്റിനെ പറ്റിയൊക്കെയാണ് പറയാൻ പോകുന്നത്. ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്താണ്, റിലാക്സേഷൻ ടൈം എന്താണ്, വേഗം നോക്കിക്കോ. അപ്പം സാധാരണഗതിയിൽ ഒരു കണ്ടക്ടർ ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ, എനിക്കിതാ ഇതൊരു കണ്ടക്ടറാണ്. ഇതിപ്പം എനിക്ക് ഷോക്ക് അടിക്കുമോ? ഷോക്ക് അടിക്കില്ല.
കാരണം എന്തായിരിക്കും? കറണ്ട് ഉണ്ടാവണമെങ്കിൽ എന്താണ്, ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേണമെന്ന് പറഞ്ഞാൽ അല്ലേ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേണമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യണം. ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് കറണ്ട് മൂവ് ചെയ്യുക അല്ലെങ്കിൽ കറണ്ട് വരിക അല്ലേ, നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പം സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു കണ്ടക്ടർ എടുത്ത് അതിനകത്ത് ഇലക്ട്രോൺസ് ഉണ്ടോ? ഇലക്ട്രോൺസ് ഉണ്ട്. ആ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നുണ്ടോ? ഇലക്ട്രോൺസ് മൂവും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇലക്ട്രോൺസിന് ഒരു നെറ്റ് ഫ്ലോ ഉണ്ടാവുന്നില്ല. നമുക്ക് അതിനെക്കുറിച്ച് കാര്യമായിട്ട് നോക്കാം. നോക്കിക്കോ, സാധാരണഗതിയിൽ ഞാനൊരു കണ്ടക്ടർ എടുത്തു. ഓക്കെ, ഒരു റൂം ടെമ്പറേച്ചർ ഒരു കണ്ടക്ടർ എടുത്തു. ഈ കണ്ടക്ടറിലെ ഇലക്ട്രോൺസ് എന്താണ്? റാൻഡം മോഷനില്ല. ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നുണ്ടോ വെച്ചാൽ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രോൺസ് 10⁵ to 10⁶ മീറ്റർ/സെക്കൻഡിലൊക്കെ മൂവ് ചെയ്യുന്നുണ്ട് ഇലക്ട്രോൺസ്. പക്ഷേ ആ മോഷൻ റാൻഡം മോഷൻ. അതായത് അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ ഒരു ഇലക്ട്രോൺ അങ്ങോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് മൂവ് ചെയ്യാം, ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് മൂവ് ചെയ്യാം, ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാം, ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു, ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ ഒരു ഇലക്ട്രോൺ അങ്ങോട്ട് മൂവ് ചെയ്യുന്നു. അപ്പോൾ നോക്കിക്കോ, റാൻഡം മോഷനാണ്. അതായത് ഒരാളുടെ വെലോസിറ്റി അങ്ങോട്ടുണ്ടെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു വെലോസിറ്റി ഇങ്ങോട്ടുണ്ട്. അപ്പൊ നെറ്റ് വെലോസിറ്റി അല്ലെങ്കിൽ ആവറേജ് വെലോസിറ്റി എന്താവുകയാണ്? ആവറേജ് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺസ് എന്താവുകയാണ്? 0 ആവുകയാണ്. അങ്ങനെ ആവറേജ് വെലോസിറ്റി 0 പറഞ്ഞാൽ നെറ്റ് ഡയറക്ഷൻ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് ഒരു നെറ്റ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. ഇലക്ട്രോൺസ് ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ ഇങ്ങനെ നെറ്റ് ഫ്ലോ നടത്തിയാലേ കറണ്ട് ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നെറ്റ് ഫ്ലോ ഒന്നും ഉണ്ടാവുന്നില്ല. ആവറേജ് വെലോസിറ്റി എന്താണ്? 0 ആണ്. അതുകൊണ്ടാണ് എനിക്കിത് തൊടുമ്പോൾ ഷോക്ക് അടിക്കാത്തത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്ക്. ഇലക്ട്രിക് കറണ്ട് ഇൻ എ കണ്ടക്ടർ ഇസ് ഡ്യൂ ടു ദ ഫ്ലോ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഇൻ ഇറ്റ്. ഓക്കെ, എന്നാൽ സാധാരണഗതിയിൽ ഒരു കണ്ടക്ടർ എടുക്കുമ്പോൾ ദർ ഇസ് നോ നെറ്റ് ഫ്ലോ അല്ലെങ്കിൽ ആവറേജ് വെലോസിറ്റി എന്താണ്? 0 ആണ്. കാരണം എന്താണ്? ഡ്യൂ ടു ദ റാൻഡം മോഷൻ ഓഫ് ഇലക്ട്രോൺസ് അല്ലേ. എന്നാൽ ഇതിനെ ഞാനൊരു ബാറ്ററി ആയിട്ട് ഘടിപ്പിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഷോക്ക് അടിക്കും. അതിന്റെ റീസൺ നമുക്കിത് പറയാം. നോക്കിക്കോ, at room temperature, just ആ ഒരു നേരത്തെ പറഞ്ഞ കാര്യം ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറയാണ്. At room temperature, free electrons in a metallic conductor move randomly with a speed in the order of 10⁵ to 10⁶ meter/second. ഞാൻ പറഞ്ഞില്ലേ, അത്രയും വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നുണ്ട്. പക്ഷേ as the motion is so randomly distributed as the average velocity of free electrons is 0 അല്ലേ. The motion is so randomly distributed, അതായത് മോഷൻ എന്താ? റാൻഡം മോഷൻ ആണ്. സോ ആവറേജ് വെലോസിറ്റി ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് എത്രയായിരിക്കും? 0 ആയിരിക്കും. അതുകൊണ്ട് നെറ്റ് ഫ്ലോ ഓഫ് അല്ലെങ്കിൽ നെറ്റ് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺസ് ഇല്ല. അതുകൊണ്ട് കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല. ഓക്കെ, ഇനി ബാറ്ററി ആയിട്ട് ഘടിപ്പിക്കാൻ പോകും. ബാറ്ററി ആയിട്ട് ഘടിപ്പിച്ചാൽ ഷോക്ക് അടിക്കും. നോക്കാം. വെൻ എൻഡ്സ് ഓഫ് കണ്ടക്ടർ ആർ കണക്റ്റഡ് ടു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടെർമിനൽസ്. നോക്കിയാൽ ഒരു പോസിറ്റീവ് ടെർമിനൽ ഒരു നെഗറ്റീവ് ടെർമിനൽ, ഇതിനൊരു സെല്ല് എന്നൊക്കെ വിളിക്കൂലേ. ഒരു സെല്ലായിട്ട് ഘടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ എന്താ ശരിക്കും സംഭവിക്കുന്നത്? ഒരു EMF അല്ലെങ്കിൽ എന്താണ്, ഒരു ഇലക്ട്രിക് ഫീൽഡൊക്കെ ക്രിയേറ്റ് ആവുക അല്ലെ. ഒരു ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ആവുകയാണ്. ഇലക്ട്രിക് ഫീൽഡ് നോക്കിക്കോ, ഇവിടെ പോസിറ്റീവ് ഉണ്ടാവുകയാണ്. അപ്പോൾ ഈ സൈഡ് കണ്ടക്ടറിന്റെ ഈ സൈഡ് ഫുൾ എന്താവുകയാണ്? പോസിറ്റീവ് ആവുകയാണ്. ഇവിടെ നെഗറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ കണ്ടക്ടറിന്റെ ഈ സൈഡ് ഫുള്ള് നെഗറ്റീവ് ആവുകയാണ്. അതായത് അതിന്റെ അർത്ഥം എന്താ? ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുകയാണ് അല്ലെ. ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുകയാണ്. ഇലക്ട്രിക് ഫീൽഡ് എന്താ? ഒരു ചാർജിന്റെ ചുറ്റും എന്താണ്, അത് കാരണം വേറൊരു ചാർജിന് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു റീജിയൻ അല്ലെ. അതിനാണ് ഇലക്ട്രിക് ഫീൽഡ് എന്നൊക്കെ വിളിക്കുക. നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുകയാണ്. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എവിടെ നിന്ന് അങ്ങോട്ടേക്കാണ്? പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്കാണ് നിങ്ങൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഡയറക്ഷനിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുകയാണ്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ചാർജ് കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ, ഒരു ചാർജിനെ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ അതിനെന്തുണ്ടാവും? ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും അല്ലേ. അപ്പം ഇലക്ട്രോണിന് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഏത് ഡയറക്ഷനിലായിരിക്കും? ആലോചിച്ച് നോക്ക്. ഇലക്ട്രോണിന് എങ്ങോട്ടായിരിക്കും ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുക? ആലോചിച്ച് നോക്കട്ടെ. ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്. ഇലക്ട്രോൺസിന് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ഇഷ്ടം? ഈ ഡയറക്ഷനിലേക്കല്ലേ വരിക. അപ്പോൾ ഇലക്ട്രോൺസിന് ഇങ്ങോട്ടേക്ക് എന്ത് എക്സ്പീരിയൻസ് ചെയ്യും? ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോൾ എല്ലാ ഇലക്ട്രോൺസ് എന്ത് ചെയ്യടാ? ഇങ്ങോട്ടേക്ക്. ഈ പോസിറ്റീവിനെ കാണുമ്പോൾ പോസിറ്റീവിനോടുള്ള ഇഷ്ടം കൊണ്ട് എല്ലാ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഇങ്ങോട്ട് വരും. ഒരു ഡയറക്ഷനിലേക്ക് വരാൻ തുടങ്ങുക അല്ലേ. ഒരു ഡയറക്ഷനിലേക്ക് വരാൻ തുടങ്ങുക. അപ്പം ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ടാകുന്നുണ്ട്. ആ ഫോഴ്സ് കാരണം അവിടെ ഒരു ആക്സിലറേഷൻ ഉണ്ടാകുന്നുണ്ട്. ആ ആക്സിലറേഷൻ കാരണം ഇതിന് അല്ലെങ്കിൽ ആ ആക്സിലറേഷൻ ഉള്ളതുകൊണ്ട് അവിടെ എന്തുണ്ട്? ഒരു നെറ്റ് വെലോസിറ്റി ഉണ്ട്. എല്ലാ ഇലക്ട്രോൺസ് ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുക. അപ്പോൾ അവിടെ ഒരു ആവറേജ് വെലോസിറ്റി ഉണ്ടാകുന്നുണ്ട്. ആ വെലോസിറ്റിനെ വിളിക്കാൻ പോണ പേരാണ് എന്താ? ഡ്രിഫ്റ്റ് വെലോസിറ്റി. നമുക്ക് കഥയായിട്ട് പറഞ്ഞു പോകാം. നോക്കിക്കോ, വെൻ എൻഡ്സ് ഓഫ് കണ്ടക്ടർ ആർ കണക്റ്റഡ് ടു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടെർമിനൽസ് ഓഫ് ബാറ്ററി ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് സെറ്റപ്പ് ഫ്രം. ഇലക്ട്രിക് ഫീൽഡ് എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ്? പോസിറ്റീവ് ടു നെഗറ്റീവ്. ഈ ഇലക്ട്രിക് ഫീൽഡ് കാരണം ഇലക്ട്രോൺസിന് ഒരു ആവറേജ് വെലോസിറ്റി ഉണ്ടാകുന്നുണ്ട്. ആ വെലോസിറ്റിനെ വിളിക്കുന്ന പേരാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഇത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ്, ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസിൽ ഈ ഇലക്ട്രോൺസിന് ഒരു ആവറേജ് വെലോസിറ്റി കിട്ടുന്നുണ്ട്. ആ വെലോസിറ്റിന്റെ പേരാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. കഴിഞ്ഞു. നോക്കിക്കോ, ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഡ്യൂ ടു ദിസ് അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ് ഇലക്ട്രോൺസ് ആർ ഡ്രിഫ്റ്റഡ് ടുവേർഡ്സ് ദ പോസിറ്റീവ് എൻഡ് ഓഫ് ദ കണ്ടക്ടർ അല്ലെ. എല്ലാവരും പോസിറ്റീവ് എൻഡ് ഓഫ് ദ കണ്ടക്ടറിലേക്ക് ഇങ്ങനെ വരികയാണ് അല്ലെ, ഈ ഇലക്ട്രിക് ഫീൽഡ് കാരണം. അങ്ങനെയാണെങ്കിൽ ദ ആവറേജ് വെലോസിറ്റി അറ്റൈൻഡ് ബൈ ദ ഫ്രീ ഇലക്ട്രോൺസ് ഇൻ ദ കണ്ടക്ടർ വെൻ ഇലക്ട്രിക് ഫീൽഡ് ഇസ് അപ്ലൈഡ് ടു ഇറ്റ് ഇസ് കോൾഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസിൽ ഈ ഇലക്ട്രോൺസിനെ അക്വയർ ചെയ്യുന്ന ആവറേജ് വെലോസിറ്റി, ബി ആവറേജിനെ വിളിക്കുന്ന പേരാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. കഴിഞ്ഞു.
ഇത്രയേ ഉള്ളൂ ഡ്രിഫ്റ്റ് വെലോസിറ്റി. സംഭവം മനസ്സിലായില്ലേ? സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. ഓക്കെ അല്ലേ? ഇതാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. നോക്കിക്കോ, ഇനി നമുക്ക് റിലാക്സേഷൻ ടൈം എന്താന്ന് പറയാം. ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്താ മനസ്സിലായല്ലോ? ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസിൽ ഇലക്ട്രോൺസ് ഉണ്ടാകുന്ന ആവറേജ് വെലോസിറ്റിയാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. റിലാക്സേഷൻ ടൈം എന്താന്ന് പറയാം. അതായത് ഇലക്ട്രോൺസ് ഉണ്ടല്ലോ, ഇലക്ട്രോൺസ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഇങ്ങനെ ആരെയും ടച്ച് ചെയ്യാണ്ട് ഇങ്ങനെ വരില്ല ചെയ്യുക. ഇലക്ട്രോൺസ് ഇങ്ങനെ വരുമ്പോൾ അയോണിനെ കാണും, അയോണിനെ പോയി തട്ടും, അടുത്ത അയോണിനെ കാണും, അടുത്ത ആളെ തട്ടും, വീണ്ടും ഒരു ഇലക്ട്രോണിനെ വന്ന് കൊളൈഡ് ചെയ്യും. അങ്ങനെ പലരെയും തട്ടി 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 വേണം ഇങ്ങനെ എത്താൻ. നേരെ ഇങ്ങനെ പോകാനൊന്നും പറ്റൂല. അപ്പൊ അങ്ങനെ രണ്ട് തട്ടലുകളുടെ ഇടയിൽ എടുക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്തിന് വിളിക്കുന്ന പേരാണ് റിലാക്സേഷൻ ടൈം. നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാണ്, ഇലക്ട്രോൺ പോയിട്ട് ഒരു അയോണിനെ പോയി തട്ടി, ഇനി രണ്ടാമത് വേറൊരു അയോണിനെ പോയി തട്ടുമ്പോൾ ഇതിനിടയ്ക്ക് ഒരു ടൈം എടുക്കുന്നില്ലടാ, ആ ടൈമിനെ വിളിക്കുന്ന പേരാണ് റിലാക്സേഷൻ ടൈം. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. നോക്കിക്കോ, റിലാക്സേഷൻ ടൈം ദ ആവറേജ് ടൈം ബിറ്റ്വീൻ ടു സക്സസീവ് കൊളീഷൻസ്, അതായത് ടു സക്സസീവ് തട്ടലുകൾ അല്ലേ, രണ്ട് തട്ടലുകളുടെ ഇടയിൽ എടുക്കുന്ന സമയമാണ് റിലാക്സേഷൻ ടൈം. നോക്കിക്കോ, ദ ആവറേജ് ടൈം ബിറ്റ്വീൻ ടു സക്സസീവ് കൊളീഷൻസ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ കണ്ടക്ടർ ഇസ് നോൺ ആസ് റിലാക്സേഷൻ ടൈം. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. ഇത് നമ്മൾ ടോ എന്നൊക്കെയാണ് സൂചിപ്പിക്കുക. ടോ. ഇനി അതേപോലെ തന്നെ നമ്മുടെ ഡ്രിഫ്റ്റ് വെലോസിറ്റി വി ഡി എന്ന് പറഞ്ഞൊരു എന്താണ് ലെറ്റർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. വി സബ്സ്ക്രിപ്റ്റ് ഡി എന്നൊക്കെ പറയും അല്ലേ, അങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഡ്രിഫ്റ്റ് വെലോസിറ്റിക്ക് ഒരു ഇക്വേഷൻ എഴുതാം, സിമ്പിൾ ആയിട്ട് എഴുതാം. നോക്കിക്കോ, ഡ്രിഫ്റ്റ് വെലോസിറ്റി പറഞ്ഞാൽ നമുക്ക് അറിയാം ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിലാണ് ഉണ്ടാവുന്നത്. ഇവിടെ പോസിറ്റീവ് ആണ്, ഇവിടെ നെഗറ്റീവ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷൻ ഉണ്ടാവുന്നു, ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ടാവുന്നു. ഏത് ഡയറക്ഷനിലായിരിക്കും? ഇലക്ട്രോൺസ് ഇങ്ങോട്ടാ വരിക, അപ്പൊ ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് ഉണ്ടാവുന്നുണ്ട് അല്ലേ. ആ ഫോഴ്സിന് ഇക്വേഷൻ എഴുതിക്കൂടെ? നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസിൽ ചാർജിന് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. എഫ് ഇസ് ഈക്വൽ ടു ക്യൂ ഇ എന്ന് പഠിച്ചത് ഓർമ്മയുണ്ട് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ അല്ലേ. ഫിസിക്കൽ ക്യൂ ഇ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസിൽ ഒരു ചാർജിന് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ആ ഫോഴ്സ് ആണ് ഫിസിക്കൽ ക്യൂ ഇ. ഇവിടെ ആർക്കാ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്? ഇലക്ട്രോണിനാണ് അല്ലേ. ഇലക്ട്രോണിനാണ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് അല്ലേ. മൈനസ് ഇ എന്ന് കൊടുക്കാം അല്ലേ. ഇലക്ട്രിക് ഫീൽഡും ഉണ്ട് ഇതാ. അപ്പൊ എഫ് ഇസിക്വൽ ടു ക്യൂ ഇ നമുക്ക് മാറ്റി എഴുതാം. എഫ് ഇസിക്വൽ ടു മൈനസ് ഇ ഇൻറ്റു ഇ എന്ന് എഴുതാം അല്ലേ. മൈനസ് കാരണം എന്താ? ഇലക്ട്രിക് ഫീൽഡും ഫോഴ്സും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, അപ്പോൾ ഒരു മൈനസ് വന്നു അല്ലേ. ഇലക്ട്രോൺസിന് അവിടെ നെഗറ്റീവ് ചാർജ് അങ്ങനെയൊക്കെ പറയാം. മീൻസ് നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് അതിനൊരു ഡെഫിനിഷൻ നമുക്ക് കൊടുക്കാം. ഓക്കെ, എഫ് ഇസിക്വൽ ടു മൈനസ് ഇ ഇ എന്ന് കിട്ടി. ഓക്കെ, എന്താണ് റീസൺ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഇലക്ട്രിക് ഫീൽഡും ഫോഴ്സും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ടാണ്. ഓക്കെ, ഇതാ നോക്കിക്കോ. അപ്പോൾ എഫ് ഇസിക്വൽ മൈനസ് ഇ ഇ ആയി. അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ കണ്ടുപിടിക്കാം. എ ഇസിക്വൽ ടു എഫ് ബൈ എം എൽ എടാ, പ്രശ്നമില്ലല്ലോ. അങ്ങനെയാണ് ആക്സിലറേഷൻ കിട്ടി. നോക്കിക്കോ, എഫിന് പകരം എന്താ മൈനസ് ഇ ഇ ബൈ ഒരു എം ഇട്ട് കൊടുത്ത്. അപ്പോൾ ആക്സിലറേഷൻ കിട്ടിയോ? ആക്സിലറേഷൻ കിട്ടി. എ ഇസിക്വൽ ടു മൈനസ് ഇ ഇ ബൈ എം എന്ന് കിട്ടി. ഓക്കെ, ഞാൻ എനിക്ക് കാണേണ്ടത് ഈ വെലോസിറ്റി അല്ലേ, ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഇവർക്ക് ഉണ്ടാവുന്ന ഒരു ആവറേജ് വെലോസിറ്റി ഉണ്ട്, ആ വെലോസിറ്റിയാണ് എനിക്ക് കാണേണ്ടത്. ആ വെലോസിറ്റിയാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്നൊക്കെ വിളിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ, വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി നിങ്ങൾ ഇക്വേഷൻസ് ഓഫ് മോഷനിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ, വി ഡി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന ഡ്രിഫ്റ്റ് വെലോസിറ്റി അല്ലേ. ഇനീഷ്യൽ വെലോസിറ്റി എത്രയായിരിക്കും? ഇലക്ട്രിക് ഫീൽഡ് ഒന്നും ഇല്ലെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി 0 ആയിരിക്കും. പ്ലസ് എ ഇൻറ്റു ടി. എക്ക് പകരം ഞാൻ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്? മൈനസ് ഇ ഇ ബൈ എം. ഈ ടൈമിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? ടൈം എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാം ഇങ്ങനെ ഇലക്ട്രോൺസ് ഇങ്ങനെ വരുമ്പോൾ അവിടെ സക്സസീവ് കൊളീഷൻസ് നടക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു സമയമുണ്ട്, ആ സമയത്തിന് വിളിക്കുന്ന പേര് റിലാക്സേഷൻ ടൈം ടോ എന്നൊക്കെയായിരുന്നു അല്ലെ. അങ്ങനെയാണെങ്കിൽ വി ഡി ഇസ് ഈക്വൽ എന്ത് കിട്ടിയടാ? വി ഡി ഇസ് ഈക്വൽ ടു മൈനസ് ഇ ഇ ടോ ബൈ എം. ഇതാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റിന് എന്നടാ ഇക്വേഷൻ. കഴിഞ്ഞു, ഡ്രിഫ്റ്റ് വെലോസിറ്റിന്റെ ഇക്വേഷൻ കഴിഞ്ഞു. വി ഡി ഇസ് ഈക്വൽ ടു മൈനസ് ഇ ഇ ടോ ബൈ എം. ആരെയും ചോദിച്ചാൽ ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക. കഴിഞ്ഞു. അപ്പോൾ എന്താണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി, എന്താണ് റിലാക്സേഷൻ ടൈം എന്നുള്ള കാര്യം ക്ലിയർ ആയി. ഇനി നമുക്ക് അടുത്തേക്ക് കിടക്കാം. നോക്കിക്കോ, റിലേഷൻ ബിറ്റ്വീൻ കറണ്ട് ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. കറണ്ടും ഡ്രിഫ്റ്റ് വെലോസിറ്റി എങ്ങനെയാണ് റിലേറ്റ് ആവുന്നത്? നോക്കിക്കോ, ഐ ഇസ് ഈക്വൽ ടു എൻ ഇ എ വി ഡി. ഐ ഇസ് ഈക്വൽ ടു എന്താണ്? എൻ ഇ എ വി ഡി. ഓക്കെ, എൻ എന്താണ്? എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഡെൻസിറ്റി ഓഫ് ഫ്രീ ഇലക്ട്രോൺ ആണ്. ഇ എന്താണ്? ചാർജ് ഓഫ് ഇലക്ട്രോൺ ആണ്. എ എന്താണ്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് കണ്ടക്ടർ. ഒരു കണ്ടക്ടർ എടുക്കുകയാണ്, ഒരു കണ്ടക്ടറാണ് എടുക്കുന്നത്. ഓക്കെ, കണ്ടക്ടർ എടുക്കുമ്പോൾ അതിനൊരു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഉണ്ട് അല്ലേ. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ആ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ് എ. ഓക്കെ, ഡ്രിഫ്റ്റ് വെലോസിറ്റി വി ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്രിഫ്റ്റ് വെലോസിറ്റി. അപ്പോൾ കറണ്ടും ഡ്രിഫ്റ്റ് വെലോസിറ്റിയും ഇങ്ങനെയാണ് റിലേറ്റ് ആയി കിടക്കുന്നത്. ഐ ഇസ് ഈക്വൽ ടു എൻ ഇ എ വി ഡി. ഇത് വെച്ചിട്ട് വേണമെങ്കിൽ എന്താണ് പ്രോബ്ലംസ് വരാം. പ്രശ്നമല്ലല്ലോ, സിമ്പിൾ അല്ലേ. ഓക്കെ, ജസ്റ്റ് ഓർത്ത് വെക്കുക, എന്ന് പറഞ്ഞാൽ നമ്പർ ഡെൻസിറ്റി ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്. അതായത് ഇലക്ട്രോൺസിന്റെ ഒരു നമ്പർ തരും ഒരു യൂണിറ്റ് വോളിയത്തിലുള്ള. ഓക്കെ, ആ സാധനമാണ് നമ്പർ ഡെൻസിറ്റി എന്നൊക്കെ പറയുന്ന സാധനം. പിന്നെ ഇ എന്ന് പറഞ്ഞാൽ ചാർജ്, എ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, വി ഡി എന്ന് പറഞ്ഞാൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഓക്കെ, അപ്പോൾ ഇത് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി അതേപോലെ തന്നെ റിലേഷൻ ബിറ്റ്വീൻ കറണ്ട് ഡെൻസിറ്റി ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. അതായത് ജെയും വി ഡിയും തമ്മിലുള്ള റിലേഷൻ അതെങ്ങനെയാണ്? പ്രശ്നമൊന്നുമില്ല. ജെ എന്ന് പറഞ്ഞാൽ എന്താ? ഐ ബൈ എ ആണ്. ഐ നമ്മളിപ്പോൾ പഠിച്ച എൻ ഇ എ വി ഡി ആണ്. ആ എൻ ഇ എ വി ഡിൻ്റെ അടുത്ത് ഒരു എ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എയും എയും അങ്ങനെ കട്ടായി പോയ എൻ ഇ വി ഡി വന്ന്, അങ്ങനെയാണ് ജെ ഇസ് ഈക്വൽ ടു എൻ ഇ വി ഡി. അതും കിട്ടി. അതിപ്പോൾ കറണ്ട് ഡെൻസിറ്റിയും ഡ്രിഫ്റ്റ് വെലോസിറ്റിയും നമ്മളെ ഇക്വേഷൻ കിട്ടി. ഇനി അടുത്ത് പോയിക്കോ, റിലേഷൻ ബിറ്റ്വീൻ റെസിസ്റ്റിവിറ്റി ആൻഡ് റിലാക്സേഷൻ ടൈം. ഡെറിവേഷൻ ഒക്കെ ഞാൻ അവിടെ തന്നിട്ടുണ്ട്, എന്നാണ് വേഗം അങ്ങോട്ട് നോക്കി പോയാൽ മതി കേട്ടോ. അപ്പോൾ റെസിസ്റ്റിവിറ്റി റിലാക്സേഷൻ ടൈമും, അതായത് റോയും അതേപോലെ തന്നെ ടോയും തമ്മിലുള്ള റിലേഷൻ ആണ് കാണാൻ പോകുന്നത്. നോക്കിക്കോ, അപ്പോൾ നോക്കിക്കോ, നമുക്ക് അറിയുന്ന ഒരു കാര്യത്തിൽ നിന്ന് തുടങ്ങാം. ഐ ഇസ് ഈക്വൽ ടു എൻ ഇ എ വി ഡി എന്ന് അറിയാമോ?
അറിയാം, നമുക്ക് ഈ ഐന്ന് ഒരു ആർ ഉണ്ടാക്കണം. ആറെന്ന് റോ കിട്ടും അല്ലെ. ഈ വീഡിനെ നമുക്ക് ടോന്റെ ടേംസിലേക്ക് ആക്കാനും നമുക്കറിയാം. സംഭവം കഴിഞ്ഞു. അപ്പൊ കിട്ടും നോക്കോ, ഐ ഇസ് ഈക്വൽ എൻ ഇ എ വി ഡി. അങ്ങനെയാണ് വി ഡി എന്ന് പറഞ്ഞാൽ ഇ ടോ ബൈ എം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെയാണ് ഐ ഇസ് ഈക്വൽ ടു എൻ ഇ എ, വി ഡിക്ക് പകരം ഇ ടോ ബൈ എം. ഓക്കെ, അങ്ങനെയാണ് ഐ ഇസ് ഈക്വൽ ടു എൻ ഇ സ്ക്വയർ എ ടോ ബൈ എം എന്ന് കിട്ടി. ഓക്കെ, വി ഇസ് ഈക്വൽ എന്താടാ ഐ ആർ ആണ്. അങ്ങനെയാണ് ഐ ഇസ് ഈക്വൽ ടു വി ബൈ ആർ ആണ്. അപ്പൊ ഇവിടെ ആറ് കിട്ടി, അവിടെ ടോ ഒക്കെ വരുന്നുണ്ട് അല്ലേ. അങ്ങനെയാണ് വി ബൈ ആർ ഇസ് ഈക്വൽ എൻ ഇ സ്ക്വയർ എ ടോ ബൈ എം എന്ന് കിട്ടി. ഇനി നോക്കോ, ഇ എന്ന് പറഞ്ഞാൽ എന്താ വി ബൈ എൽ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ നോക്കോ, വി ബൈ ആർ ഇസ് ഈക്വൽ എൻ ഇ സ്ക്വയർ എ, ഇക്ക് പകരം വി ബൈ എൽ ഇട്ട് കൊടുത്ത്. ഓക്കെ, ടോ ബൈ എം. ഓക്കെ, ഇനി ഇവിടെയും വി ഉണ്ട് അവിടെയും വി ഉണ്ട്, അത് രണ്ടും അങ്ങനെ കട്ടായി പോയി. അങ്ങനെയാണെങ്കിൽ 1/r ഇസ് ഈക്വൽ ടു എൻ ഇ സ്ക്വയർ എ ടോ ബൈ എം എൽ എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇത് റെസിപ്രോക്കൽ എടുത്തിട്ടുണ്ടെങ്കിൽ ആർ ഇസ് ഈക്വൽ ടു എം എൽ ബൈ എൻ ഇ സ്ക്വയർ എ ടോ എന്ന് കിട്ടി. പ്രശ്നമുണ്ടോ? റെസിസ്റ്റൻസും റിലാക്സേഷൻ ടൈം തമ്മിലുള്ള റിലേഷൻ കിട്ടി. ഇനി റെസിസ്റ്റിവിറ്റിയിലേക്ക് എത്തിക്കാൻ സിമ്പിളായി. എന്താണ്? ആർ എന്ന് പറഞ്ഞാൽ റോയൽ ബൈ എ എന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ ആറിന് റോയൽ ബൈ എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. റോയൽ ബൈ എ ഇസ് ഈക്വൽ ടു, അപ്പോൾ എന്ത് കിട്ടി? എം എൽ ബൈ എൻ ഇ സ്ക്വയർ എ ടോ എന്ന് കിട്ടി. എല്ലും അങ്ങോട്ട് കട്ട് ചെയ്യുന്നു, എയും അങ്ങോട്ട് കട്ട് ചെയ്യുന്നു. അങ്ങനെയാണ് റോ ഇസ് ഈക്വൽ ടു എം ബൈ എൻ ഇ സ്ക്വയർ ടോ എന്ന് കിട്ടുന്നു. കഴിഞ്ഞു. റിലേഷൻ ബിറ്റ്വീൻ റെസിസ്റ്റിവിറ്റി ആൻഡ് റിലാക്സേഷൻ ടൈം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത് പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ചോദിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. മൊബിലിറ്റി എന്താ നോക്കാം. മൊബിലിറ്റി പറഞ്ഞാൽ ഒന്നുമില്ലടാ, നമ്മൾ നേരത്തെ പഠിച്ച ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇല്ലേ, അതിന്റെ മാഗ്നിറ്റ്യൂഡിനെ ഇലക്ട്രിക് ഫീൽഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന സാധനത്തിനെ വിളിക്കുന്ന പേരാണ് മൊബിലിറ്റി. നോക്കിക്കോ, മൊബിലിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ്. ഡ്രിഫ്റ്റ് വെലോസിറ്റിന്റെ മാഗ്നിറ്റ്യൂഡിനെ ഇലക്ട്രിക് ഫീൽഡ് വെച്ച് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത് എന്തോ അതാണ് മൊബിലിറ്റി. വീഡിയോ നോക്കിക്കോ, ഇ ടോ ബൈ എം ബൈ ഒരു ഇയും കൂടെ വരും അല്ലേ. അപ്പൊ ഇയും കട്ടായി പോയി. അപ്പൊ ഇ ടോ ബൈ എം. അപ്പൊ മൊബിലിറ്റി മ്യൂ ഇസ് ഈക്വൽ ടു ഇ ടോ ബൈ എം. എല്ലാ ഇക്വേഷനും ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. സിമ്പിൾ അല്ലേ? ഇതാ അടുത്ത് നോക്കിക്കോ, സിമ്പിൾ ആണ്. അടുത്ത് നോക്കിക്കോ, റെസിസ്റ്റിവിറ്റി ഓഫ് വേരിയസ് മെറ്റീരിയൽസ്. അതായത് ഓരോ മെറ്റീരിയൽസിന് ഓരോരോ റെസിസ്റ്റിവിറ്റി ഉണ്ടാവും അല്ലേ. അതായത് ഈ കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, സെമി കണ്ടക്ടേഴ്സ് എന്നൊക്കെ ക്ലാസിഫൈ ചെയ്യുന്നതിന് ഈ റെസിസ്റ്റിവിറ്റിന്റെ ബേസിലാണ്. നോക്കാം, ദ മെറ്റീരിയൽസ് ആർ ക്ലാസിഫൈഡ് ആസ് ദ കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ് ഡിപ്പെൻഡിങ് അപ്പോൺ ദിയർ റെസിസ്റ്റിവിറ്റീസ്. മെറ്റൽസിന് സാധാരണ റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റിയും ഒക്കെ എന്താടാ കുറവാണ് അല്ലേ. സെമി കണ്ടക്ടേഴ്സിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ഇൻസുലേറ്റേഴ്സിന്റെ റെസിസ്റ്റൻസ് എന്താണ്? കൂടുതലാണ്. റെസിസ്റ്റിവിറ്റി എന്താണ്? കൂടുതലാണ്. ഓക്കെ, ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം. മെറ്റൽസിന് റെസിസ്റ്റിവിറ്റി കുറവാണ്, ഇൻസുലേറ്റേഴ്സിന് റെസിസ്റ്റിവിറ്റി കൂടുതലാണ്. ഈ സെമി കണ്ടക്ടേഴ്സിന് റെസിസ്റ്റിവിറ്റി ഇവരുടെ രണ്ടുപേരുടെ ഇടയ്ക്കുള്ള ഒരു വാല്യൂ ആയിരിക്കും. ആ ഒരു ഐഡിയ ഉണ്ടാവുക. ഓക്കെ, ആ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം. ഓക്കെ, അങ്ങനെയാണ് ജസ്റ്റ് ആ റേഞ്ചിനെ കുറിച്ച് ജസ്റ്റ് ഒരു ഐഡിയ പറയാം. റെസിസ്റ്റിവിറ്റി മെറ്റൽസിന് കുറവും ഇൻസുലേറ്റേഴ്സിന് കൂടുതലും, സെമി കണ്ടക്ടേഴ്സിന് ഇവരുടെ ബിറ്റ്വീനും ആയിരിക്കും. നോക്കാം, മെറ്റൽസ് ഹാവ് ലോ റെസിസ്റ്റിവിറ്റീസ് ഇൻ ദ റേഞ്ച് ഓഫ് 10⁻⁸ to 10⁻�6 ohm meter. ഓക്കെ, ഇൻ ബിറ്റ്വീൻ മെറ്റൽസ് ആൻഡ് ഇൻസുലേറ്റേഴ്സ് ആർ ദ സെമി കണ്ടക്ടേഴ്സ്. സെമി കണ്ടക്ടേഴ്സിന് ഇവരുടെ രണ്ടിൻ്റെ ഇടയ്ക്കുള്ള റേഞ്ചാണ് കിട്ടുക. ഇൻസുലേറ്റേഴ്സ് ലൈക്ക് സെറാമിക്, റബ്ബർ ആൻഡ് പ്ലാസ്റ്റിക് ഹാവ് റെസിസ്റ്റിവിറ്റീസ് 10⁻18 times greater than മെറ്റൽസ്. മെറ്റൽസിന്റെ 10⁻18 times ഗ്രേറ്റർ ആയിരിക്കും ആർക്ക്? സെമി കണ്ടക്ടേഴ്സിന്റെ അല്ല ഇൻസുലേറ്റേഴ്സിന്റെ റേഞ്ച് വരെ. സെമി കണ്ടക്ടേഴ്സിന്റെ ഇടയ്ക്കും അല്ലെ. കഴിഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് അവിടെ പറയാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് റെസിസ്റ്റിവിറ്റി ടെമ്പറേച്ചറുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് നോക്കാം. നോക്കിക്കോ, നോക്കിക്കോ, ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓൺ റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റിവിറ്റി ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് മാറും. ഓക്കെ, ജസ്റ്റ് അതിന്റെ കാര്യമാണ് ഈ പറയാൻ പോണത്. നോക്കിക്കോ, റെസിസ്റ്റിവിറ്റി ഓഫ് എ മെറ്റീരിയൽ ഇസ് ഫൗണ്ട് ടു ബി ഡിപ്പെൻഡന്റ് ഓൺ ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ. ടെമ്പറേച്ചർ കൂട്ടുകയാണെങ്കിൽ മെറ്റൽസിന്റെ റെസിസ്റ്റിവിറ്റി കൂടും. ടെമ്പറേച്ചർ കൂട്ടിയാൽ മെറ്റൽസിന്റെ റെസിസ്റ്റിവിറ്റി കൂടും. ടെമ്പറേച്ചർ കൂട്ടിയിട്ടുണ്ടെങ്കിൽ സെമി കണ്ടക്ടേഴ്സിന്റെയും ഇൻസുലേറ്റേഴ്സിന്റെയും റെസിസ്റ്റിവിറ്റി കുറയും. ഓക്കെ, ടെമ്പറേച്ചർ കൂട്ടിയാൽ എന്താണ് സെമി കണ്ടക്ടേഴ്സിന്റെയും ഇൻസുലേറ്റേഴ്സിന്റെയും റെസിസ്റ്റിവിറ്റി കുറയും. ആ ഒരു ഐഡിയ അവിടെ നിന്നോട്ടെ. അപ്പോൾ അവിടെ നിന്നോട്ടെ കേട്ടോ. ഇതാ നമുക്ക് പഠിക്കാം എങ്ങനെയാണ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസിന്റെ ഒരു ഇക്വേഷൻ ആക്കിയിട്ട് എഴുതാൻ നോക്കാം. നോക്കിക്കോ, ഇതൊരു കണ്ടക്ടറാണ് വിചാരിക്കും. ഇതൊരു കണ്ടക്ടറായിരിക്കും ഇപ്പം. ഓക്കെ, ഇതൊരു കണ്ടക്ടറാണ്. അപ്പം അതിനിപ്പോൾ ഇനീഷ്യൽ ടെമ്പറേച്ചർ T0 ആണ്. റൂം ടെമ്പറേച്ചർ T0 ആയിരിക്കും. അപ്പോൾ ഉള്ള റെസിസ്റ്റിവിറ്റി ρ0 ആണ്. എന്താണ് T0 എന്ന് പറഞ്ഞാൽ റൂം ടെമ്പറേച്ചറിലെ റെസിസ്റ്റിവിറ്റി ρ0 ആണ്. ഈ ടെമ്പറേച്ചർ ഞാൻ കൂട്ടി T1 കൂട്ടി. അങ്ങനെയാണെങ്കിൽ റെസിസ്റ്റിവിറ്റി ρ1 ആയിട്ട് മാറി. അങ്ങനെയാണ് ഈ ρ1 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ρ1 is equal to ρ0 into 1 plus alpha into T1 minus T0 അല്ലെങ്കിൽ alpha into delta T അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം അല്ലേ. ഈ ചേഞ്ചിന് വേണമെങ്കിൽ ഡെൽറ്റ ടി എന്നൊക്കെ വിളിക്കാമല്ലോ. അങ്ങനെ ഈ ഒരു ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിച്ചോ. ρ1 is equal to ρ0 into 1 plus alpha into delta T അല്ലെ alpha into T1 minus T0. ഇത് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് എന്താണ് ഇങ്ങനെ റെസിസ്റ്റിവിറ്റി ടെമ്പറേച്ചർ പ്രോബ്ലംസ് നമുക്ക് ചെയ്തു പോകാവുന്നതേ ഉള്ളൂ. ഓക്കെ അല്ലേ. നോക്കിക്കോ, അങ്ങനെയാണ് നോക്കിക്കോ. ദ റെസിസ്റ്റിവിറ്റി ഓഫ് എ മെറ്റാലിക് കണ്ടക്ടർ ഇസ് അപ്രോക്സിമേറ്റ്ലി ഗിവൺ ബൈ ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ എഴുതിയിട്ട് നമുക്ക് പോകാവുന്നതേ ഉള്ളൂ. ഓക്കെ, നോക്കിക്കോ, വേർ ρ0 is the resistivity at a reference temperature T0 and ρ1 is the resistivity at a reference അല്ലെങ്കിൽ at a temperature T1. ρ1 എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ T1 ഉള്ള റെസിസ്റ്റിവിറ്റി ആണ്. അപ്പോൾ ഇക്വേഷൻ പഠിച്ചല്ലോ. ρ1 is equal to ρ0 into 1 plus alpha into T1 minus T0. ഇതേപോലെ തന്നെ റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ നമുക്ക് പറയാൻ പറ്റും. നോക്കിക്കോ, റെസിസ്റ്റൻസിന്റെ ചോദിക്കാൻ ഒന്നുമില്ല. നോക്കിക്കോ, R1 is equal to ഈ റോയ്ക്ക് പകരം
റോ വണ്ണിന് പകരം R1 റോ സീറോന് പകരം R0 ഇട്ട് കൊടുത്താൽ മതി. റെസിസ്റ്റൻസിനും ഇതേപോലെ തന്നെയാണ് നമ്മൾ ഇക്വേഷൻ എഴുതുക, ഓർത്ത് വെച്ചോട്ടോ. റെസിസ്റ്റൻസ് ആയാലും നമുക്ക് ഇതേ ഇക്വേഷൻ എഴുതാം, ഓർത്ത് വെച്ചോട്ടോ. ഇവിടെ പറയുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പം നോക്കിക്കോ, ഇനി ആ ഒരു ആൽഫ എന്ന് പറഞ്ഞ സാധനം എന്താണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇവിടെ ഒരു ആൽഫ കാണുന്നില്ല, ആ ആൽഫേന്റെ പേരാണ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റിവിറ്റി. ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്നൊക്കെ പറയും, ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ്. ഓക്കെ, ആ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റിനെ പറ്റി പഠിക്കാം. നോക്കിക്കോ, ആ ഇക്വേഷൻ ρ1 = ρ0 × 1 + α × T1 - T0. അതിന്റെ ആൽഫ കണ്ടുപിടിച്ചു. ആൽഫ നോക്കിക്കോ, ഇങ്ങനെ ക്രോസ് ഈ ടേമിനെ ഉള്ളോട്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ ആൽഫേന്റെ ടേമൊക്കെ എത്തി. അവസാനം ആൽഫയ്ക്ക് ഒരു ഇക്വേഷൻ എത്തി. α = ρ1 - ρ0 / ρ0 × T1 - T0 എന്ന് കിട്ടി. ഇത് നിങ്ങൾ സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാവുന്നതല്ലോ കേട്ടോ. നിങ്ങൾ സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ρ0നെ 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ρ0നെ ഈ ടേം വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ρ0നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഈ ആൽഫേനെ കിട്ടണം, ബാക്കിയുള്ള ഈ ടേമിന് ഡിനോമിനേറ്റർ കൊണ്ടുവന്നു. അങ്ങനെയാണ് ആൽഫ കിട്ടിയത്. ഓക്കെ, അപ്പോൾ ആൽഫ പറഞ്ഞാൽ എന്താ? ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് അല്ലേ? ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് കിട്ടി. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റിന്റെ യൂണിറ്റ് എന്താണെന്ന് ആലോചിച്ച് നോക്ക്. മുകളിൽ റെസിസ്റ്റിവിറ്റിയാ അല്ലേ? റെസിസ്റ്റിവിറ്റിന്റെ രണ്ട് റെസിസ്റ്റിവിറ്റി സബ്ട്രാക്ട് ചെയ്താൽ യൂണിറ്റ് മാറുമോ? ഇല്ല. മുകളിൽ ഓംമീറ്ററാ, താഴെയും റെസിസ്റ്റിവിറ്റി ഉണ്ട്, ആ ഓംമീറ്ററും ഉണ്ട്, അതും കട്ടായിപ്പോയി. പിന്നെ എന്താ ഉള്ളത്? താഴെ ഒരു ടെമ്പറേച്ചറിന്റെ ടേം ഉണ്ട്. അങ്ങനെയാണ് യൂണിറ്റ് എന്തായിരിക്കും? 1/K അല്ലെങ്കിൽ കെൽവിൻ ഇൻവേഴ്സ് എന്നൊക്കെ പറയാം. ഇതാണ് യൂണിറ്റ് വരിക. ഓക്കെ, ഡിഗ്രി സെൽഷ്യസ് ഇൻവേഴ്സ് എന്നും വേണമെങ്കിൽ പറയാം. SI യൂണിറ്റ് കെൽവിൻ ഇൻവേഴ്സ് ആയിരിക്കും. ഡയമെൻഷൻ അപ്പം എങ്ങനെ എഴുതാം? എമ്മിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, എല്ലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, കെനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതാ ഇങ്ങനെ എഴുതിക്കൂടെ, ഇങ്ങനെ എഴുതിക്കൂടെ. അപ്പോൾ ഡയമെൻഷനും കിട്ടി. ഓക്കെ അല്ലേ? യൂണിറ്റും ഡയമെൻഷനും കിട്ടി. അപ്പോൾ ആൽഫ എന്താണ്? ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റിവിറ്റി എന്നൊക്കെ പറയുന്ന സാധനം. ഓക്കെ, അപ്പോൾ ആൽഫേന്റെ ഇക്വേഷനായി, ആൽഫേന്റെ ഡയമെൻഷനായി, ആൽഫേന്റെ യൂണിറ്റായി. സംഭവം കഴിഞ്ഞല്ലോ. ഇത്ര മാത്രമേ ഉള്ളൂ അവിടെ പറയാൻ. ഓക്കെ, ഇനി നിങ്ങൾക്ക് കുറച്ച് ലോജിക്കലി ചിന്തിക്കാം. ഞാൻ പറഞ്ഞ് മെറ്റൽസിന് ടെമ്പറേച്ചർ കൂട്ടിയാൽ ആൽഫ എന്താവും? മീൻസ് ടെമ്പറേച്ചർ കൂട്ടിയിട്ടുണ്ടെങ്കിൽ എന്താവും? റെസിസ്റ്റിവിറ്റി എന്താവും? ചെയ്യുക, കൂടുകയാണ് ചെയ്യുക അല്ലേ? ഇനി അതേപോലെ തന്നെ സെമി കണ്ടക്ടേഴ്സ് ആയാലും ഇൻസുലേറ്റേഴ്സ് ആയാലും ടെമ്പറേച്ചർ കൂട്ടിയാൽ റെസിസ്റ്റിവിറ്റി കുറയുകയാണ് ചെയ്യുക അല്ലേ? അങ്ങനെയാണെങ്കിൽ മെറ്റൽസിന്റെ കേസിൽ ടെമ്പറേച്ചർ കൂട്ടിയാൽ റെസിസ്റ്റിവിറ്റി കൂടും. അപ്പോൾ ρ1 > ρ0 ആയിരിക്കില്ലേ? ആണ്. അങ്ങനെയാണെങ്കിൽ മെറ്റൽസിന്റെ കേസിൽ ആൽഫേന്റെ വില എന്തായിരിക്കും? ആൽഫ പോസിറ്റീവ് ആയിരിക്കും. പ്രശ്നമില്ലല്ലോ. ടെമ്പറേച്ചർ കൂട്ടിയാൽ റെസിസ്റ്റിവിറ്റി കൂടി. അങ്ങനെയാണ് ρ1 ആണ് ρ0നേക്കാൾ കൂടുക. അപ്പോൾ ഇത് സബ്ട്രാക്ട് ചെയ്തൊരു പോസിറ്റീവ് ടേം ആയിരിക്കും. അപ്പോൾ ആൽഫ മെറ്റൽസിന് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, ഇനി അതേപോലെ തന്നെ സെമി കണ്ടക്ടേഴ്സ് ഇൻസുലേറ്റേഴ്സ് ആലോചിച്ച് നോക്ക്. ടെമ്പറേച്ചർ കൂട്ടിയാൽ റെസിസ്റ്റിവിറ്റി കുറയുക ചെയ്യുക. T0 ρ0 ആണെങ്കിൽ T1 ρ1 കുറവായിരിക്കും. അപ്പൊ ρ1 ലെസ് ആയിരിക്കും ρ0നേക്കാളും. അപ്പൊ ഇത് സബ്ട്രാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ചെറുതെന്ന് വലുത് സബ്ട്രാക്ട് ചെയ്താൽ നെഗറ്റീവായി കിട്ടുക. അപ്പൊ ആൽഫ ഓഫ് സെമി കണ്ടക്ടേഴ്സും ഇൻസുലേറ്റേഴ്സും ഒക്കെ എന്തായിരിക്കും? ആൽഫ നെഗറ്റീവ് ആയിരിക്കും. ആർക്ക്? സെമി കണ്ടക്ടേഴ്സിനും ഇൻസുലേറ്റേഴ്സിനും. പ്രശ്നമല്ലല്ലോ. ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് കിട്ടൂലേ? കിട്ടണം. ഇതൊക്കെയാണ് ലോജിക്കലി ചിന്തിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കോ. ഫോർ മെറ്റൽസിന് ആൽഫ എന്താണ്? പോസിറ്റീവ്. ഫോർ മെറ്റൽസിന് ആൽഫ പോസിറ്റീവ് ആണ്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ്? ടെമ്പറേച്ചർ കൂട്ടിയാൽ റെസിസ്റ്റിവിറ്റി കൂടണം. അപ്പൊ ഗ്രാഫ് നോക്കിക്കോ. ടെമ്പറേച്ചർ കൂടുന്നു, റെസിസ്റ്റിവിറ്റി കൂടുന്നു. ഇങ്ങനെയാണ് മെറ്റൽസിന്റെ റെസിസ്റ്റിവിറ്റി വേഴ്സസ് ടെമ്പറേച്ചർ ഗ്രാഫ് വരിക. വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് റെസിസ്റ്റിവിറ്റി ഓൾസോ ഇൻക്രീസസ്. അപ്പൊ ആൽഫേന്റെ ടേംസിൽ നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വേറൊരു ഐഡിയ വഴിയും എക്സ്പ്ലെയിൻ ചെയ്യാം. നോക്കിയോ, നമ്മൾ റെസിസ്റ്റിവിറ്റി ഇതേപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നോക്കിയോ, റെസിസ്റ്റിവിറ്റിക്ക് ഇങ്ങനെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, M/Ne². അങ്ങനെയാണെങ്കിൽ ആ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. നോക്കിയോ, റെസിസ്റ്റിവിറ്റി ρ = M/Ne². അങ്ങനെയാണ് നോക്കിക്കോ. ഞാൻ പറയുന്നത് നോക്കിക്കോ, ടെമ്പറേച്ചർ കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഈ മെറ്റൽസിന്റെ അകത്തുള്ള ഇലക്ട്രോൺസിന്റെ കൊളീഷൻ കൂടും. അപ്പം പെട്ടെന്ന് കൊളൈഡ് ചെയ്തു. അങ്ങനെ പെട്ടെന്ന് കൊളൈഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ ടൈം ബിറ്റ്വീൻ 2 സക്സസീവ് കൊളീഷൻ എന്താവും? കുറയും അല്ലേ? അതായത് കൂടുതൽ കൊളീഷൻ നടക്കുക. അങ്ങനെയാണെങ്കിൽ അവിടെ ഉള്ള റിലാക്സേഷൻ ടൈം എന്തായിരിക്കും? കുറവായിരിക്കും അല്ലേ? അങ്ങനെ കുറയുകയാണെങ്കിൽ റോ എന്തായിരിക്കും? കൂടും. അങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തൂടെ? അങ്ങനെയാണെങ്കിൽ അതുകൊണ്ടാണ് മെറ്റൽസിന് ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ റെസിസ്റ്റിവിറ്റി കൂടുന്നത് എന്ന് പറയാം. ഓക്കെ, നോക്കിക്കോ. വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് ദ കൊളീഷൻ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഇൻക്രീസസ്. അങ്ങനെ കൊളീഷൻ ഇൻക്രീസ് ചെയ്താൽ റിലാക്സേഷൻ ടൈം എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അങ്ങനെ ഡിക്രീസ് ചെയ്താൽ റെസിസ്റ്റിവിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അപ്പൊ ഇങ്ങനെ ഒരു ഐഡിയ നമുക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ അല്ലെ? അപ്പൊ ഇതാണ് ഗ്രാഫ്. ഇതാ ഇൻസുലേറ്റേഴ്സും സെമി കണ്ടക്ടേഴ്സും ആണെങ്കിൽ നോക്കിക്കോ, ടെമ്പറേച്ചർ കൂട്ടിയാൽ റെസിസ്റ്റിവിറ്റി കുറയുന്ന ഞാൻ പറഞ്ഞു. അങ്ങനെയാണ് ആൽഫ, നമ്മൾ നേരത്തെ പറഞ്ഞു ആൽഫ എന്താണ്? നെഗറ്റീവ് ആണ് അല്ലെ? ഫോർ ഇൻസുലേറ്റേഴ്സ് ആൻഡ് സെമി കണ്ടക്ടേഴ്സ് ആൽഫ എന്താണ്? നെഗറ്റീവ് ആണ് അല്ലെ? പ്രശ്നമല്ലല്ലോ. ടെമ്പറേച്ചർ കൂട്ടിയാൽ റെസിസ്റ്റിവിറ്റി കുറയും. ഗ്രാഫ് ഇങ്ങനെയാണ് വരിക. ഓക്കെ, രണ്ടുപേരുടെയും ടെമ്പറേച്ചർ കൂട്ടിയാൽ റെസിസ്റ്റിവിറ്റി കുറയാണ് ചെയ്യുക. പക്ഷേ സെയിം റേറ്റ് ആയിരിക്കില്ല, രണ്ടുപേർക്ക് ഇതേ സ്ലോപ്പ് ആയിരിക്കില്ല.
രണ്ടുപേർക്കും ഇതേ സ്ലോപ്പ് ആയിരിക്കില്ല, രണ്ടുപേർക്കും കുറയും, അത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, ഇത് ശരിക്കും ഇൻസുലേറ്ററിന്റെ ഗ്രാഫാണ് ശരിക്കും. ഓക്കെ, അപ്പോൾ രണ്ടുപേർക്കും ഒരേ റേറ്റ് ആയിരിക്കില്ല. ചിലപ്പം എന്താണ് നമ്മളുടെ ഇൻസുലേറ്റർ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും സ്ലോപ്പ് വരിക, സെമി കണ്ടക്ടർ ആണ് കറക്റ്റ് ഇങ്ങനെ സ്റ്റീപ്പായിട്ട് വരിക. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് റെസിസ്റ്റിവിറ്റി എന്താവും, ഡിക്രീസ് ചെയ്യും. പ്രശ്നമില്ല, രണ്ടുപേർക്കും ഒരേ റേറ്റ് ആയിരിക്കില്ല, ഡിക്രീസ് ചെയ്യും രണ്ടുപേരും. ഓക്കെ, ഇനി നോക്കിക്കോ, വെൻ ദ ടെമ്പറേച്ചർ ഇൻക്രീസസ്, അതിന്റെ റീസൺ പറയാം. നോക്കിക്കോ, റോ ഇസ് ഈക്വൽ ടു m/ne² ടോ എന്നല്ല നമ്മൾ പഠിച്ചതാ, റോ ഇസ് ഈക്വൽ m/ne² ടോ എന്നല്ല പഠിച്ചത്. അതിന്റെ റീസൺ പറഞ്ഞുതരാം. ടെമ്പറേച്ചർ കൂട്ടുകയാണെങ്കിൽ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഇവരിൽ കൂടും, ഇതാ ഇൻസുലേറ്റേഴ്സും സെമി കണ്ടക്ടേഴ്സും. അപ്പൊ n ഇങ്ങനെ കൂടുകയാണെങ്കിൽ റോ എന്ത് ചെയ്യടാ, കുറയും അല്ലേ, ഡിനോമിനേറ്റർ കൂടുന്നു, റെസിസ്റ്റിവിറ്റി കുറയുന്നു. നോക്കിക്കോ, വെൻ ദ temperature increases number of free electrons per unit volume, അതായത് നമ്പർ ഡെൻസിറ്റി അല്ലെങ്കിൽ ഫ്രീ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുകയാണ്. അങ്ങനെയാണെങ്കിൽ റെസിസ്റ്റിവിറ്റി എന്താവും, ഡിനോമിനേറ്റർ കൂടി റെസിസ്റ്റിവിറ്റി കുറയും. അപ്പം ഇങ്ങനെയാണ് ഗ്രാഫ് വരുന്നത്. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ സെമി കണ്ടക്ടേഴ്സിനും ഇൻസുലേറ്റേഴ്സിനും കാര്യം കഴിഞ്ഞു. ഈ അലോയ്സ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ടെമ്പറേച്ചർ നമ്മൾ നല്ലോണം കൂട്ടിയാലും റെസിസ്റ്റിവിറ്റിയിൽ വലിയ മാറ്റം വരില്ല. നോക്കിയാൽ ഇങ്ങനെയാണ് ഗ്രാഫ് പോണേ അല്ലേ, ഇങ്ങനെയാണ് പോണേ. അപ്പോൾ നല്ലോണം ടെമ്പറേച്ചർ കൂട്ടിയാലും റെസിസ്റ്റിവിറ്റിയിൽ വലിയ മാറ്റമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അതിന് പറയും വീക്ക് റെസിസ്റ്റിവിറ്റി, അല്ലെങ്കിൽ എന്താ വീക്ക് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓൺ റെസിസ്റ്റിവിറ്റി എന്നൊക്കെ പറയും. ഓക്കെ, നോക്കോ, എലോയ് ആണ്, ഫോർ എലോയിന്റെ കാര്യമാണ് പറയുന്നത്. നോക്കോ, നിക്രോം ഒരു എലോയ് അല്ല, നിക്രോം വിച്ച് ഇസ് ആൻ എലോയ് ഓഫ് നിക്കൽ, അയൺ ആൻഡ് ക്രോമിയം, അതേപോലെ തന്നെ മാംഗനിൻ, അതേപോലെ തന്നെ കോൺസ്റ്റന്റിൻ എക്സിബിറ്റ് വീക്ക് ഡിപ്പെൻഡൻസ് ഓൺ റെസിസ്റ്റിവിറ്റി വിത്ത് ടെമ്പറേച്ചർ അല്ലെ. വീക്ക് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓൺ റെസിസ്റ്റിവിറ്റി എന്നൊക്കെയാണ് നമ്മൾ പറയാം. വെരി വീക്ക് ഡിപ്പെൻഡൻസ് ഓൺ റെസിസ്റ്റിവിറ്റി വിത്ത് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടിയാൽ റെസിസ്റ്റിവിറ്റിയിൽ വലിയ മാറ്റമൊന്നും വരില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ അവരെന്താണ് സ്റ്റാൻഡേർഡ് വയർ ബൗണ്ട് റെസിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കാറുണ്ട്. അത് ഓർത്ത് വെക്കുക. ഹെൻസ് ദീസ് മെറ്റീരിയൽസ് ആർ യൂസ് ഫോർ മേക്കിംഗ് സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് വയർ ഇൻ റെസിസ്റ്റൻസ് ബോക്സസ് ആൻഡ് റെസിസ്റ്റൻസ് വാല്യൂസ് വുഡ് ചേഞ്ച് വെരി ലിറ്റിൽ വിത്ത് ടെമ്പറേച്ചർ. വെരി ലിറ്റിൽ ആയിട്ടാണ് പറയാം. ഓക്കെ, ഇതേപോലെ റെസിസ്റ്റിവിറ്റി വേഴ്സസ് ടെമ്പറേച്ചർ അല്ല, റെസിസ്റ്റൻസ് വേഴ്സസ് ടെമ്പറേച്ചർ ചോദിച്ചാലും ഈ ഗ്രാഫ് ഒക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും വരിക കേട്ടോ. റെസിസ്റ്റൻസ് വേഴ്സസ് ടെമ്പറേച്ചർ ചോദിച്ചാലും ഗ്രാഫ് ഒക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും വരിക. ഓർക്കുക, റെസിസ്റ്റൻസ് വേഴ്സസ് ടെമ്പറേച്ചർ ചോദിച്ചാലും ഇത് തന്നെ ഞങ്ങൾ വരയ്ക്കേണ്ടത്. ഓക്കെ, കഴിഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കി നോക്കി, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റീരിയൽസ് എക്സിബിറ്റ് എ പോസിറ്റീവ് കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റിവിറ്റി. ആൽഫ പോസിറ്റീവ് ഇതിൽ ആർക്കാന്ന് വെച്ചാൽ ആൽഫ പോസിറ്റീവ് ഏതാ എഴുതുക, കോപ്പർ, നിക്രോം, ഇലക്ട്രോലൈറ്റ്, ഗ്രാഫൈറ്റ്. കോപ്പർ മെറ്റലിനല്ലേ ആൽഫ പോസിറ്റീവ് ഇതാ. കഴിഞ്ഞു, സംഭവം കഴിഞ്ഞു. ഓക്കെ, ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി അടുത്ത് നോക്കിക്കോ, വാട്ട് ഇസ് എ സെൽ. എന്താണ് സെല്ല്? സെല്ല് എന്ന് പറഞ്ഞാൽ എന്താണ്, സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി അല്ലേ. ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സോഴ്സ് ആണ്. നോക്കിക്കോ, ഇലക്ട്രിക് സെൽ ഇസ് എ സോഴ്സ് ഓഫ് എനർജി ദാറ്റ് മെയിൻറ്റെയിൻസ് എ കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് ചാർജ് ഇൻ എ സർക്യൂട്ട്. ചാർജ് ഫ്ലോ ചെയ്താലേ കറണ്ട് കിട്ടുള്ളൂ. അങ്ങനെ കറണ്ട് കണ്ടിന്യൂസ് ആയി സപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സോഴ്സ്, ഹെൽപ്പ് ചെയ്യുന്ന സോഴ്സ് ആണ് സെല്ല്. പ്രശ്നമല്ലോ, ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് സെല്ല് അല്ലേ, ഒന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഓക്കെ, ഇലക്ട്രിക് സെല്ലിന്റെ ഉള്ളിൽ എന്താ നടക്കുന്നത്, അതിൻ്റെ ഉള്ളിൽ കെമിക്കൽ എനർജി ഉണ്ട് അല്ലേ. ആ കെമിക്കൽ എനർജിയാണ് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് സെൽ ചേഞ്ചസ് കെമിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല അല്ലേ, തെറ്റൊന്നുമില്ല. ഇനി എന്താണ് സെല്ലും ബാറ്ററിയും തമ്മിലുള്ള വ്യത്യാസം? സെല്ല് എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ യൂണിറ്റാണ്, ഒരു സിമ്പിൾ യൂണിറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഇതിനാണ് ഒരു സെല്ല് എന്ന് പറയാം. ഓക്കെ, ബാറ്ററി എന്ന് പറഞ്ഞാൽ ഈ സെല്ലുകളുടെ ഒരു അറേഞ്ച്മെന്റ് ആണ്, സെല്ലുകളുടെ ഒരു അറേഞ്ച്മെന്റ് ആണ്. ഒരു പോസിറ്റീവ്, ഒരു നെഗറ്റീവ്, ഒരു പോസിറ്റീവ്, ഒരു നെഗറ്റീവ്, ഒരു പോസിറ്റീവ്, ഒരു നെഗറ്റീവ്, ഒരു പോസിറ്റീവ്, ഒരു നെഗറ്റീവ്, ഇങ്ങനെ സെല്ലുകളുടെ ഒരു ഗ്രൂപ്പ് ഓഫ് സെല്ലിന്റെ ഒരു പെർട്ടിക്കുലർ അറേഞ്ച്മെന്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ബാറ്ററി. പ്രശ്നമൊന്നുമില്ലല്ലോ, നിങ്ങൾക്ക് അറിയുന്ന ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് അല്ലേ. ഓക്കെ, ഇനി നോക്കിക്കോ, വാട്ട് ഇസ് ഇൻസൈഡ് എ ബാറ്ററിനെ കുറിച്ചാണ് പറയാൻ പോണേ. ഒരു ബാറ്ററി എടുക്കാം, നോക്കിക്കോ, ഇതാ ഒരു സർക്യൂട്ട്. ഓക്കെ, ഇതാ ഇവിടെ ഒരു ബാറ്ററി. ഓക്കെ, ഈ ഭാഗത്തിനെ ഞാൻ സൂം ചെയ്തത് അവിടെ വരയ്ക്കുകയാണ്. അപ്പോൾ ബാറ്ററിന്റെ അകത്ത് എന്താണുള്ളത്, ഞാൻ പറഞ്ഞു ഉള്ളിൽ കെമിക്കൽ എനർജിയാണുള്ളത്. കെമിക്കൽ എനർജി എന്നാണ് ഇലക്ട്രിക് എനർജി കിട്ടുന്നത് ഞാൻ പറഞ്ഞു. ഓക്കെ, നോക്കോ, ഇലക്ട്രോലൈറ്റിക് സെൽ ഓർ ബാറ്ററി ഇസ് എ ഡിവൈസ് വിച്ച് മെയിൻറ്റെയിൻസ് എ സ്റ്റഡി കറണ്ട് ഇൻ ഇലക്ട്രിക് സർക്യൂട്ട്. നമുക്കറിയാം കറണ്ട് കൊടുക്കുന്ന ആളാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിൻ്റെ സംഭവിക്കുന്നത്, ഒരു പോസിറ്റീവ് ടെർമിനലും ഒരു നെഗറ്റീവ് ടെർമിനലും ഉണ്ട്. ഒരു പോസിറ്റീവ് ടെർമിനലുണ്ട്, നെഗറ്റീവ് ടെർമിനലും. അവിടെ രണ്ട് ഇലക്ട്രോഡ്സ് ഉണ്ട്. ഓക്കെ, ഇലക്ട്രോഡ്സ് ഉണ്ട്. ഈ രണ്ട് ഇലക്ട്രോഡ്സും ഇലക്ട്രോലൈറ്റിലാണ് ഇമ്മേഴ്സ് ചെയ്ത് കിടക്കുന്നത്. ഇലക്ട്രോലൈറ്റ് എന്ന സാധനത്തിലാണ് ഇമ്മേഴ്സ് ചെയ്ത് കിടക്കുന്നത്. നമ്മൾ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, കെമിസ്ട്രിയിൽ നമ്മളെന്താ ഇതിനായിട്ടൊരു ചാപ്റ്ററിനെ പഠിക്കുന്നുണ്ട് അല്ലേ, സെൽസ് ഒക്കെ വെക്കുന്നത് അല്ലേ. ഓക്കെ, ഇനി നോക്കിക്കോ, അപ്പോൾ ഇവിടെ നോക്കിക്കോ, പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക് ശരിക്കും ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇവിടെ ഇങ്ങനെ റിയാക്ഷൻസ് നടക്കും. അങ്ങനെ റിയാക്ഷൻസ് നടന്നിട്ട് എന്ത് ചെയ്യൂടാ, അങ്ങനെ റിയാക്ഷൻസ് നടന്നിട്ട് ഇലക്ട്രോൺസ് ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ ഫ്ലോ നടക്കും. ഓക്കെ, ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യും. അപ്പോൾ ഇതാണ് അവിടെ നടക്കുന്നത്. ഓക്കെ, ഇനി ആ കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്ത് ഇങ്ങനെ വന്നിട്ട് ഇവിടെ എത്തും. ഇനി എന്ത് ചെയ്യണം, കറണ്ടിന് ഇതിലൂടെ പാസ് ചെയ്യണം, ഈ ഇലക്ട്രോലൈറ്റിലൂടെ പാസ് ചെയ്തിട്ട് വേണം ഇവിടെ എത്താൻ. ഓക്കെ, അപ്പോൾ കറണ്ടിന് ഇതിലൂടെ പാസ് ചെയ്യുമ്പോൾ ഇവൻ ഒരു ചെറിയ റെസിസ്റ്റൻസ് കൊടുക്കും. അതായത് ഉള്ളിലുള്ള ആൾ, സെല്ലിന്റെ ഉള്ളിലുള്ള ആൾ ഒരു റെസിസ്റ്റൻസ് കൊടുക്കും. അതിനാണ് നമ്മൾ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്നൊക്കെ വിളിക്കുക. എല്ലാ ടേമും സിമ്പിൾ ആക്കിയിട്ട് മനസ്സിലാക്കി പോട്ടോ. അപ്പോൾ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. നോക്കിക്കോ, അപ്പോൾ ഇന്റേണൽ റെസിസ്റ്റൻസിനെ പറ്റിയൊക്കെ പറയാൻ പോകുന്നത്. അപ്പോൾ സെല്ലിന്റെ ഉള്ളിൽ എന്താണ്, രണ്ട് ഇലക്ട്രോഡ്സ് ഉണ്ട്. അത് ഇലക്ട്രോലൈറ്റ് ഇമ്മേഴ്സ് ചെയ്താണ്. ഇതിന്റെ റിയാക്ഷൻ നടന്നിട്ട് ഇലക്ട്രോൺസ് ഒരു ഡയറക്ഷനിലേക്ക് പോകും. അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്താണ്, കറണ്ട് ഫ്ലോ ചെയ്യും. ആ കറണ്ട് അങ്ങനെ പോയി സെല്ലിന്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് സെല്ലിനെ ഇലക്ട്രോലൈറ്റ് ക്രോസ് ചെയ്യണം. അപ്പോൾ ആ ഇലക്ട്രോലൈറ്റ് ഒരു റെസിസ്റ്റൻസ് കൊടുക്കും. ആ റെസിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് എന്ത്, നമ്മളുടെ ഇന്റേണൽ റെസിസ്റ്റൻസ്. നോക്കാം. അപ്പോൾ നോക്കിക്കോ,
Internal resistance. When current flows through the cell, the electrolyte offer a resistance to the flow of current. This is called internal resistance of the cell. Small r വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. മറ്റേ external resistance capital R ഒക്കെ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യും അല്ലേ? ഓക്കെ, അപ്പോൾ this resistance inside a cell when current flows through it is called internal resistance. എന്താണ് internal resistance മനസ്സിലല്ലോ? കറണ്ട് ഇലക്ട്രോലൈറ്റിലൂടെ ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് ആണ് ഇന്റേണൽ റെസിസ്റ്റൻസ്. കഴിഞ്ഞു. അതിന്റെ SI യൂണിറ്റ് എന്ത് തന്നെയാണ്? അത് റെസിസ്റ്റൻസ് ആയതുകൊണ്ട് അതിന്റെ SI യൂണിറ്റ് ഓം തന്നെയാണ്, വേറൊന്നും പറയാനില്ല അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞു. ഓക്കെ, ഇനി നിങ്ങൾ എന്താണ് ഇതിന്റെ, അതായത് ഇന്റേണൽ റെസിസ്റ്റൻസിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സിന് വേഗം നോക്കാം. അതായത് നേച്ചർ ഓഫ് ഇലക്ട്രോലൈറ്റ്, എന്താണ് ഇതിന്റെ ഉള്ളിൽ നിറച്ചിട്ടുള്ളത് എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യും ഇന്റേണൽ റെസിസ്റ്റൻസിന്. പിന്നെ നേച്ചർ ഓഫ് ഇലക്ട്രോഡ്സ്, എന്താണ് ഈ ഇറക്കി വെച്ചിട്ടുള്ള ഈ സാധനങ്ങൾ, അത് ഡിപ്പെൻഡ് ചെയ്യും അല്ലേ? പിന്നെ ഏരിയ ഓഫ് പ്ലേറ്റ്സ് ഇമ്മേഴ്സ്ഡ് ഇൻ ഇലക്ട്രോലൈറ്റ്, ഇതിന്റെ ഏരിയ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, പിന്നെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്, അതായത് രണ്ട് പ്ലേറ്റിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എത്രയാണോ അതിനെയും ഈ ഇന്റേണൽ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്താണ് EMF, അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അവരുടെ വ്യത്യാസത്തിലേക്ക് കിടക്കാം. നോക്കോ EMF എന്താണ്? EMF പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു ബാറ്ററി വാങ്ങി, അപ്പോൾ അതിനകത്ത് എനിക്ക് കാണാം 12 വോൾട്ട് എന്നൊക്കെ കാണാം. ഓക്കെ, അപ്പോൾ ആ ബാറ്ററിയിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടോ? കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടോ? ഇല്ല. ബാറ്ററി ഇങ്ങനെ വെറുതെ വെച്ചാൽ കറണ്ട് ഫ്ലോ ചെയ്യോ? ഇല്ല. അതിനൊരു സർക്യൂട്ട് വേണം അല്ലേ? സർക്യൂട്ട് കംപ്ലീറ്റ് ആയാലേ ഈ കറണ്ട് ഫ്ലോ ചെയ്യുള്ളൂ. ഓക്കെ, ബാറ്ററി ഇങ്ങനെ എടുക്കുമ്പം അതിൻ്റെ അകത്തുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അല്ലെങ്കിൽ അതിൻ്റെ അക്രോസ് ഇപ്പോൾ ഒരു പൊട്ടൻഷ്യൽ ഒരു വ്യത്യാസം ഇല്ലേ, ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? EMF. അതായത് കറണ്ട് ഫ്ലോ ചെയ്യാത്ത സമയത്ത് പൊട്ടൻഷ്യലിലുള്ള വ്യത്യാസത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് EMF. നോക്കോ, EMF is the potential difference between the positive and negative electrodes of a cell in an open circuit. അതായത് when no current is flowing through the cell. കറണ്ട് ഫ്ലോ ചെയ്യാത്ത സമയത്തുള്ള പൊട്ടൻഷ്യലിൽ വരുന്ന വ്യത്യാസത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? EMF എന്ന് പറയുക. അതിന്റെ യൂണിറ്റ് എന്താണ്? വോൾട്ട്. ഓക്കെ, EMF എന്ന് കേൾക്കുമ്പോൾ അത് ഫോഴ്സ് ആണ് തെറ്റിദ്ധരിക്കരുത്. അതെന്താ? ഫോഴ്സ് അല്ല കേട്ടോ, അത് ഫോഴ്സ് അല്ല. നോട്ട് ദാറ്റ് EMF is not എന്താണ്? is actually potential difference and not a force. അത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്, ഫോഴ്സ് അല്ല എന്നൊരു ഐഡിയ നിങ്ങൾക്ക് വേണം. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ എന്താണ് കറണ്ട് ഫ്ലോ ചെയ്യാത്ത സമയത്തുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനാണ് നമ്മൾ EMF എന്ന് വിളിക്കുക. ഓക്കെ, ഇനി എന്താണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്? V = IR ഒക്കെ എഴുതിയില്ല, ആ V എന്താണെന്ന് അറിയണ്ടേ? അത് നമ്മൾ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറഞ്ഞാൽ ഒന്നുമില്ല, കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളിതാ നേരത്തെ ഒരു സർക്യൂട്ടൊക്കെ ഉണ്ടാക്കി വെച്ചില്ലേ, ഇങ്ങനെ ഒരു സർക്യൂട്ടൊക്കെ ഉണ്ടാക്കി വെക്കുന്നില്ലേ? ഓക്കെ, അപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് നോക്കിയോ, കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ അക്രോസ് ഉള്ള ആ പൊട്ടൻഷ്യൽ വരുന്ന വ്യത്യാസമല്ലേ, അതിനെ വിളിക്കുന്ന പേരാണ് നമ്മളുടെ ഈ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നൊക്കെ പറയുന്ന സാധനം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ V = IR ഒക്കെ അതായിരുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് മനസ്സിലായി. നോക്കോ, ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇലക്ട്രോഡ്സ് ഓഫ് എ സെൽ ഇൻ എ ക്ലോസ്ഡ് സർക്യൂട്ട്. അതായത് കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്തുള്ള പൊട്ടൻഷ്യൽ വരുന്ന വ്യത്യാസത്തിനാണ് നമ്മൾ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വിളിക്കുക. കറണ്ട് ഫ്ലോ ചെയ്യാത്ത സമയത്തുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനാണ് നമ്മൾ EMF എന്ന് വിളിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് സംഭവം. ഇനി ഇത് ഈ EMF-ഉം പൊട്ടൻഷ്യൽ ഡിഫറൻസും എങ്ങനെയാണ് റിലേറ്റ് ചെയ്യുന്നത്? അതിനൊരു ഇക്വേഷൻ കൂടെ തരാം. നോക്കോ, V = ഇതെന്താണ്? ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അത് = EMF - I × R. I എന്താണ്? കറണ്ട് ഫ്ലോയിങ് ആണ്. R എന്താണ്? ഇന്റേണൽ റെസിസ്റ്റൻസ്. അപ്പോൾ ഈ ഇക്വേഷനും കൂടെ നിങ്ങൾ പഠിച്ചു വെക്കണം. എന്താണ്? ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസും EMF-ഉം ഇന്റേണൽ റെസിസ്റ്റൻസും കണക്ട് ചെയ്യുന്ന ഇക്വേഷനാണ് ഇത്. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ EMF അല്ല, മാക്സിമം വാല്യൂ. അതിലൂടെ ഒരു കറണ്ട് പാസ് ചെയ്യുമ്പോൾ എന്തോ ഒരു സാധനം കുറയും. ആ കുറയുന്ന സാധനം എന്താ? IR ആണ്. ഇതിനെ ലോസ്റ്റ് വോൾട്ട് എന്നൊക്കെ പറയും, അതിന് മൈൻഡ് ആക്കണ്ട. ഓക്കെ, അപ്പോൾ V = E - IR. E എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ ആണ്. ഓക്കെ, അതിനകത്ത് കറണ്ട് ആ സെല്ലിലൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? അവിടെ V ആയി മാറും അല്ലേ? അതല്ല നമ്മൾ ആ ഡെഫിനിഷൻ വഴി പറയുന്നത്. ഡെഫിനിഷൻ വഴി അതല്ല പറഞ്ഞേ. അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്തുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. EMF എന്ന് പറഞ്ഞാൽ കറണ്ട് ഫ്ലോ ചെയ്യാത്ത സമയത്തുള്ളതാണ്. കറണ്ട് ഫ്ലോ ചെയ്താൽ EMF എന്തോ കുറയും, എന്നിട്ട് എന്താവും? നമ്മളുടെ ഈ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈക്വൽ ആവും. അപ്പോൾ V = E - IR. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഈ ബാക്കി ഇതാ നമുക്ക് നോക്കാം. നോക്കോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നോക്കാനുള്ളത് സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ ആണ്. എന്തിന്റെ? റെസിസ്റ്ററുകളുടെ സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ ആണ്. അപ്പോൾ ഇതിന്റെ ഡെറിവേഷൻ ചോദിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് അറിയണം, അല്ലെങ്കിൽ ഒരു ഐഡിയ ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്യുന്നതിനാണ് സീരീസ് കോമ്പിനേഷൻ എന്ന് പറയുക. സീരീസ് കോമ്പിനേഷൻ, രണ്ട് റെസിസ്റ്റേഴ്സ് ഇങ്ങനെ അടുപ്പിച്ച് കണക്ട് ചെയ്യുക. നോക്കോ, I കറണ്ട് ഇതിലൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ രണ്ട് റെസിസ്റ്ററുകളിലൂടെയും സെയിം കറണ്ട് ആണ് പോവുക. അപ്പം സീരീസ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ കറണ്ട് സെയിം ആയിരിക്കും, രണ്ട് റെസിസ്റ്ററുകളിലുള്ള കറണ്ട് സെയിം ആയിരിക്കും. എന്നാൽ പൊട്ടൻഷ്യൽ മാറും അല്ലേ? ഇവിടെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് V1 ആണെങ്കിൽ ഇവിടെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് V2 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ടോട്ടൽ V എന്ന് പറയുന്നത് ഈ V1-ന്റെയും V2-ന്റെയും സം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ V = V1 + V2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ V-ന്റെ ഇക്വേഷൻ എന്ത് എഴുതാം? V എന്ന് പറഞ്ഞാൽ I × നെറ്റ് റെസിസ്റ്റൻസ് ആയിരിക്കും, I × R നെറ്റ് അല്ലേ? I × R നെറ്റ് = V1 ഇക്വേഷൻ എങ്ങനെ എഴുതാം? V = IR അല്ലേ? V1 = I × R1 അല്ലേ? IR1
പ്ലസ് V2 ഇക്വേഷൻ എങ്ങനെ എഴുതാം I into R2 എഴുതാം അല്ലെ I into R2 എന്ന് എഴുതാം ഓക്കെ ഈ സൈഡിൽ I കോമൺ അല്ല അങ്ങനെയാണോ നോക്കോ I R net is equal to I into R1 plus R2 അല്ലെ എങ്ങനെ കിട്ടി ഓക്കെ ഇനി I അവിടെയും ഇവിടെയും വെട്ടിക്കോ I ഇവിടുന്നും വെട്ടുന്നു അങ്ങനെയാണെങ്കിൽ R net എന്ത് കിട്ടിയടാ R net is equal to R1 plus R2 ഇനി അങ്ങനെ n എണ്ണം ഉണ്ടെങ്കിൽ R1 plus R2 plus അങ്ങനെ ടിൽ n വരെ അങ്ങനെ പോകും ഓക്കെ കഴിഞ്ഞു ഇതാണ് സീരീസ് കോമ്പിനേഷനിലുള്ള നെറ്റ് റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ ഓക്കെ ഇനി നമുക്ക് പാരലൽ കോമ്പിനേഷനിലേക്ക് പോകാം നോക്കിക്കോ പാരലൽ കോമ്പിനേഷൻ എന്നുള്ള ഈ ഒരു അറേഞ്ച്മെന്റ് ആണ് ഓക്കെ പാരലൽ കോമ്പിനേഷൻ നിങ്ങൾ മനസ്സിലാണ്ട് മറ്റോടത്ത് കറണ്ട് സെയിം ആയിരുന്നെങ്കിൽ ഇവിടെ സെയിം ആവാൻ പോകുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് എന്ന് പറഞ്ഞ സാധനമാണ് സെയിം ആവാൻ പോകുന്നത് നോക്കിക്കോ ഇവിടെ V ആണെങ്കിൽ ഈ റെസിസ്റ്ററിന്റെ അക്രോസ് ഉള്ളതും V ആയിരിക്കും ഈ റെസിസ്റ്ററിന്റെ അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസും V തന്നെ ആയിരിക്കും ഇതൊക്കെ V തന്നെ ആയിരിക്കും ഇനി എന്താ സംഭവിക്കുന്നത് ഈ കറണ്ട് ഇങ്ങനെ പോയി ഇവിടെ എത്തും എന്നിട്ട് എന്ത് ചെയ്യും കറണ്ട് സ്പ്ലിറ്റ് ചെയ്യും അല്ലെ റെസിസ്റ്റൻസ് കൂടിയതിലൂടെ കുറവ് കറണ്ട് പാസ് ചെയ്യും അല്ലെ അറിയാലേ കൂടുതൽ ഒപ്പോസ് ചെയ്താൽ കുറച്ച് കറണ്ട് പാസ് ചെയ്യും അങ്ങനെയാണ് I1 ഇതിലൂടെയും പോയി I2 ഇതിലൂടെയും പോയി ഓക്കെ ഇനി നോക്കിക്കോ ഇവിടെ ഉള്ളത് V ആണ് ഇവിടെയുള്ളത് V ആണ് അല്ലെ അപ്പൊ സംഭവിക്കുന്നത് എന്താ I എന്ന് പറഞ്ഞാൽ I1 I2 സം ആണ് അല്ലെ അങ്ങനെയാണ് ടോട്ടൽ കറണ്ട് I ഈക്വൽ ടു I1 പ്ലസ് I2 എന്ന് എനിക്ക് എഴുതാം ഈ ഫിഗർ വെച്ചിട്ട് അല്ലെ അങ്ങനെയാണെങ്കിൽ ഈ I എന്ന് പറഞ്ഞാൽ എന്താണ് I എന്ന് പറഞ്ഞാൽ എന്താ ഇതാ I എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ V/R അല്ലെ V ഈക്വൽ ടു IR ആണെങ്കിൽ I എന്ന് പറഞ്ഞാൽ V/R ആണ് സംശയമില്ലല്ലോ അങ്ങനെയാണെങ്കിൽ Iക്ക് പകരം എനിക്ക് എന്ത് എഴുതാം നോക്കോ V എത്രയായിരിക്കും R നെറ്റ് അല്ലെ നെറ്റ് റെസിസ്റ്റൻസ് ഇതിന്റെ നെറ്റ് റെസിസ്റ്റൻസ് V/R നെറ്റ് ഇസ് ഈക്വൽ ടു എന്ത് എഴുതാടാ I1 ഇക്വേഷൻ എങ്ങനെ എഴുതാം I1 എന്ന് പറഞ്ഞാൽ V/R1 അല്ലെ V/R1 പ്ലസ് I2 എന്ന് പറഞ്ഞാൽ എന്താണ് V/R2 അങ്ങനെ എഴുതിക്കൂടെ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് V കോമൺ എടുക്കുക അങ്ങനെയാണെങ്കിൽ V/R നെറ്റ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടിയടാ V into 1/R1 plus 1/R2 അല്ലെ ഇങ്ങനെ കിട്ടിയോ കിട്ടി സംശയമില്ലല്ലോ ഇനി എന്ത് ചെയ്യാം V ഇവിടുന്നും കട്ട് ചെയ്യാം ബാക്കിയുള്ള എന്ത് കിട്ടി ഇക്വേഷൻ എന്ത് കിട്ടി 1/R net is equal to 1/R1 plus 1/R2 ഓക്കെ ഇനി അങ്ങനെ n എണ്ണം ഉണ്ടെങ്കിൽ ടിൽ 1/Rn വരെ അങ്ങനെ പോകാം ഓക്കെ ഇപ്പൊ രണ്ട് റെസിസ്റ്റൻസ് ആണ് ഡയറക്റ്റ് R net കാണണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്തിട്ട് എഴുതിയാൽ മതി ഓക്കെ അതിനാൽ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്തിട്ട് R നെറ്റിന്റെ ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ ഡയറക്റ്റ് എഴുതി വെച്ചോ R1 R2 by R1 plus R2 ഇതും വേണമെങ്കിൽ പഠിച്ചു വെച്ചോ ഓക്കെ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ഇങ്ങനെ എഴുതാം R net ഓക്കെ ഇത് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും ഓക്കെ ഇപ്പൊ നമ്മൾ റെസിസ്റ്ററുകളുടെ സീരീസ് പാരലൽ കോമ്പിനേഷൻ കഴിഞ്ഞ് നമ്മൾ സെല്ലുകളുടെ സീരീസ് പാരലൽ കോമ്പിനേഷൻ ആണ് നോക്കാൻ പോണേ സെല്ലുകൾ നോക്കിയോ രണ്ട് സെല്ലുകൾ ഇങ്ങനെ അടുപ്പിച്ച് വെച്ചാൽ അതിനെ സെല്ലിന്റെ സീരീസ് കോമ്പിനേഷൻ എന്ന് വിളിക്കാം അങ്ങനെ സെല്ലുകൾ അടുപ്പിച്ച് വെച്ചാൽ അവിടെ ഇന്റേണൽ റെസിസ്റ്റൻസ് നെറ്റ് ഇന്റേണൽ റെസിസ്റ്റൻസ് എത്ര ആയിരിക്കും നെറ്റ് EMF അല്ലെ നെറ്റ് EMF എത്രയായിരിക്കും എന്നുള്ളതാണ് നോക്കുന്നത് ഓക്കെ അപ്പൊ ഈ ഇക്വലന്റ് പറഞ്ഞാൽ ഒന്നുമില്ല E1 plus E2 ഇതിന്റെ E1 ആണെങ്കിൽ ഇതിന്റെ E2 ആണെങ്കിൽ രണ്ടും കൂടെ ആഡ് ചെയ്യുക സീരീസ് ആണെങ്കിൽ ഓക്കെ മീൻസ് സീരീസ് ആണെങ്കിൽ രണ്ടും കൂടെ ആഡ് ചെയ്യുക ഓക്കെ ഈ പാരലൽ ആണെങ്കിൽ അടുത്തതിലേക്ക് പറയാം ഓക്കെ ഇനി ഇതാ ഇക്വലന്റ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇക്വലന്റ് ഇന്റേണൽ റെസിസ്റ്റൻസ് എങ്ങനെ പറയാം അതും ഇതേപോലെ തന്നെ R1 plus R2 അപ്പൊ സീരീസ് ആണെങ്കിൽ ഈ ഇക്വലന്റ് ഇസിക്കൽ E1 plus E2 ആണ് R ഇക്വലന്റ് ഇസിക്കൽ ടു R1 plus R2 ആണ് പ്രശ്നമല്ലോ ഓക്കെ ഇനി അതേപോലെ തന്നെ പാരലൽ കോമ്പിനേഷൻ ആണ് വിചാരിക്കുക പാരലൽ കോമ്പിനേഷൻ രണ്ട് സെല്ലുകൾ ഇങ്ങനെ പാരലൽ കോമ്പിനേഷനിലാണ് വെക്കുന്നതെങ്കിൽ ഈ ഇക്വലന്റ് പഠിച്ചു വെച്ചോ ഈ ഇക്വലന്റ് ഇസിക്കൽ ടു E1 R2 plus E2 R1 by R1 plus R2 രണ്ടെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലെ E1 R2 plus E2 R1 by R1 plus R2 ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ ഓക്കെ ഇനി R ഇക്വലന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ R1 R2 by R1 plus R2 ഇത് നമ്മൾ ഈ ഇക്വേഷൻ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് പാരലൽ പഠിച്ചില്ലേ അതേപോലെ തന്നെ ഓക്കെ അപ്പൊ ജസ്റ്റ് ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി ഓക്കെ ഇതങ്ങനെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാറില്ല സെൽസിന്റെ സീരീസും പാരലും പരീക്ഷയ്ക്ക് ചോദിക്കാറില്ല വെറുതെ ഞാൻ ഇവിടെ പറഞ്ഞു എന്നുള്ളൂ ഓക്കെ അപ്പൊ അത് കഴിഞ്ഞു ഇനി എന്താണ് ഇലക്ട്രിക്കൽ എനർജി നമുക്ക് നോക്കാം എന്താണ് ഇലക്ട്രിക്കൽ എനർജി പറഞ്ഞാൽ വർക്ക് ഡൺ ബൈ ദ സോഴ്സ് ഇൻ മെയിൻറ്റെയിനിങ് ഇലക്ട്രിക് കറണ്ട് ഇൻ എ സർക്യൂട്ട് അതായത് ഒരു സർക്യൂട്ടിൽ വേണ്ട വർക്ക് എന്തിനാടാ ഇലക്ട്രിക് കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യിക്കാൻ അതിനാണ് എന്ത് പറയാ ആ വർക്കാണ് എന്ത് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നത് ഓക്കെ പ്രശ്നമല്ലല്ലോ ഓക്കെ അപ്പോൾ ഇലക്ട്രിക്കൽ എനർജിന്റെ യൂണിറ്റ് എന്തായിരിക്കും നമുക്കറിയാം എനർജിന്റെ യൂണിറ്റ് എന്താണ് ജൂളാണ് നമുക്കറിയാത്ത പ്രശ്നമൊന്നുമില്ല അല്ലെ ജൂളാണ് അപ്പോൾ ഇലക്ട്രിക്കൽ എനർജി എന്താ നോക്കുക ടോട്ടൽ വർക്ക് ഡൺ ബൈ ദ സോഴ്സ് ഓഫ് EMF ഇൻ മെയിൻറ്റെയിനിങ് ദ ഇലക്ട്രിക്കൽ കറണ്ട് അതിനെ ആ വർക്കാണ് എന്തായി മാറുന്നത് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നത് ഓക്കെ കുഴപ്പമില്ല അങ്ങനെയാണ് അതിന്റെ ഇക്വേഷൻസ് നോക്കിക്കോ വർക്ക് ഡൺ ബൈ ദ സെൽ ഓൺ എ ചാർജ് Q അണ്ടർ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് V വോൾട്ട് എന്നൊക്കെ നമ്മൾ തുടങ്ങിയിട്ടാണ് നമ്മൾ ആ ഇക്വേഷനിലേക്ക് എത്തുന്നത് ഓക്കെ അപ്പോൾ വർക്ക് ഇസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഇൻറ്റു ചാർജ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ അല്ലേ പഠിച്ചിട്ടുണ്ട് അവിടെ പൊട്ടൻഷ്യൽ ഇസിക്കൽ വർക്ക് ബൈ ചാർജ് എന്നൊക്കെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് V ഇസിക്കൽ IR സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു Q IT സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് W ഇസിക്കൽ I² RT എന്ന് കിട്ടി ഈ വർക്കല്ലട എനർജി എന്ന് പറയുന്നത് ഈ വർക്കല്ല എനർജി ആയിട്ട് കൺവേർട്ട് ആവുന്നത് അങ്ങനെയാണെങ്കിൽ W ക്ക് പകരം E ഇസിക്കൽ ടു I² RT എന്ന് നമുക്ക് എഴുതാൻ പറ്റും അല്ലേ E ഇസിക്കൽ ടു I² RT എന്ന് നമുക്ക് എഴുതാൻ പറ്റും കുഴപ്പമില്ലല്ലോ E ഇസിക്കൽ I² RT എന്ന് കിട്ടി ഇനി I² RT യിൽ R ന് V/I ഇട്ട് കൊടുത്ത് അങ്ങനെയാണെങ്കിൽ ആ മോളത്തെ I² ഐയും താഴെ ഐയും കൂടെ കട്ട് ചെയ്തിട്ട് E ഇസിക്കൽ ടു V/T എന്ന് വേറൊരു ഇക്വേഷൻ കിട്ടി അതേപോലെ തന്നെ ഈ ഐക്ക് ഇനി V/R ഇട്ട് കൊടുത്ത്
ഇനി അതേപോലെ അങ്ങനെ അടുത്ത ഇക്വേഷൻ കിട്ടി E is equal to V²T/R. ഓക്കെ, അങ്ങനെ നമുക്ക് എനർജീൻ്റെ 3 ഇക്വേഷൻസ് കിട്ടി. എന്തൊക്കെയാണ് നോക്കിക്കോ, എന്തൊക്കെ കിട്ടി? E is equal to I²RT, VIT, V²T/R. ഇത്ര ഇക്വേഷൻസ്, 3 ഇക്വേഷൻസ് കിട്ടി. കുഴപ്പമില്ലല്ലോ, 3 ഇക്വേഷൻസ് കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? പവർ എന്ന് പറയുന്ന സംഭവമില്ലേ? ഓക്കെ, പവർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? It is defined as the rate of electrical energy per unit time. പവർ എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ ടൈം അല്ലേ? വർക്ക് ഇസ് ഈക്വൽ ടു എനർജി അല്ലേ? അങ്ങനെയാണ് പവർ ഇസ് ഈക്വൽ ടു ആ എനർജി ബൈ ടൈമിനെ വിളിക്കുന്ന പേരാണ്. എനർജീൻ്റെ ഇക്വേഷൻ 3 നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടിയിരുന്നു. ഇതിനെ 3നെയും ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്ത് അപ്പോൾ നമുക്ക് എന്തിൻ്റെ ഇക്വേഷൻ കിട്ടും? പവറിൻ്റെ ഇക്വേഷൻ കിട്ടും. നോക്കാം. അപ്പോൾ ആ ഇക്വേഷൻസ് നോക്കിയോ, I²RT, V²T/R, VIT അല്ലേ? ആ ഇക്വേഷൻസ് 3ഉം നമ്മൾ T കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് പവറിൻ്റെ ഇക്വേഷൻ കിട്ടി. P is equal to I²R, V²/R, IV. ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. P is equal to IV ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇനി ഇലക്ട്രിക്കൽ പവറിന്റെ യൂണിറ്റ് എന്തായിരിക്കും? വാട്ടായിരിക്കും. പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഇനി ഇതാ ഇലക്ട്രിക്കൽ എനർജീന്റെ SI യൂണിറ്റ് നമുക്കറിയാം. അതെന്തായിരുന്നു? ജൂളായിരുന്നു അല്ലേ? ജൂളായിരുന്നു എനർജി. എന്താ ഇലക്ട്രിക്കൽ എനർജീന്റെ SI യൂണിറ്റ് എന്താ? SI യൂണിറ്റ് എന്താണ്? ജൂളായിരുന്നു. പക്ഷെ കമേഴ്ഷ്യൽ യൂണിറ്റ് ജൂളല്ല. കമേഴ്ഷ്യൽ യൂണിറ്റ് പറഞ്ഞാൽ നമ്മൾ കോമൺ ആയിട്ട് എന്താണ് ബില്ല്, നമ്മൾ ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ വരുമ്പോൾ അതിനകത്ത് എനർജി കൺസംഷൻ നമ്മൾ കാണുക കിലോവാട്ട് ഹവറിലാണ്. എന്തിന്? കിലോവാട്ട് ഹവർ. അപ്പം SI യൂണിറ്റ് ജൂളാണ്. കമേഴ്ഷ്യൽ യൂണിറ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, കമേഴ്ഷ്യൽ യൂണിറ്റ്. ആ കമേഴ്ഷ്യൽ യൂണിറ്റ് ഏതാണെന്ന് കൂടെ പറയാം. ഓക്കെ, കമേഴ്ഷ്യൽ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കമേഴ്ഷ്യൽ യൂണിറ്റ് കിലോവാട്ട് ഹവറാണ്. കേട്ടിട്ടില്ലേ? കിലോവാട്ട് ഹവറാണ്. അങ്ങനെയാണ് ഈ കമേഴ്ഷ്യൽ യൂണിറ്റും ആ SI യൂണിറ്റ് നമ്മൾ റിലേഷൻ കൂടെ പഠിച്ചു വെച്ചോ. 1 കിലോവാട്ട് ഹവർ ഇസ് ഈക്വൽ ടു 3.6 × 10⁶ ജൂളാണ്. 1 കിലോവാട്ട് ഹവർ ഇസ് ഈക്വൽ ടു 3.6 × 10⁶ ജൂൾ. കഴിഞ്ഞു. ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ പവർ കഴിഞ്ഞു, എനർജി കഴിഞ്ഞു. ഇനി നമ്മൾ കിർച്ചോഫിന്റെ റൂളിലേക്ക് പോകാൻ പോകും. നോക്കിക്കോ. ഓക്കേടാ, നീ ഇതാ നോക്കിക്കോ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണ കിർച്ചോഫിന്റെ ലോകളാണ്. കിർച്ചോഫിന്റെ ലോ 2 ലോ ആണുള്ളത്. അതായത് കിർച്ചോഫ് ഫസ്റ്റ് റൂൾ ഉണ്ട്, സെക്കൻഡ് റൂൾ ഉണ്ട്. നോക്കിക്കോ, കിർച്ചോഫിന്റെ ഫസ്റ്റ് ലോ ഉണ്ട്, സെക്കൻഡ് ലോ ഉണ്ട്. ഫസ്റ്റ് ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ജംഗ്ഷൻ റൂൾ എന്നൊക്കെ വിളിക്കും. സെക്കൻഡ് ലോ എന്ന് പറഞ്ഞാൽ അതിനെ ലൂപ്പ് റൂൾ എന്നൊക്കെ വിളിക്കും. നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ് അല്ലേ? ഓക്കെ, ഇനി ഫസ്റ്റ് ലോ കൺസർവേഷൻ ഓഫ് ചാർജുമായിട്ട് ഡീൽ ചെയ്യുന്ന ലോ ആണ്. ഫസ്റ്റ് ലോ എന്താണ്? കൺസർവേഷൻ ഓഫ് ചാർജ് ആയിട്ട് ഡീൽ ചെയ്യുന്നതാണ്. സെക്കൻഡ് ലോ കൺസർവേഷൻ ഓഫ് എനർജി ആയിട്ട് ഡീൽ ചെയ്യുന്നതാണ്. ഈ ബോക്സ് ഒന്ന് ഓർമ്മിക്കുക. ഓക്കെ, ഈ ബോക്സ് ഒന്ന് ഓർമ്മിക്കുക. അപ്പം എന്താണ് കിർച്ചോഫ്സ് ലോ എന്നുള്ളതിൽ കിടക്കാം. ഇതിൽ നമ്മൾ ഫസ്റ്റ് റൂൾ അല്ലെങ്കിൽ ജംഗ്ഷൻ റൂൾ അല്ലെങ്കിൽ കറണ്ട് റൂൾ എന്നൊക്കെ പറയുന്ന സാധനത്തിലേക്കാണ് കിടക്കുന്നത്. ഓക്കെ, ഇത് എവിടെ ഉപയോഗിക്കാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ V is equal to IR, ഓംസ് ലോ ആഡിക്വേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഓംസ് ലോ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റാത്ത സർക്യൂട്ടുകൾ അല്ലെങ്കിൽ വലിയ വലിയ ലൂപ്പുകളൊക്കെ നമുക്ക് എന്തുകൊണ്ട് സോൾവ് ചെയ്യാം? ഈ ഒരു കിർച്ചോഫിന്റെ റൂൾ കൊണ്ട് സോൾവ് ചെയ്യാം. നോക്കോ, ഇൻ കേസ് ഓഫ് കോംപ്ലിക്കേറ്റഡ് ഇലക്ട്രിക്കൽ സർക്യൂട്ട് കൺസിസ്റ്റിംഗ് ഓഫ് നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് ആൻഡ് സെൽസ് ഇന്റർ കണക്റ്റഡ്, ഓംസ് ലോ ഇസ് നോട്ട് ആഡിക്വേറ്റ് ടു സോൾവ് ഇറ്റ് അല്ലെ? അങ്ങനെയാണെങ്കിൽ കിർച്ചോഫ്സ് put forward 2 laws related to such circuit. അങ്ങനെയാണ് കിർച്ചോഫ് റൂൾസ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് റൂൾ നമുക്ക് പറയാം. നോക്കിക്കോ, ദ ഓൾജിബ്രൈക് സം ഓഫ് കറണ്ട് മീറ്റിംഗ് അറ്റ് എ ജംഗ്ഷൻ ഇസ് ഈക്വൽ ടു 0. അതായത് ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ട് ഇസ് ഈക്വൽ ടു ജംഗ്ഷനിൽ പോകുന്ന കറണ്ട്. അതാണ് എന്ത് പറയുന്നത്? കിർച്ചോഫിന്റെ റൂൾ പറയുന്നത് എന്താണ്? ജംഗ്ഷനിലോട്ട് വരുന്ന കറണ്ട് ഇസ് ഈക്വൽ ടു ജംഗ്ഷനിൽ പോകുന്ന കറണ്ട്. നോക്കി, ഈ ജംഗ്ഷൻ, ഇതാണ് ഒരു ജംഗ്ഷൻ. ഓക്കെ, ഈ ജംഗ്ഷനിലേക്ക് ആരൊക്കെയാണ് വരുന്നത്? ആരോ മാർക്ക് കണ്ട് പറ, ആരൊക്കെയാണ് വരുന്നത്? I1 വരികയാണ്, I2 വരികയാണ്, I3 പോവുകയാണ്, I4 പോവാണ്, I5 പോവാണ്. അപ്പൊ ഞാൻ പറഞ്ഞ എന്താ? ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ട് ഇസിക്വൽ ടു ജംഗ്ഷനിൽ പോണ കറണ്ട് അല്ലേ? വരുന്ന ആൾക്കാർ I1 + I2 ഇസിക്വൽ ടു പോണ ആൾക്കാർ I3 + I4 + I5. ഇതാണ് സംഭവം. ഇതാ I1 + I2 ഇസിക്വൽ ടു I3 + I4 + I5. അപ്പോൾ ഇതാ കറണ്ട് എൻട്രിങ് ഇസിക്വൽ ടു കറണ്ട് ലീവിങ്. ഇത് അങ്ങോട്ട് ഓർത്ത് വെച്ചാൽ പ്രശ്നം കഴിഞ്ഞു. ഓക്കെ അല്ലേ? ഇനി ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. അതാണിക്കോ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് I ഇൻ ദ ഗിവൺ സർക്യൂട്ട്. ഈ സർക്യൂട്ടിൽ നമ്മൾ I കണ്ടുപിടിക്കാം. എന്താ? സിമ്പിൾ അല്ലേ? നമുക്ക് അറിയുന്ന സാധനമാണ്. കറണ്ട് എൻറ്ററിങ് ഇസ് ഈക്വൽ ടു കറണ്ട് ലീവിങ് അല്ലേ? വരുന്ന കറണ്ട് ഇസിക്വൽ പോണ കറണ്ട്. വരുന്ന ആയിരിക്കാടാ 0.2 വരികയാണ് അല്ലേ? ആരോ മാർക്ക് കണ്ടിട്ട് 0.6 വരികയാണ്. 0.2 വരുന്നു, 0.6 വരുന്നു, 0.7 വരുന്നു. 3 ആൾക്കാരാണ് വരുന്നത്. ഓക്കെ, ഇനി പുറത്തേക്ക് പോണതായിരിക്കുക 0.4 പുറത്തേക്കാ പോണേ. ആരോ നോക്കിയിട്ട് പറയണം 0.4 പുറത്തേക്കാ. പിന്നെ ആരാ? I പുറത്തേക്കാ. ആണല്ലോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, പിന്നെ ആരാ പുറത്തേക്ക് ആരാ? 0.5 പുറത്തേക്കാ. ഓക്കെ, അങ്ങനെയാണ് സംഭവം കഴിഞ്ഞു. ഇനി ഇങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കിക്കോ. 0.2 + 0.6 + 0.7. 0.6ഉം 0.7ഉം 1.3 ആണ്. 1.3ഉം 0.2 എന്ന് പറഞ്ഞാൽ 1.5. 1.5 ഇസുകൾ എത്ര എന്നാ? 0.4ഉം 0.5ഉം 0.9 വന്ന് അല്ലേ? 0.9 + I. അങ്ങനെ I ഇസുകൾ എന്ത് കിട്ടിയടാ? I ഇസുകൾ എന്ത് കിട്ടി? 1.5 - 0.9 എന്ന് വെച്ചാൽ 0.6 ആംപിയർ. ഇതാണ് കിർച്ചോഫിന്റെ ഫസ്റ്റ് റൂൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ. സംഭവം കഴിഞ്ഞല്ലോ, സിമ്പിൾ അല്ലേ? ഇനി നമുക്ക് കിർച്ചോഫിന്റെ സെക്കൻഡ് റൂളിലേക്ക് കിടക്കാം. നോക്കിക്കോ, കിർച്ചോഫ് സെക്കൻഡ് റൂൾ അല്ലെങ്കിൽ വോൾട്ടേജ് റൂൾ അല്ലെങ്കിൽ മെഷ് റൂൾ അല്ലെങ്കിൽ ലൂപ്പ് റൂൾ എന്നൊക്കെ പറയുന്ന ഈ സാധനം സിമ്പിൾ ആണ്. നോക്കിക്കോ, ഇൻ എ ക്ലോസ്ഡ് സർക്യൂട്ട് ഓൾജിബ്രൈക് സം ഓഫ് പ്രോഡക്റ്റ് ഓഫ് ദ കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ദ ടോട്ടൽ EMF ഇൻ ദ സർക്യൂട്ട്. എന്ന് വെച്ചാൽ ഒരു സർക്യൂട്ട് അല്ലെങ്കിൽ ഒരു ക്ലോസ്ഡ് ലൂപ്പ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിലുള്ള ടോട്ടൽ EMFന്റെ ടേമുകൾ ഇസ് ഈക്വൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ് ടേമുകൾ. ഓക്കെ, അതായത് ടോട്ടൽ EMFന്റെ
കറണ്ടിന്റെ ടേമുകൾ ഈക്വൽ ടു എന്തായിരിക്കും? ടോട്ടൽ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ടേമുകൾക്ക് ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇങ്ങനെയും കൂടെ എഴുതാം, ഇ മൈനസ് ഐ ആർ ഇസ് ഈക്വൽ ടു 0. ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ പറയാം, ഓൾജിബ്രായിക് സം ഓഫ് വോൾട്ടേജ് ഇസ് ഈക്വൽ ടു 0 അല്ലെ. ഈ മൈനസ് ഐ ആർ 0 ആണെങ്കിൽ ഓൾജിബ്രായിക് സം ഓഫ് വോൾട്ടേജ് ഇസ് ഈക്വൽ ടു 0 എന്നൊക്കെ എന്താടാ എനിക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ജസ്റ്റ് നിങ്ങൾ ഈ ഒരു കാര്യം ഓർത്താൻ വെച്ചാൽ മതി. ഇന്റെ ടേമുകൾ, ടോട്ടൽ ഒരു ലൂപ്പിലുള്ള ഇന്റെ ടേമുകൾ ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ ടേമുകൾ. ഇത്ര ആലോചിച്ചാൽ മതി. ഇനി ഇതിന്റെ ഒരു സൈൻ കൺവെൻഷൻ കൂടെ പഠിച്ചാൽ സംഭവം കഴിഞ്ഞു. സൈൻ കൺവെൻഷൻ നല്ലോണം ശ്രദ്ധിച്ചോ. അതായത് നമുക്ക് ശ്രദ്ധിക്കണം, നമ്മളൊരു ലൂപ്പ് എടുക്കുകയാണെങ്കിൽ നമ്മളൊരു ലൂപ്പിന്റെ ഡയറക്ഷൻ കൺസിഡർ ചെയ്താൽ നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ലൂപ്പ് എടുത്തു, ആ ലൂപ്പിന് നമ്മൾ ഇപ്പോൾ ആ ലൂപ്പിലൂടെ ഏതിലൂടെ ഡയറക്ഷനിൽ കറണ്ട് പോകുന്നുണ്ടാവും. നമ്മൾ ആ ലൂപ്പിന് ഒരു ഡയറക്ഷൻ കൊടുക്കുക. ഓക്കെ, ഇനി നോക്കിക്കോ, ഞാൻ കൺസിഡർ ചെയ്ത ലൂപ്പ് ഇതാ എ എന്ന് ബിയിലേക്ക് പോകുന്ന ഡയറക്ഷനിലാണ്. എ എന്ന് ബിയിലേക്ക് പോകുന്ന ഡയറക്ഷനിലാണ് ഞാൻ എൻ്റെ ലൂപ്പ് കൺസിഡർ ചെയ്തത്. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു കാര്യം പറയാം, നമ്മൾ പ്രോബ്ലത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, എ എന്ന് ബിയിലേക്കാണ് ഞാൻ എൻ്റെ ലൂപ്പിന്റെ ഡയറക്ഷൻ കൺസിഡർ ചെയ്തത്. അതേ ഡയറക്ഷനിലാണ് ആ സർക്യൂട്ടിൽ കറണ്ട് പോകുന്നതെങ്കിൽ ആ കറണ്ടിനെ നമ്മൾ പോസിറ്റീവായി എടുക്കണം. എന്ന് വെച്ചാൽ എന്താണ്, ഞാൻ കൺസിഡർ ചെയ്ത ലൂപ്പിന്റെ അതേ ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കറണ്ടിന്റെ ടേം നമ്മൾ പോസിറ്റീവ് കറണ്ട് ആയിട്ട് എടുക്കണം. ഓക്കെ അല്ലേ, പ്രശ്നമല്ലോ. ഇതിങ്ങനെ കണ്ടാൽ മനസ്സിലാവില്ല, പ്രോബ്ലത്തിൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി നോക്കുക, അതേപോലെ തന്നെ ഞാൻ കൺസിഡർ ചെയ്ത ലൂപ്പിന്റെ ഡയറക്ഷൻ എ ടു ബി ആണെന്ന് പറഞ്ഞല്ലോ, ഇനി മാറ്റാൻ പറ്റൂല. ഞാൻ കൺസിഡർ ചെയ്ത ലൂപ്പിന്റെ ഡയറക്ഷൻ എ ടു ബി ആണ്, അതിന്റെ ഓപ്പോസിറ്റ് ആണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതായിട്ട് കാണുന്നതെങ്കിൽ ആ കറണ്ടിനെ നമ്മൾ നെഗറ്റീവ് ആയിട്ട് എടുക്കണം. എന്താണ്, ദ കറണ്ട് ഇസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ദ ലൂപ്പ്. ഞാൻ കൺസിഡർ ചെയ്ത ലൂപ്പിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് കറണ്ടെങ്കിൽ ആ കറണ്ടിനെ നമ്മൾ നെഗറ്റീവ് ആയിട്ട് എടുക്കണം. ഇതാണ് കറണ്ടിന്റെ സൈൻ കൺവെൻഷൻ. ഓക്കെ, കൺസിഡർ ചെയ്ത ലൂപ്പിന്റെ അതേ ഡയറക്ഷനാണ് കറണ്ടെങ്കിൽ ആ കറണ്ട് പോസിറ്റീവ് ആയിരിക്കണം. കൺസിഡർ ചെയ്ത ലൂപ്പിന്റെ ഡയറക്ഷന്റെ ഓപ്പോസിറ്റ് ആണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്, ആ കറണ്ട് നെഗറ്റീവ് ആയിരിക്കണം. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി ഇതിപ്പോ കൺവെൻഷൻ ഓഫ് എന്താണ്, കറണ്ടിന്റെ സൈൻ കൺവെൻഷൻ കിട്ടി. ഇനി വോൾട്ടേജിന്റെ സൈൻ കൺവെൻഷൻ അല്ലെങ്കിൽ ഇ എം എഫ് ടേമിന്റെ സൈൻ കൺവെൻഷൻ കാണാം അല്ലേ. ഓക്കെ, നോക്കോ, സൈൻ കൺവെൻഷൻ ഫോർ ഇ എം എഫ് ഇൻ ലൂപ്പ് റൂൾ. നല്ലോണം ശ്രദ്ധിക്കണം. നോക്കോ, ഞാനിതാ നോക്കോ, ഇങ്ങനെ കറണ്ട്, ഞാനാണ് ഇപ്പൊ കറണ്ട്, ഞാൻ ഇങ്ങനെ നടന്നു പോവാ, ഞാനാണ് ഈ കറണ്ട്. ഓക്കെ, ഞാൻ ഇങ്ങനെ നടന്ന് പോയിട്ട് ആദ്യം ഒരു ടെർമിനൽ തട്ടും അല്ലേ. എന്നിട്ട് തട്ടാൻ പോണ രണ്ടാമത്തെ ടെർമിനൽ പോസിറ്റീവ് ആണെങ്കിൽ തട്ടാൻ പോകുന്ന രണ്ടാമത്തെ ടെർമിനൽ, മലയാളത്തിൽ തന്നെ കേട്ടോ, തട്ടാൻ പോകുന്ന രണ്ടാമത്തെ ടെർമിനൽ പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ആ ഇ എം എഫിനെ പോസിറ്റീവായിട്ട് എടുക്കണം. ആ ഇ എം എഫിനെ എന്താക്കി എടുക്കണം, പോസിറ്റീവായി എടുക്കണം. ഓക്കെ, ഇനി നേരെ തിരിച്ചു പറഞ്ഞു നോക്ക്, ഞാൻ ഇങ്ങനെ കറണ്ടായിട്ടുള്ള ഞാൻ ഇങ്ങനെ നടന്നു പോവാ. ഈ തട്ടാൻ പോകുന്ന ടെർമിനൽ അടുത്ത ആരാ പോസിറ്റീവ് ആണോ? അല്ല, നെഗറ്റീവ് അല്ലേ. രണ്ടാമത് തട്ടാൻ പോകുന്ന ആളാണ്, ആദ്യം തട്ടുന്ന ആളല്ല. രണ്ടാമത് തട്ടാൻ പോകുന്ന ടെർമിനൽ നെഗറ്റീവ് ആണെങ്കിൽ ആ ഇ എം എഫ് നമ്മൾ എന്താക്കി എടുക്കണം, നെഗറ്റീവായിട്ട് എടുക്കണം. ഓക്കെ അല്ലേ. ഒരു സൈൻ കൺവെൻഷൻ ഫിക്സ് ചെയ്യുക. നിങ്ങൾ സ്കൂളിൽ നിന്ന് പഠിച്ചതാണ് നിങ്ങൾക്ക് എളുപ്പമെങ്കിൽ അത് പോവുക, അല്ലെങ്കിൽ ഞാൻ പറയുന്നതാണ് എളുപ്പമെങ്കിൽ ഇതിലേക്ക് വരിക. ഓക്കെ, പ്രശ്നം കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നോക്കിക്കോ, ഇ എം എഫിന്റെ സൈൻ കൺവെൻഷൻ എങ്ങനെയാണ്, നമ്മൾ പോകുന്ന അല്ലെങ്കിൽ കറണ്ട് ഇങ്ങനെ പോയിട്ട് തട്ടാൻ പോകുന്ന രണ്ടാമത്തെ ടെർമിനൽ പോസിറ്റീവ് ആണെങ്കിൽ ആ ഇ എം എഫ് പോസിറ്റീവ് ആക്കി എടുക്കുക. കറണ്ട് ഇങ്ങനെ പോയിട്ട് തട്ടാൻ പോകുന്ന രണ്ടാമത്തെ ടെർമിനൽ നെഗറ്റീവ് ആണെങ്കിൽ ആ ഇ എം എഫ് നമ്മൾ നെഗറ്റീവ് ആയിട്ട് എടുക്കുക. അപ്പോൾ കറണ്ടിന്റെ ഇ എം എഫിന്റെ സൈൻ കൺവെൻഷൻ കഴിഞ്ഞു. ഒരു പ്രോബ്ലം ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് സംഭവം കത്തും. നോക്കിക്കോ, സിമ്പിൾ എക്സാമ്പിൾ നോക്കിക്കോ. ഒരു സെല്ലുണ്ട്, രണ്ട് സെല്ലുണ്ട്. ഓക്കെ അല്ലേ. കറണ്ടിന്റെ ഫ്ലോ തന്നത് അതാ ഇങ്ങനെയാണ്. കറണ്ടിന്റെ ഫ്ലോ ഈ ഡയറക്ഷനിലാണ് തന്നത്, ക്ലോക്ക് വൈസിലാണ് കറണ്ടിന്റെ ഫ്ലോ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ജസ്റ്റ് ഇതിൻ്റെ അകത്ത് ഒരു ഇക്വേഷൻ ഉണ്ടാക്കണം. അതായത് ഇയും ഐ ആർ ടേംസ് ഈക്വൽ ആണെന്നല്ല പറഞ്ഞേ, അല്ലെങ്കിൽ ടോട്ടൽ ഇന്റെ ടേംസ് ഈക്വൽ ടോട്ടൽ ഐ ആറിന്റെ ടേംസ്. അതേപോലെ നമ്മൾ ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയാൽ മതി. നോക്കിക്കോ, അപ്പൊ നോക്കാം. കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്ന ഒരു കാര്യം ചെയ്യും, ഞാൻ എൻ്റെ ലൂപ്പിന്റെ ഡയറക്ഷൻ ഞാൻ ക്ലോക്ക് വൈസ് കൺസിഡർ ചെയ്യാം. ഞാൻ കൺസിഡർ ചെയ്യുന്ന ലൂപ്പ് ക്ലോക്ക് വൈസ് ആക്കിയിട്ട് കൺസിഡർ ചെയ്യാം, പ്രശ്നമില്ലല്ലോ. അപ്പൊ നോക്കിക്കോതാ, ഞാൻ കൺസിഡർ ചെയ്യുന്ന ലൂപ്പിൽ കറണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. കറണ്ട് ഇങ്ങനെ പോയിട്ട് R1 റെസിസ്റ്റൻസിലൂടെ പോവാം. നോക്കിയാടാ, ഞാൻ കൺസിഡർ ചെയ്ത ലൂപ്പിന്റെ ഡയറക്ഷൻ ക്ലോക്ക് വൈസ് അല്ലേ, ഇതാ ഇങ്ങനെയല്ലേ, അതേ ഡയറക്ഷനിലല്ലേ കറണ്ട് പോണേ. അങ്ങനെ ഈ കറണ്ട് എന്താക്കി എടുക്കണം, പോസിറ്റീവ് ആക്കി എടുക്കണം അല്ലേ. നോക്കിക്കോ, ടോട്ടൽ ഇ എം എഫിന്റെ ടേംസ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഐ ആറിന്റെ ടേംസ് അല്ലേ. അല്ലേ ഇപ്പൊ ഞാൻ പറഞ്ഞേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഐ ആറിന്റെ ടേമിനെ പറ്റി ആദ്യം പറയാം. നോക്കിക്കോ, ഈ ഐ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നമ്മൾ കൺസിഡർ ചെയ്ത ലൂപ്പിന്റെ അതേ ഡയറക്ഷനിലാണ് കറണ്ട്, അപ്പൊ ഈ ഐ പോസിറ്റീവാ. അങ്ങനെയാണെങ്കിൽ ഐ ആർ വൺ ടേം എന്താണ്, പോസിറ്റീവ് ആണ്. ഐ ആർ വൺ ടേം എന്താണ്, പോസിറ്റീവ് ആണ്. പ്രശ്നമല്ലല്ലോ. ഓക്കെ, ഞാൻ ഇങ്ങനെ പോയി ഈ റെസിസ്റ്റൻസ് കഴിഞ്ഞ് ഇങ്ങനെ പോയി ഇവിടെ എത്തി. അയ്യോ, ഇവിടെ എത്തിയപ്പോൾ എന്താ അവസ്ഥ? ഇവിടെ എത്തിയപ്പോൾ ആരുണ്ട്? ഇവിടെ എത്തിയപ്പോൾ നമ്മളെ സെല്ല് അല്ലെങ്കിൽ ഇ എം എഫ് സോഴ്സ് ആയി. ഓക്കെ, ഇ എം എഫ് സോഴ്സിന്റെ സൈൻ കൺവെൻഷൻ ഞാൻ എങ്ങനെയാന്ന് പറഞ്ഞിട്ടുണ്ട്. തട്ടാൻ പോകുന്ന രണ്ടാമത്തെ ആള് നെഗറ്റീവ് ആണെങ്കിൽ ഇ എം എഫ് എന്ത് എടുത്തോളണം, നെഗറ്റീവ് എടുത്തോളണം. അങ്ങനെയാണ് E2 എന്താക്കിക്കൊള്ളണം, നെഗറ്റീവ് ആയിക്കൊള്ളണം. E2 എന്താണ്, നെഗറ്റീവ് ആണ്. പ്രശ്നമില്ലല്ലോ, അറിയാം. കാരണം എന്താ, വന്നു കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാമത് തട്ടാൻ പോകുന്നത് നെഗറ്റീവ് ആയതുകൊണ്ട് അതുകൊണ്ട് E2 നെഗറ്റീവ് എടുത്തു. ഇനി ഇങ്ങനെ പോയി ഇവിടെ ഒരു റെസിസ്റ്റൻസിന് എടുത്തെത്തി. ഈ കറണ്ട് നമ്മൾ കൺസിഡർ ചെയ്ത ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തന്നെയല്ലേ പോകുന്നത്, മാറ്റിയിട്ടൊന്നും ഇല്ലല്ലോ. ഓക്കെ, അതേ ഡയറക്ഷൻ തന്നെ പോകേണ്ട. ഈ ഐ എന്താ, പോസിറ്റീവ് തന്നെ അല്ലേ. അപ്പൊ IR2 ടേം എന്തായി, പോസിറ്റീവായി. IR2 ടേം പോസിറ്റീവായി. ഓക്കെ അല്ലേ, കുഴപ്പമില്ലല്ലോ. ഇനി അതിങ്ങനെ വന്ന് ഇത് എവിടെ വരും അല്ലെ. ഇവിടെ വരുമ്പോൾ അവസ്ഥ ആലോചിച്ച് നോക്ക്. തട്ടാൻ പോകുന്ന രണ്ടാമത്തെ ടെർമിനൽ പോസിറ്റീവ് ആയിട്ടാണ് കാണുന്നത്. രണ്ടാമത്തെ ടെർമിനൽ പോസിറ്റീവ് ആണെങ്കിൽ ആ ഇ എം എഫ് പോസിറ്റീവ് ആക്കി എടുക്കണം. വിച്ച് മീൻസ് E1 പോസിറ്റീവ് ആക്കി എടുക്കണം.
കിട്ടിയോ അങ്ങനെയാണെങ്കിൽ എഴുതിക്കൂടാ. നോക്കിക്കോതാ, ഇതാണ് നമ്മളുടെ എന്താണ് നമുക്ക് കിട്ടിയ ആ ഒരു ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ നമുക്ക് ചിലപ്പം E1 E2 R1 R2 തന്നിട്ടുണ്ടാവും, ചിലപ്പോൾ I കണ്ടുപിടിക്കേണ്ട കാര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യുക. ഓക്കെ, ജസ്റ്റ് വേണേൽ നമുക്ക് ഒരുമിച്ച് എഴുതാം ഇങ്ങനെ IR1, അതായത് ഇതിന്റെ സൈഡിലേക്ക് ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോകാം. അങ്ങനെയാണ് E=0 ടേംസിലേക്ക് എഴുതാൻ പോവാണ്. IR1 പ്ലസ് IR2, ഈ മൈനസ് E2 ഈ സൈഡിലേക്ക് കൊണ്ടുപോയാൽ പ്ലസ് E2, പിന്നെ E1 പ്ലസ് E1 അങ്ങോട്ട് പോയാൽ മൈനസ് E1 =0. ഈ ഒരു ഫോമിലൊക്കെ അപ്പോൾ നമുക്ക് ഇക്വേഷൻ ആക്കിയിട്ട് എഴുതാം എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? സൈൻ കൺവെൻഷൻ ഓക്കെ ആയി. നമുക്ക് ആ സൈൻ കൺവെൻഷനും ഈ പ്രോബ്ലത്തിന്റെ ഐഡിയ നമുക്ക് കിട്ടി. ഇതാ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്തൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇതാ ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഇതേപോലെ തന്നെ നമ്മൾ കണ്ടുപിടിക്കണം, എന്തോ സാധനം കണ്ടുപിടിക്കണം. എന്തായിരിക്കും? കറണ്ട് ആണ് വിചാരിച്ചോ, കറണ്ട് ഈ കറണ്ടാണ് നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുമോ? നോക്കാം, സിമ്പിൾ ആണ്. നോക്കൂ, ഈ കറണ്ട് ഞാനൊരു കാര്യം ചെയ്യാം, ഈ ഡയറക്ഷനിൽ തന്നെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, എൻ്റെ ലൂപ്പ് കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ IR ടേമിൽ ആദ്യം വരുന്നതാ, ഞാൻ ഇങ്ങനെ പോയി ഇവിടെ എത്തി. ഓക്കെ, I × R ടേം, അതായത് ഈ I പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഞാൻ കൺസിഡർ ചെയ്ത ലൂപ്പിന് അതേ ഡയറക്ഷനിലാണ് I, അപ്പോൾ അത് പോസിറ്റീവ് ആണ്. അപ്പോൾ I × 2, അങ്ങനെയാണെങ്കിൽ 2I എന്ന് പറഞ്ഞ ടേം ആണ്, മീൻസ് ആ IR ടേം കിട്ടിയ IR ടേമിന്റെ ടോട്ടലിൽ 2I എന്ന് പറഞ്ഞ ടേം പോസിറ്റീവായി. ഓക്കെ, ഇനി നോക്കൂ, ഇങ്ങനെ പോയി ഇവിടെ ഒരു EMF ഉണ്ട് അല്ലേ? EMFന്റെ അവസ്ഥ എന്താ? തട്ടാൻ പോകുന്ന രണ്ടാമത്തെ ആള് നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ ആ EMFന് എന്ത് ഇട്ട് കൊടുക്കണം? നെഗറ്റീവ് ഇട്ട് കൊടുക്കേണ്ടി വരും അല്ലേ? നെഗറ്റീവ് ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പൊ ആ EMFന്റെ ടോട്ടൽ ടേമിൽ വരുന്ന ആ ടേമിന് ആ 5 എന്താക്കണം? -5 ആക്കണം. പ്രശ്നമുണ്ടോ? -5 ആക്കണം, പ്രശ്നമില്ലല്ലോ, മൈനസ് ആക്കണം. ഓക്കെ, ഇനി ഇങ്ങനെ വന്നിട്ട് നോക്കി, കറണ്ട് ഇവിടെ എത്തി. ഇനി നോക്കിക്കോ, കറണ്ട് 1 ഓമിലൂടെ പാസ് ചെയ്ത്. അങ്ങനെയാണ് അവിടുത്തെ IR ടേം എന്തായി? പോസിറ്റീവാണ്. കാരണം നമ്മൾ കൺസിഡർ ലൂപ്പിന് അതേ ഡയറക്ഷനിൽ ആ കറണ്ട് ഇപ്പോഴും ഫ്ലോ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ I × 1 അവിടെ ഉണ്ട്, I × 1 അവിടെ ഉണ്ട്. ഓക്കെ, I × 1 അവിടെ ഉണ്ട്. ഓക്കെ, ഇനി നോക്കിക്കോ, അത് ഇങ്ങനെ പോയി ഇവിടെ എത്തി. ഓക്കെ, ഇനി നോക്കിക്കോ, ആ I × 1 ഇവിടെ ഉണ്ട്. ഓക്കെ, പ്ലസ് I × 1 അല്ലെ I1. ഓക്കെ, അത് അവിടെ ഉണ്ട്. ഓക്കെ, ഇനി ഇങ്ങനെ പോയി ഇത് അവിടെ ഈ EMFന്റെ സോഴ്സിലെത്തി. ഇനി ഇതാ തട്ടാൻ പോണ രണ്ടാമത്തെ ടെർമിനൽ പോസിറ്റീവ്. അങ്ങനെയാണ് ഈ 10 എന്താക്കണം? പോസിറ്റീവായിട്ട് എടുക്കണം. അപ്പൊ ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ? നോക്കിക്കോ, -5 + 10 എത്രയാടാ? -5 + 10 എത്രയാ വരിക? -5 + 10 എന്ന് പറഞ്ഞാൽ അത് 5 ആണ് അല്ലേ? 5 ആണ്. = എത്ര വന്നാ? 2I + I + I എത്രയായി? 4I അല്ലേ? 4I. പ്രശ്നമില്ലല്ലോ. I × 1 എന്ന് പറഞ്ഞാൽ I അല്ലേ? മീൻസ് I അല്ലേ? അങ്ങനെയാണ് 4I കിട്ടി. അങ്ങനെയാണ് I = എത്ര വരിക? 5/4. അല്ലെങ്കിൽ ഇതിലൂടെ കടന്നു പോകുന്ന കറണ്ട് എത്രയാണ്? 5/4 ആണ്. നമുക്ക് ഇങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യാൻ പറ്റുക. ഓക്കെ അല്ലേ? ഐഡിയ മനസ്സിലായോ? ഇതാണ് സംഭവം. കഴിഞ്ഞു. നമുക്ക് ഇത്ര മാത്രമേ ഇവിടെ പറയാനുള്ളൂ. ഓക്കെ, അപ്പം ലൂപ്പ് റൂളിന്റെ ഒരു ഐഡിയ കിട്ടി, അതിന്റെ സൈൻ കൺവെൻഷനും നമുക്ക് കിട്ടി. ഇനി ഇതാ നമുക്ക് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് എന്ന് നോക്കാം. അതായത് അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഡിവൈസ് ആണിത്. അൺനോൺ റെസിസ്റ്റൻസ് ഞാൻ പറയാണ്, R എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് ആണ് ഇപ്പൊ അൺനോൺ എന്ന് വിചാരിക്കും. അറിയാത്ത റെസിസ്റ്റൻസ് ആണ് R. ഓക്കെ, അങ്ങനെ നോക്കിക്കോ, it is one of the accurate arrangement for measuring unknown resistance. Wheatstone bridge is an arrangement of 4 resistance connected in the manner shown. Okay, അപ്പോൾ ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നമുക്ക് ഡിറൈവ് ഒക്കെ ചെയ്യുന്നത് നമ്മൾ കിർച്ചോഫിന്റെ ലോ വെച്ചാണ് ഡിറൈവ് ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, സംഭവം ഇവിടെ നടുവിൽ ഒരു ഗാൽവനോമീറ്റർ കണ്ടോ? ഈ ഗാൽവനോമീറ്ററിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നത് 0 ആണെന്ന് വിചാരിക്കുക. അതായത് ഈ ഗാൽവനോമീറ്ററിൽ ഈ റെസിസ്റ്റേഴ്സ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട്, അതായത് ഒരു അൺനോൺ ഉണ്ട്, പിന്നെ ബാക്കിയെല്ലാം നമുക്കറിയാം. ആ റെസിസ്റ്റേഴ്സ് ഒക്കെ കൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ഗാൽവനോമീറ്ററിലൂടെ പോണ കറണ്ട് 0 ആക്കിയിട്ട് മാറ്റണം. ഓക്കെ, അതായത് ഗാൽവനോമീറ്റർ ബ്രാഞ്ചിലൂടെ കറണ്ട് ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് ആക്കി മാറ്റുക. അങ്ങനെ ഉള്ളൊരു കണ്ടീഷനാണ് നമ്മൾ ബാലൻസിങ് കണ്ടീഷൻ ഒക്കെ പറയാം. അങ്ങനെയാണ് ഏറ്റവും ബാലൻസിങ് കണ്ടീഷൻ. അതായത് ഗാൽവനോമീറ്ററിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യാത്ത കണ്ടീഷൻ വന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? P/Q എന്ന് പറഞ്ഞ സാധനം എന്തിന് ഈക്വലാടാ? R/S എന്ന് പറഞ്ഞ സാധനത്തിന് ഈക്വൽ ആകും. P/Q എന്ന് പറഞ്ഞ സാധനം R/Sന് ഈക്വൽ ആകും. ഇതാണ് എന്ത് പറയുന്നത്? നമ്മളെ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് പറയുന്നത്. അല്ലെങ്കിൽ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിന്റെ പ്രിൻസിപ്പിൾ വഴി അൺനോൺ റെസിസ്റ്റൻസ് ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. ഇവിടെ അൺനോൺ റെസിസ്റ്റൻസ് ഏതാ? R അല്ലേ? R കണ്ടുപിടിക്കാം. എങ്ങനെ? R = PS/Q. ഇത്രേ ഉള്ളൂ. ഒരു പ്രോബ്ലം ചെയ്താൽ നിങ്ങൾക്ക് ക്ലിയർ ആയി മനസ്സിലാവും. നോക്കിക്കോ. അറ്റ് ബാലൻസിങ് കണ്ടീഷൻ ഫൈൻഡ് ദ അൺനോൺ റെസിസ്റ്റൻസ്. അൺനോൺ റെസിസ്റ്റൻസ് കാണണം. ബാലൻസിങ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ IG 0 ആണെന്നല്ല അതിന്റെ അർത്ഥം. ആണ്. അങ്ങനെയാണ് ഇതാ കണ്ടുപിടിക്കാം. ഇതാണ് നമുക്ക് അറിയാത്ത X എന്ന് വിചാരിക്കും. അങ്ങനെയാണ് ഇത് എങ്ങനെ കണ്ടുപിടിക്കാടാ? സിമ്പിൾ അല്ലേ? പല രീതിക്ക് ചെയ്യാട്ടോ. അതായത് വേണമെങ്കിൽ ഇതിനെ Pയും ഇതിനെ Q ആക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഇതിനെ Pയും ഇതിനെ Q ആക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ ഈ ഒരു മാർക്ക് ഓർത്ത് വെക്കുക. നോക്കാം, ഇവിടെ ഒരു പച്ച വര വരച്ച്, ഇവിടെ ഒരു പച്ച വര വരച്ച്, ഇവിടെ ഒരു പച്ച വര വരച്ച്, ഇവിടെ ഒരു പച്ച വര വരച്ച്. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യാം. വേണമെങ്കിൽ 20/40 = X/18 എഴുതാം. അല്ലെങ്കിൽ 20/X = 40/18 എഴുതാം. അതിനൊന്നും പ്രശ്നമില്ല. പക്ഷെ ഒരിക്കലും 20/80 = X/14 എഴുതാൻ നിൽക്കരുത്. ഓക്കെ, ആ ഒരു ഐഡിയ ഉണ്ടാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാ സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാം. 20/40 എന്താക്കി എഴുതാടാ? X/18 എഴുതാം. പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അൺനോൺ റെസിസ്റ്റൻസ് കാണാൻ പോകുന്നത് 40യും 80യും കട്ട് ചെയ്താൽ 2 വരും. അങ്ങനെയാണ് X = 20 × 2 40 ഓം ആണ് അൺനോൺ റെസിസ്റ്റൻസ് വരിക.
ഓക്കെ, പ്രശ്നമില്ലല്ലോ. ഇതിപ്പോൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്തില്ല നമ്മൾ പറഞ്ഞേ, ഇവൻ ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം. നോക്കോ 20/x = നോക്കോ 20/x = 40/80. അങ്ങനെ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടണം. നോക്കോ 40/80, ഇത് രണ്ടും കൂടെ കട്ട് ചെയ്താൽ താഴെ 2 വരും. x = 20 × 2, അത് എത്ര തന്നെയാ 40 Ω. അപ്പോൾ ഈ ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. ഇതിങ്ങനെ ഇങ്ങനെ വേണം ഡിവൈഡ് ചെയ്യുക, ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് = ഇങ്ങനെ കിട്ടിയത്, അല്ലെങ്കിൽ 20/40 = x/80, അല്ലെങ്കിൽ 20/x = 40/80. പല രീതിക്ക് ചെയ്യാം. ഓക്കെ, അത് നിങ്ങളുടെ ഐഡിയ. ഓക്കെ, ഒരിക്കലും ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് ഈക്വൽ ടു എന്നുള്ള രീതിയിൽ എഴുതരുത്. അപ്പോൾ ഇത്രയൊക്കെയാണ് എന്താണ് നമ്മളെ ചാപ്റ്ററിൽ പറയാനുള്ളത്. ചാപ്റ്റർ എല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടും. ഈ ക്ലാസ്സിൻ്റെ അഭിപ്രായം നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ എന്താണ് അറിയിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്.